ബൈബിളിലേക്ക് നോക്കാം. സുന്ദരമായ ലോകം, 7 വൻകര: ഏഷ്യ, ആഫ്രിക്ക, തെക്കേ അമേരിക്ക, വടക്കേ അമേരിക്ക, യൂറോപ്പ്, ഓസ്ട്രേലിയ, അന്റാർട്ടിക്ക. 262 ലോകത്തിലെ രാഷ്ട്രങ്ങൾ, 192 പരമാധികാര റിപ്പബ്ലിക്കുകൾ. ഇതിനകത്ത് ഇന്ന് രാത്രി 6500 ഭാഷ സംസാരിക്കുന്ന ലോക മനുഷ്യൻ, 850 കോടിയിലേക്ക് ലോക ജനസംഖ്യ. ചൈനയെ കടത്തി വെട്ടിക്കൊണ്ട് ലോകത്തിലെ ഏറ്റവും ജനസാന്ദ്രതയുള്ള പട്ടണമായി ഇന്ത്യ മാറിക്കഴിഞ്ഞു. നാളെ ഇവിടെ എന്തോ സംഭവിക്കുമെന്ന് ഒരു നേതാക്കൾക്കും അറിയത്തില്ല. അമേരിക്ക കുലുങ്ങുന്നു, റഷ്യ ഉക്രൈൻ ഒരിടത്ത് നടക്കുന്നു, ആഗോള താപനം മറ്റൊരു നടത്തുന്നു, കത്തിക്കുത്ത് നടക്കുന്നു. ഇതെല്ലാം ഇവിടെ നടക്കുന്നു. സ്വസ്ഥതയില്ലാത്ത ലോകം, സമാധാനമില്ലാത്ത ലോകം. ലോകത്തിൽ അപകടങ്ങളും മരണങ്ങളും പെരുകിക്കൊണ്ടിരിക്കുമ്പോൾ ഉറക്കമില്ലാത്ത മനുഷ്യൻ്റെ നടുവിൽ അല്പസമയമെങ്കിലും ഒന്ന് മയങ്ങുന്നത് കർത്താവിനെ അറിഞ്ഞ ദൈവമക്കൾ. അതിനായി ഞാൻ ദൈവത്തെ വാഴ്ത്തുന്നു. ഈ ലോകം ഒരു അന്ത്യദിനങ്ങളിലേക്ക് പോവുക. അതിനാസ്പദമായി 2019 ഒക്ടോബർ മാസം വുഹാനിൽ നിന്ന് 15 രൂപയുടെ സോപ്പിൻ്റെ കുമിള കൊണ്ട് കഴുകിക്കളയുന്ന ഒരു വൈറസ് ഇറങ്ങി. അതിൻ്റെ പേര് നോവൽ കൊറോണ എന്നിറങ്ങി. അതിൻ്റെ 7 വകഭേദം കഴിഞ്ഞ് 8ാമത്തെ വകഭേദത്തിലേക്ക് ഇന്ന് വന്നിരിഞ്ഞു. ഇന്ത്യയിലും 500-ൽ പരം കേസുകൾ. അങ്ങനെയെങ്കിൽ 2.5 വർഷം പിന്നിൽ നാം നോക്കുമ്പോൾ സകല സ്ഥലത്തും വൈറസ്. നോട്ടിനകത്ത് വൈറസ്, പാൽ പാക്കറ്റിനകത്ത് വൈറസ്, കമ്പ്യൂട്ടറിനകത്ത് വൈറസ്, വണ്ടിയുടെ കമ്പിയെ പിടിച്ചാൽ വൈറസ്, സ്കൂട്ടറിൻ്റെ ഹാൻഡിലെ പിടിച്ചാൽ വൈറസ്, ഇടുന്ന ഡ്രസ്സ് പോലും ഭയപ്പെട്ട മനുഷ്യൻ പേടിച്ചിടാൻ പോയൊരു കാലം. അവിടെയെല്ലാം വൈറസ് ആഞ്ഞടിച്ചപ്പോഴും ഇന്ന് രാത്രി വൈറസ് കടക്കാത്ത ഒന്ന് നമ്മുടെ കരങ്ങളിൽ ഇരിപ്പുണ്ട് മക്കളെ. അതിൻ്റെ പേരാ സ്വർഗത്തിലെന്നേക്ക് സ്ഥിരമായി നിൽക്കുന്ന ദൈവത്തിൻ്റെ വചനം. അതുകൊണ്ടാണ് ഇന്ന് രാത്രി നിങ്ങൾ ഇവിടെ വന്നിരിക്കുന്നത്. കോവിഡ് സാധാരണ സംഭവമല്ല. ഓരോ 100 വർഷത്തിൻ്റെ ഇടയ്ക്കും പ്രാവശ്യമ്പലക്കാർ ശ്രദ്ധിക്കണം, ഒരു മഹാവ്യാധി ഇവിടെ വരും. 1800-ൽ ഇവിടെ ഒരു മഹാവ്യാധി വന്നു. അതിൻ്റെ പേരായിരുന്നു ഏറ്റവും നിർണായക പ്ലേഗ്. മനുഷ്യകുലത്തെ മുച്ചൂടും മുടിച്ചുകൊണ്ട് ആയിരങ്ങളെ മരണത്തിലേക്ക് വീഴ്ത്തിയ മഹാവ്യാധി 1800-ൽ. അത് കഴിഞ്ഞൊരു 117 വർഷം കഴിഞ്ഞു. 1917 യേശു ക്രിസ്തുവിൻ്റെ വരവിനോടനുബന്ധിച്ച് 3 സംഭവങ്ങൾ ഇവിടെ നടന്നു. അതിൽ ഒന്നാമത്തെ സംഭവമായി രണ്ടാമതൊരു മഹാവ്യാധി ഇവിടെ വന്നു, സ്പാനിഷ് ഫ്ലൂ. അനവധി പേരെ മുച്ചൂടും മുടിച്ചു കളഞ്ഞു. 1917 ആദ്യമായിട്ട് റഷ്യയിൽ കമ്മ്യൂണിസ്റ്റ് ഭരണം. കാറൽ മാർക്സ് എന്ന യഹൂദൻ്റെ കയ്യിൽ നിന്ന് തത്വസംഹിത ഫ്രെഡറിക് ഏംഗൽസിൻ്റെയും കൂടെ എഴുത്തുകൂടി മോസ്കോയുടെ തെരുവീതിയിൽ കൂടി തൊഴിലാളി സമൂഹം നിലവിളിച്ചു. സർവ്വലോക തൊഴിലാളികളെ സംഘടിക്കുവേൻ, സംഘടിച്ച് ശക്തരാകുവേൻ. റഷ്യയിലെ സാർ ചക്രവർത്തിമാരെ വെട്ടിമാറ്റിക്കൊണ്ട് ആദ്യത്തെ കമ്മ്യൂണിസ്റ്റ് ഭരണം വരുന്നത് 1917 മെയ് മാസം 1-ാം തീയതി. തീർന്നില്ല. ആദ്യമായി ലോകത്തിൻ്റെ വൻകരകളിൽ ചെറിയ യഹൂദൻ മടങ്ങി വരുന്നത് 1917 നവംബർ 11 രാത്രി 11 സെക്കൻഡ്. അതിൻ്റെ പേര് ആർതർ ബാൽഫോർഡ് ഡിക്ലറേഷൻ. അവൻ്റെ രക്തം ഞങ്ങളുടെ മേലും ഞങ്ങളുടെ തലമുറ മേലും വന്ന് ഭവിക്കട്ടെ. കർത്താവിൻ്റെ വരവിൻ്റെ 3 ചാലുകൾ 1917. 1 ഒരു മഹാവ്യാധി, 2 യഹൂദൻ മടങ്ങി വന്നു, 3 റഷ്യയിൽ കമ്മ്യൂണിസ്റ്റ് ഭരണം. ഒരു 102 വർഷം പിന്നിട്ട് കഴിഞ്ഞപ്പോൾ ചൈനയിലെ വുഹാനിൽ നിന്ന് ഇറങ്ങി 1 ഗ്രാം വൈറസ് സകല കുലത്തെയും ഭീതിപ്പെടുത്തി കളഞ്ഞു. ഇതൊരു അന്ത്യദിനത്തിൻ്റെ നാളുകൾ. യേശു ക്രിസ്തുവിൻ്റെ ഉലവുമല പ്രഭാഷണത്തിൽ മത്തായി 24-21 രേഖപ്പെടുത്തി. ലോകാരംഭം മുതൽ ഇന്ന് വരെ സംഭവിച്ചിട്ടില്ലാത്തതും ഇനിമേൽ സംഭവിക്കാത്തമാര് വലിയ കഷ്ടമെന്നാളിൽ ഉണ്ടാകും. ഇൻ ദ ബിഗിനിങ് ഓഫ് ദ വേൾഡ് സച്ച് എ പാനിക് ഓർ പാൻഡമിക് സിറ്റുവേഷൻ നോട്ട് അറ്റ് ഇൻ യുവർ ഐസ്. ഇന്ന് വരെ മനുഷ്യകുലത്തിൽ കാണാത്ത ഒരു പാനിക് സിറ്റുവേഷൻ ഇവിടെ വരും. അതായിരുന്നു നോവൽ കൊറോണ അഥവാ COVID-19. ഇന്ന് രാത്രി കോവിഡിനോടുള്ള ബന്ധത്തിൽ 30-ൽ പരം ബൈബിളിലെ പ്രവചനങ്ങൾ, അന്ത്യകാല പ്രവചനങ്ങൾ നിറവേറുന്നു. ഒരു ട്രെയിൻ യാത്രയാകുന്നതിന് മുമ്പ് മുന്നറിയിപ്പ് പോലെ, ഒരു പ്ലെയിൻ പുറപ്പെടുന്നതിന് അനൗൺസ്മെന്റ് പോലെ ഇന്ന് രാത്രി നാം ആയിരിക്കുമ്പോൾ അനവധി സംഭവങ്ങൾ കർത്താവിൻ്റെ വരവിനോടുള്ള ബന്ധത്തിൽ കാണിക്കുന്നു. നമ്പർ 1, ഈ 2023-ൽ നിങ്ങൾ കണ്ട കാര്യം, നമ്മുടെ സുന്ദരമായ ഇന്ത്യ എവിടം വരെ എത്തിയെന്നറിയാമോ? കഴിഞ്ഞ ദിവസങ്ങൾ പത്രങ്ങൾ നിങ്ങൾ വായിച്ചു. 3.25 ലക്ഷം കിലോമീറ്റർ ദൂരമുള്ള ചന്ദ്രനിലേക്ക് ഒരു റോക്കറ്റിനെ ഇന്ത്യക്കാർ വിട്ടു, ചന്ദ്രയാൻ. അതിനകത്ത് 36 ഉപഗ്രഹങ്ങൾ, ഒരു ക്യാമറയും വെച്ചു. ഇവിടെ കുഞ്ഞുങ്ങൾ പടമെടുക്കുന്നത് പോലെ ചന്ദ്രനകത്ത് വിക്രം ലാൻഡർ ഇറങ്ങി സകല പരിപാടികളും പകർത്തി ഇന്ന് ഇന്ത്യയുടെ കയ്യിലേക്ക് കൊടുക്കുന്നു. രണ്ടാമതായി 15 കോടി കിലോമീറ്റർ ദൂരെ നിൽക്കുന്ന സൂര്യനിലേക്ക് പോകുവാൻ ഇന്ത്യ അടുത്ത പരിപാടി തുടങ്ങി. ഗഗൻയാൻ ഒരു ഉപഗ്രഹത്തെ അഴിച്ചു കഴിഞ്ഞു. കാര്യങ്ങൾ പഠിക്കാൻ 110 കിലോമീറ്റർ ഉപഗ്രഹം ചെയ്തു. ഉപഗ്രഹം യാത്ര ചെയ്ത് കഴിഞ്ഞു. കന്യാകുമാരി ബസ് പാറശാല ഡിപ്പോയിൽ പിടിച്ചിട്ട് അല്പം ഡീസൽ അടിക്കുന്നത് പോലെ അവിടെ ഈ ഉപഗ്രഹം ഇരുന്നുകൊണ്ട് 110 കിലോമീറ്ററിൽ നിന്ന് പടം അയച്ചു കൊണ്ടിരിക്കുന്നു. മൂന്നാമത്തെ സംഭവമായി ഏറ്റവും നിർണായകമായ സംഭവം, ഈ 2025 നേമത്തും പ്രാവച്ചമ്പലത്ത് നരുവാമൂട്ടിലുമുള്ള സ്കൂൾ ടീച്ചർമാരുടെ ഡയറിയിലെല്ലാം വന്നു. മാർച്ച് 1 എവിടത്തേക്കാ? 5.25 കോടി കിലോമീറ്റർ ദൂരമുള്ള ചൊവ്വ, 125 ഡിഗ്രി സെന്റിഗ്രേഡ് കത്തിപ്പഴുക്കുന്ന ചൊവ്വയിലേക്ക് മനുഷ്യൻ യാത്രയാകാൻ ശ്രമിക്കുന്നു. പാലക്കാടുകാരിക്ക് 2 പെൺകൊച്ചുങ്ങൾ, അവരുടെ പേര് ലേഖ, ശ്രദ്ധ. തൊട്ടടുത്ത് പൂജപ്പുര രാകേഷ്, ഇവനും ചന്ദ്രനിൽ ചൊവ്വയിലേക്ക് പോകാൻ പോകുന്നു. അന്യഗ്രഹങ്ങളിലേക്ക് മനുഷ്യൻ. മാർച്ച് 1. 4 ഈ ഡിസംബർ അവസാനിക്കുന്നതിന് മുമ്പ് നവംബർ മാസം അവസാന ദിവസം ഇന്ത്യയുടെ പ്രധാനമന്ത്രി നരേന്ദ്രമോദി സാർ ISROയുടെ നേതാക്കളെല്ലാം വിളിച്ചിട്ട് ഒരു കോൺഫറൻസ് ബാംഗ്ലൂരിൽ നടത്തിയിട്ട് പറഞ്ഞു, നമുക്കൊരു
ബേസ് സ്റ്റേഷൻ ശൂന്യാകാശത്തിൽ വേണം. വഴിയരികത്ത് വെടിവെച്ചാങ്കൂലി തട്ടുകട റോഡിൽ നിർത്തിയിരിക്കുന്നത് പോലെ ആ ശൂന്യാകാശത്ത് ഒരു ബേസ് സ്റ്റേഷൻ വേണമെന്ന് ഇന്ത്യയുടെ പ്രധാനമന്ത്രി ISRO സയന്റിസ്റ്റുകാരോട് മുഴുവൻ പറഞ്ഞു. ഇത് ബൈബിളിന്റെ പ്രവചനത്തിന്റെ നിവൃത്തിയാണോ? ലൂക്കോസിന്റെ സുവിശേഷം 21-25 നിങ്ങളുടെ ബൈബിളിൽ രേഖപ്പെടുത്തിയിട്ടുണ്ട്. സൂര്യനിലും ചന്ദ്രനിലും നക്ഷത്രങ്ങളിലും മഹാലക്ഷ്യങ്ങൾ അന്ത്യകാലത്തുണ്ടാകും. കടലിന്റെ ഓളത്തിന്റെ മുഴക്ക നിമിത്തം ഭൂസീമവാസികൾക്ക് നിരാശയോടുകൂടിയ പരിഭ്രമം ഇവിടെ ഉണ്ടാകും. യേശു വരാൻ കാലമായി. രണ്ടാമത്തെ സംഭവം ഇന്നത്തെ ലോകം കണ്ടു. കോവിഡാനന്തര ലോകം നിങ്ങൾ നോക്കുമ്പോൾ ഒരു കാലത്ത് ഇവിടെ വണ്ടികളെല്ലാം അടച്ചിട്ടിരുന്നു. കാലമെല്ലാം മാറി. കോവിഡിൽ നിന്ന് റിലീഫ് പ്രാപിച്ചപ്പോൾ ഒരു കാലത്ത് ഈ തിരുവനന്തപുരം നെയ്യാറ്റിങ്കര പതിറ്റാണ്ടുകളായി ഞാൻ യാത്ര ചെയ്യുന്ന 4 ബൈക്കും 1 കാറും 2 തമിഴിൻ്റെ ബസ്സും 2 മലയാളം ബസ്സുമായിരുന്നു രാത്രി സ്ഥിരം ഞാൻ യാത്ര ചെയ്യുന്നത് എനിക്കറിയാം. ആ കാലം മാറിക്കഴിഞ്ഞു. ഇന്ന് നിങ്ങൾ പാപ്പനംകോടോ നേമത്തോ നിന്നാൽ രാത്രിയിൽ ബൈക്കുകളുടെ പ്രളയം, കാറുകളുടെ പ്രളയം, ബസ്സുകൾ ഇങ്ങനെ പടപടാ പോകുന്നു. മനുഷ്യർ എവിടേക്ക് പോകുന്നു ആർക്കും അറിയാൻ വയ്യ. തമ്പാനൂർ റെയിൽവേ സ്റ്റേഷനിൽ പഴയ കാലത്ത് പോയാൽ ഒരു ട്രെയിൻ പോയി കഴിഞ്ഞാൽ 1/2 മണിക്കൂർ നമുക്ക് അവിടെ നിൽക്കണം. അപ്പോൾ ഒരു പെങ്കൊച്ച് പാളം തണുപ്പിക്കാൻ വെള്ളം കൊണ്ടുവരും. ഒരു ചെറുപ്പക്കാരൻ ചുറ്റികല്ലുകൊണ്ട് അതിൻ്റെ ഹൈഡ്രോളിക് സംവിധാനത്തിൽ 4 കുറ്റിയിലൊക്കെ അടിച്ചതിന് ശേഷമാണ് അടുത്ത ട്രെയിൻ വരുന്നത്. ഇന്ന് തമ്പാനൂരിൽ നിന്ന് ഒരു ട്രെയിൻ പോയി കഴിഞ്ഞാൽ കുഞ്ഞുങ്ങൾ പാടുന്നവർ അടുത്തവൻ പുറേ കൂകു കൂകു തീവണ്ടി, കൂകിപ്പായും തീവണ്ടി. വെള്ളമടിക്കാനും സമയമില്ല, ചുറ്റിയിലടിക്കാനും സമയമില്ല. ട്രെയിൻ വന്നുകൊണ്ടേയിരിക്കുന്നു. വന്ദേ ഭാരത്, തുരന്തോ, അതെല്ലാം ബുള്ളറ്റ് ട്രെയിനുകളല്ല. ഏറ്റവും വേഗത കൂടിയ ബസ്സുകൾ, സ്റ്റോപ്പ് കുറഞ്ഞ മിന്നൽ ബസ്. ഒരു കാലത്ത് പഴയ എയർപോർട്ടായ ശംഖുമുഖത്ത് രാത്രിയിൽ 6 അന്താരാഷ്ട്ര വിമാനം മാത്രമായിരുന്നു തിരുവനന്തപുരത്ത് ഇറങ്ങുന്നത്. പക്ഷേ കാലം മാറി, കഥ മാറി. ഇന്ന് രാത്രി അനന്തപുരിയുടെ മേളിൽ മതിലേ കയറിയിരുന്നാൽ കാണാം. രാത്രി 11 മണിക്ക് ഇറങ്ങിയാൽ രാവിലെ 5 മണി വരെ 26 വിമാനങ്ങൾ തിരുവനന്തപുരത്ത് ഇറങ്ങുന്നു. മനുഷ്യൻ എവിടേക്ക് പോകുന്നു? അമേരിക്കയിൽ ഏറ്റവും വലിയ എയർപോർട്ട് അറ്റ്ലാന്റയിലെ ജാക്സൺ അന്താരാഷ്ട്ര വിമാനത്താവളം. 12 റൺവേ, 2 മിനിറ്റിൽ ഒരു വിമാനം. 2000 വിമാനങ്ങൾ ഒരേ സമയം അമേരിക്കയിൽ ഒരു ദിവസം യാത്രയാകുന്നു. മനുഷ്യൻ എവിടേക്ക്? റോഡിനകത്ത് വാഹനങ്ങൾ, ബുള്ളറ്റ് ട്രെയിൻ, തുരന്തോ എക്സ്പ്രസ്, മിന്നൽ ബസ്സുകൾ പായുന്നു. ആകാശത്തിനകത്ത് വിമാനങ്ങളുടെ മുഴക്കം ബൈബിളിനകത്തുണ്ടോ? നഖവും പ്രവചനം 2-4 അന്ത്യകാലം. രഥങ്ങൾ തെരുക്കളിൽ ചടിച്ചടെ ചാടുന്നു, വീതികളിൽ അങ്ങുമിങ്ങും ഓടുന്നു. തീപ്പന്തങ്ങളെ പോലെ ഇത് കുതിക്കുന്നു, മിന്നൽ പോലെ പായുന്നു. ഇതെല്ലാം നിരത്തുകളെ അന്ത്യകാലത്ത് കീഴടക്കി കളയും. മൂന്നാമത്തെ സംഭവമായി ഇന്ന് രാത്രി നിങ്ങൾ ഇവിടെ ഇരിക്കുമ്പോൾ കേട്ടോ, ഒരു വലിയ പ്രശ്നത്തിലേക്ക് ലോകം 4 യുദ്ധം നടന്നുകൊണ്ടിരിക്കുക. പക്ഷെ 2 ദിവസം ഉണ്ടെങ്കിൽ അത് മൊത്തം പ്രസംഗിക്കാം. എന്താ 4 യുദ്ധം? കഴിഞ്ഞ 1 വർഷവും 10 മാസവുമായിട്ട് റഷ്യ ഉക്രൈനെ ആക്രമിച്ചു കൊണ്ടിരിക്കുന്നു. 1 വർഷം 10 മാസം. അത് കഴിയുമ്പോൾ ഇസ്രയേൽ ഇന്ന് രാത്രിയും ഗാസയെ ആക്രമിച്ചു കൊണ്ടിരിക്കുന്നു. 2, 3 ഇസ്രയേൽ സിറിയയെ ആക്രമിച്ചു കൊണ്ടിരിക്കുന്നു. 4 ഇസ്രയേൽ ലബനോനെ ആക്രമിച്ചു കൊണ്ടിരിക്കുന്നു. 5 ചൈനക്കാരൻ അടുത്ത വർഷം തൈവാനെ ആക്രമിക്കാൻ കപ്പലെല്ലാം നിരത്തി വെച്ചിരിക്കുന്നു. യേശു പറഞ്ഞ പ്രവചനത്തിന്റെ നിവർത്തി കോവിഡിന്റെ മറവിൽ പ്രാപച്ചമ്പലം കാണുന്നു. മത്തായി 24:6-7 യുദ്ധങ്ങളെക്കുറിച്ചും യുദ്ധശ്രുതികളെയും കുറിച്ച് നിങ്ങൾ കേൾക്കുക. ചഞ്ചലപ്പെട്ടു പോകരുത്, സംഭവിപ്പാനുള്ളത് തന്നെ. ജാതി ജാതിയോട് മതമക്കളെ മണിപ്പൂർ, കുക്കി, മെയ്തൈ, നാഗ, ഇംഫാൽ, ചുരാചന്ദ്പൂർ, ബിഷൻപൂർ ഇതിവിടെ കത്തിക്കൊണ്ടിരിക്കുക. രക്ഷയില്ല. ഇതിനൊരു സമാധാനം വരത്തില്ല. അപ്പുറത്തെ രാജ്യം രാജ്യത്തോട് നമ്പർ 1 കാസ്റ്റ് ടു കാസ്റ്റ്, then the interpretation is coming, nation to nation. രാജ്യം രാജ്യത്തോടും എതിർക്കും. അതാ ഇന്ന് പശ്ചിമേഷ്യ പുകയുന്നു. ക്ഷാമവും ഭൂകമ്പവും അവിടെ ഉണ്ടാകും. ഇതെല്ലാം ഈറ്റുനോവിന്റെ ആരംഭമെങ്കിൽ ഗർഭിണിക്ക് പ്രസവവേദന വരുന്നത് പോലെ ലോക സംഭവങ്ങൾ ഇന്ന് രാത്രി പ്രിയന്റെ വരവിനെ കാണിക്കുമ്പോൾ അകത്തളത്തിനകത്ത് കൃപ പ്രാപിച്ച ദൈവമക്കൾ മണ്ണാഗതമായ വിട്ട് അനന്തതയുടെ കവാടങ്ങൾ തുറക്കുമ്പോൾ എനിക്ക് വേണ്ടി പ്രതിഫലവുമായി എൻ്റെ നാഥൻ മധ്യാകാശത്തിൽ വരുമെന്ന് ഇന്ന് രാത്രി രക്ഷയുടെ പെട്ടകത്തിനകത്ത് കടന്ന കുഞ്ഞുങ്ങൾ ഇന്ന് രാത്രി പറയും. ഇത് സംഭവിച്ചു തുടങ്ങുമ്പോൾ ഞങ്ങളുടെ വീണ്ടെടുപ്പ് അടുത്തിരിക്കുന്നത് കൊണ്ട് ഇന്ന് രാത്രി നിവർന്ന് തലകളെ ഉയർത്തുകയും കാത്തിരിക്കുന്ന ദൈവ കുഞ്ഞുങ്ങളെ ചേർക്കുവാൻ 10,000 പേർ സുന്ദരനായി എൻ്റെ കാന്തൻ മധ്യാകാശത്തിൽ വെളിപ്പെടാറായി. പ്രാവച്ചമ്പലം കുടുംബന്നൂരെ, നിന്റെ ദൈവത്തെ എതിരേൽപ്പാൻ നീ ഒരുങ്ങിക്കൊള്ളുക. വായിക്കാം മത്തായി സുവിശേഷം 24, 29, 30 വാക്യങ്ങൾ. മാത്യു ചാപ്റ്റർ 24 വേഴ്സ് 29, 30. വായിച്ചിട്ട് മക്കളെ, മത്തായി 24, 29, 30 വാക്യങ്ങൾ. ആ കാലത്തിലെ കഷ്ടം കഴിഞ്ഞ നല്ലതുപോലെ മക്കൾ വായിച്ചിട്ട്, ആ കാലത്തിലെ കഷ്ടം കഴിഞ്ഞ് സൂര്യൻ ഇരുണ്ടു പോകും. ഒന്നാമത്തെ സംഭവം. ഈ 4 കാര്യം പറയുമ്പോൾ ഇന്ന് രാത്രി അവസാനിക്കും. സൂര്യൻ ഇരുണ്ടു പോകും. 2, ചന്ദ്രൻ പ്രകാശം കൊടുക്കാതിരിക്കും. രാത്രിയിൽ നമുക്ക് നിലാവെളിച്ചം തരുന്ന ചന്ദ്രൻ രക്തമാകാൻ പോകുന്നു, പ്രകാശവും തിരിയല. അടുത്തത്, നക്ഷത്രങ്ങൾ ആകാശത്ത് നിന്ന് വീഴും. ആകാശഗംഗ ഗാലക്സിയിൽ നിന്ന് നാട്ടുമാങ്ങ വീഴുന്ന പോലെ നക്ഷത്രങ്ങൾ വീഴാൻ പോകുന്നു. ആകാശത്തിലെ ശക്തികൾ ഇളകിപ്പോകും. ആകാശത്തിലെ ശക്തികളെല്ലാം ഇളകി പോകാൻ പോകുന്നു. അപ്പോൾ മനുഷ്യപുത്രന്റെ അടയാളം ആകാശ
മധ്യാകാശത്ത് വിളങ്ങും. വരാമെന്ന് പറഞ്ഞവന്റെ അടയാളം മധ്യാകാശത്തിൽ വിളങ്ങും. അപ്പോൾ വായിച്ചിട്ട് കുഞ്ഞ അടുത്ത വാക്ക്, അന്ന് ഭൂമിയിലെ സകല ഗോത്രങ്ങളും എല്ലാ രാഷ്ട്രങ്ങളും കാണുക പ്രലാപിച്ചും കൊണ്ട്. വായിച്ചിട്ട് മക്കളെ, ഭൂമിയിലെ സകല ഗോത്രങ്ങളും പ്രലാപിച്ചും കൊണ്ട് മനുഷ്യപുത്രൻ ആകാശത്തിലെ മേഘങ്ങളിൽ മേൽ മനുഷ്യപുത്രൻ ആകാശത്തിലെ മേഘങ്ങളിൽ മേൽ മഹാശക്തിയോടും തേജസ്സോടും കൂടെ വരുന്നത് കാണും. തേജസ്സോട് രഹസ്യവരവിൽ തന്റെ സഭയെ ചേർക്കുവാൻ കാന്തൻ വരാറായി. ഇന്ന് രാത്രി 5 ഭാഗം പ്രസംഗിക്കുമ്പോൾ ഈ തലമുറയിൽ കർത്താവ് വരുമോ? കണ്ണുകൾ ഒരു നിമിഷം കൂടെ അടയ്ക്കാം. വലിയ സന്തോഷമൊന്നുമില്ലല്ലോ, സ്വോത്രം. ഇവിടെ സ്റ്റാൻലി പാട്ടുപാടി കർത്തൃദാസൻ പല കാര്യവും കഴിഞ്ഞിട്ട് നമ്മൾ ഒരു വല്ലാത്ത അവസ്ഥയിലിരിക്കുക. സ്വോത്രം. ഭാരപ്പെടേണ്ട സകലത്തിനും പരിഹാരം കർത്താവുണ്ട്. സ്വോത്രം. അമ്മച്ചേ, അപ്പച്ചാ, 2023 കണ്ടവരെ ഡിസംബർ മാസം കണ്ടില്ല. കാട്ടാക്കടയിലും കണ്ടലയിലും നെരുവാമൂട്ടിലും നെയ്യാറ്റിൻകരയിലും 40കാരനാ ബൈക്ക് ഓടിച്ചുകൊണ്ട് പോകുമ്പോൾ ഒറ്റ കുടച്ചിൽ ഇതാ കിടക്കുന്നു. പിന്നെ അവ ചവിപ്പട്ടിയില്ല, കരം ഉയരുന്നില്ലല്ലോ. സ്വോത്രം. 40കാര് 80കാരി അമ്മച്ചി വീട്ടിൽ ഓട്സ് കാച്ചി കുടിക്കുമ്പോൾ 40കാരൻ വഴിയരികെ കുഴഞ്ഞു വീണ് മരിച്ചു. എന്നിട്ട് പോലും ഇന്ന് രാത്രി സന്തോഷമില്ല. 2023 ജനുവരി കണ്ടവർ ഈ ഡിസംബർ മാസം 13-ാം തീയതി കാണാതിരിക്കുമ്പോൾ ഇന്ന് രാത്രി ഗ്രൗണ്ടിൽ കൊണ്ടുവന്നത് നീ കഴിച്ച ആഹാരത്തിന്റെ മിടുക്കല്ല, മെഡിക്കൽ കോളേജിൽ നിന്നെ നോക്കിയ ചീഫ് ഡോക്ടറുടെ മഹത്വമല്ല. ഇന്ന് രാത്രി നിന്റെ ശരീരത്തിന് കറിയ ഗ്ലൂക്കോസ് സ്റ്റെപ്പിന്റെ മഹത്വമല്ല, കുറച്ച് വൈറ്റമിൻ സി ടാബ്ലറ്റിന്റെ പവറല്ല. അതിന്റെ അപ്പുറത്ത് നിന്റെ കരം പിടിച്ച് ഇന്ന് വരെ നടത്തിയ ദൈവത്തിന് ഇന്ന് രാത്രി ഒരു കടക്കകത്ത് നീ കടക്കാമായിരുന്നു, ഒരു അപകടം നിനക്ക് വരാമായിരുന്നു. എന്നാൽ അതിന്റെ നടുവിലും കണ്ണിന് കണ്ണുനീരിൽ നിന്ന് കാലിന് വീഴ്ചയിൽ നിന്ന് പ്രാണനത് മരണത്തിൽ നിന്ന് പിടിപ്പിച്ച് ക്രിസ്തുവാകുന്ന പാറമേൽ നിർത്തി ഇന്ന് രാത്രി പ്രാവച്ചമ്പല കൺവെൻഷന്റെ ആദ്യ രാത്രി എന്നെ ഗ്രൗണ്ടിനകത്ത് കൊണ്ടുവന്ന മഹാ ദൈവത്തിന് സ്തോത്രമെന്ന് പറയുക. ഇന്ന് രാത്രി എത്ര പേർക്ക് കഴിയും? അതരബലമെന്ന സ്തോത്രയാകും. ഇന്ന് രാത്രി ആരാധന എവിടെ മുഴങ്ങിയിട്ടുണ്ട് അവിടെ ദൈവകരം ഇറങ്ങി വന്നിട്ടുണ്ട്. ദൈവജനം എവിടെ പ്രാർത്ഥിപ്പാൻ തയ്യാറായിട്ടുണ്ട് എരിഹോയുടെ മതിലുകൾ അവിടെ തകരുവാനിടയായിട്ടുണ്ട്. ദൈവജനം എവിടെ മുട്ടുമടക്കി ഉപവസിച്ചിട്ടുണ്ട്. പട്ടണത്തിലെ മുതിർന്നവരെ താടിയിറക്കുവാൻ, പ്രമാണിമാരെ താടിയിറക്കുവാൻ തമ്പുരാന്റെ വചനത്തിന്റെ കരം ഇറങ്ങി വന്നെങ്കിൽ കൺവെൻഷൻ കൂട്ടങ്ങളുടെ 1ാമത് രാത്രി പൗലോസിനെ ശീലാസിനെ കൊണ്ടുപോയി മാസിഡോണിയയുടെ കാരാഗ്രഹത്തിനകത്ത് ലോകം കൊടുക്കുന്ന ശിക്ഷാവിധി 2 മക്കൾക്കും കൊടുത്തു. മക്കളെ ലൈറ്റുമില്ല, വെട്ടവുമില്ല, കാലുകൾ ചെങ്ങലക്കകത്ത് ബന്ധിച്ചിരിക്കുക, ശരീരം മുഴുവൻ അടികൊണ്ട പാടുകളാ. എന്നാൽ അവരുടെ നാവ് മാത്രം സ്വതന്ത്രമായിരുന്നു. അമ്മച്ചി, അപ്പച്ച, സഹോദര, സഹോദരി, ശരീരത്തിന് വേദന കാണും. ഒരുപക്ഷെ നിന്റെ ശരീരത്തിനകത്ത് ക്യാൻസറിന്റെ സെൽസ് കാണും. ഒരുപക്ഷെ നിന്റെ 337 ഗ്രാമുള്ള ഹാർട്ടിനകത്ത് പമ്പിംഗ് റേറ്റിന് വ്യത്യാസം കാണും. എന്നാൽ ഇന്ന് രാത്രി ഗ്രൗണ്ടിനകത്ത് അതരബലമെന്ന സ്തോത്രയാഗം നീ മുടക്കുവാൻ തയ്യാറായ നിന്റെ കാലുകളെ കെട്ടിയ ബന്ധനങ്ങളെ തകർക്കുവാൻ കാരാഗ്രഹത്തിനകത്തിറങ്ങിയ ദൈവകരം ശബ്ദരാധിക ജാന ബൗഡാരവ ശബ്ദുര് പാമ്പുകളെ, തേളുകളെ, ശത്രുവിന്റെ സകല ബലത്തെ ചവിട്ടുക, വാഴ്ചകളെയും അധികാരങ്ങളെയും അന്ധകാരത്തിന്റെ പോരുകളെ കാൽവരുടെ കൊലക്കളത്തിൽ തകർത്തുയർത്തെഴുന്നേറ്റ യേശുവിന്റെ നാമം ഈ കൺവെൻഷൻ കൂടാതെ ആദ്യ രാത്രി വെളിപ്പെടുമ്പോൾ എന്നെ മുന്നോട്ട് നയിപ്പാൻ ദൂട്ട പിശാച് കെട്ടിവെച്ച അന്ധകാരത്തിന്റെ കോട്ടകളെ തകർക്കുക. ഈ 2023 UGM കൺവെൻഷനകത്ത് അഭിഷേകത്തിന്റെ കൃപ എന്റെ മേൽ ഇറങ്ങുന്ന രാത്രിയാ. വിശ്വസിക്കുന്ന ദൈവമക്കൾക്കായി ഞാൻ എൻ്റെ ദൈവത്തെ വാഴ്ത്തുന്നു. 2 ആരാധന അവിടെ വെളിപ്പെട്ടപ്പോൾ പാരമ്പര്യത്തിന്റെ കാരാഗ്രഹത്തിന്റെ മതിലുകൾ ഇടിഞ്ഞു. 3ാമത്തെ കാര്യം, ആരവരെ കാരാഗ്രഹത്തിൽ ബന്ധിച്ചോ അവൻ രാത്രിയുടെ യാമത്തിൽ വന്ന് കുഞ്ഞുങ്ങളോട് ചോദിച്ചു, രക്ഷയ്ക്കായി ഞങ്ങൾ എന്ത് ചെയ്യണം? ഇന്ന് രാത്രി മക്കൾ പറഞ്ഞ കാര്യമുണ്ട്, കർത്താവായ യേശു ക്രിസ്തുവിൽ വിശ്വസിക്കുക, എന്നാൽ നീയും നിന്റെ കുടുംബവും രക്ഷ പ്രാപിക്കുക. 2023 കൺവെൻഷന്റെ അവസാന ദിനങ്ങളിൽ ഇന്ന് രാത്രി ദേശത്തോട് ഞങ്ങൾക്ക് പറയാനുള്ളത് ഇത് മാത്രം, കർത്താവായ യേശു ക്രിസ്തുവിൽ വിശ്വസിക്കുക, എന്നാൽ നീയും നിന്റെ കുടുംബവും രക്ഷ പ്രാപിക്കുക. കരുണാമയനും നിത്യനും നീതിമാനുമായ ഞങ്ങളുടെ ദൈവമേ, സ്വർഗസ്ഥ പിതാവേ, അനുഗ്രഹിക്കപ്പെട്ട നല്ല രാത്രി വേളയ്ക്കായി ഞങ്ങൾ തിരുമേനിയെ വാഴ്ത്തുന്നു. വെയിലാറിയ സമയത്ത് ഏതന്റെ പർദീസയിൽ തന്റെ മക്കളുടെ നടുവിലേക്ക് ഇറങ്ങി വന്ന് കരം തൊട്ട് അനുഗ്രഹിച്ച പൊന്നു കർത്താവ് ഇന്ന് രാത്രി ദൂത സഞ്ചയവുമായി ഞങ്ങളുടെ നടുവിൽ അങ്ങ് ആഗതനായിരിക്കുന്നതിനാൽ ഞങ്ങൾ തിരുമേനിയെ വാഴ്ത്തുന്നു. അപ്പൊ അങ്ങ് എവിടെയെങ്കിലും വന്നിട്ടുണ്ടെങ്കിൽ, അങ്ങയുടെ പാദം ഒന്ന് ചലിച്ചിട്ടുണ്ടെങ്കിൽ, ഒരു വാക്ക് കൽപ്പിച്ചിട്ടുണ്ടെങ്കിൽ അവിടെ ഒരു വിടുതൽ നടന്നതുപോലെ ഈ കൺവെൻഷൻ കൂട്ടങ്ങളുടെ പ്രഥമ രാത്രി വേദനയോടെ വന്ന കുഞ്ഞുങ്ങളുടെ വേദനകൾ മാറുവാൻ, ദുഃഖത്തോടെ വന്ന മക്കളുടെ ദുഃഖങ്ങൾ മാറുവാൻ, പ്രയാസത്തോടെ വന്ന കുഞ്ഞുങ്ങളുടെ പ്രയാസങ്ങൾ മാറുവാൻ, കാൽവറിയിലെ അടിപ്പിണറിന്റെ കരം ഇന്ന് രാത്രി ചലിക്കുന്ന രാത്രിയായി മാറട്ടെ. ദേശത്ത് വ്യാപരിക്കുന്ന അന്ധകാര ശക്തികൾ, ദേശത്ത് വ്യാപരിക്കുന്ന ദൂട്ടന്റെ പോരുകൾ ഇന്ന് രാത്രി സ്വർഗത്തിനും ഭൂമിക്കും നാഥനായ യേശുവിന്റെ നാമം ചൊല്ലുമ്പോൾ ഈ ദേശത്ത് നിന്ന് വിട്ടുമാറുകട്ടെ. മരുഭൂ പ്രയാണത്തിൽ അഗ്നിസർപ്പത്തിന്റെ ദംശനമേറ്റ് ആയിരക്കണക്കിന് ഇസ്രായേൽ പട്ടുവീഴുമ്പോൾ അതിന്റെ നടുവിൽ മോശ പിച്ചള സർപ്പത്തെ ഉയർത്തി
സുഖപ്പെടുത്തി. ഇന്ന് രാത്രി അവർ വിടുതൽ പ്രാപിച്ചതുപോലെ 2023 ഈ ഡിസംബർ മാസത്തിൽ ക്രൂശിക്കപ്പെട്ട ക്രിസ്തുവിനെ ഞങ്ങൾ ഈ പ്രാവച്ചമ്പലത്ത് ഉയർത്തുമ്പോൾ ആയിരങ്ങൾ രക്ഷയിലേക്ക് കടന്നു വരുക, നിത്യതയ്ക്ക് അവകാശികളായി തീരുക. ഈ കൺവെൻഷൻ കൂട്ടങ്ങളെ ഞങ്ങൾ തിരുക്കരങ്ങളിൽ തരുന്നു. അപ്പോൾ ആ ശബ്ദം, വെളിച്ചം, പ്രകൃതിയെല്ലാം കാക്കണം. കടന്നു വന്ന കുഞ്ഞുങ്ങളെല്ലാം ദൈവം അനുഗ്രഹിക്കണം. പ്രിയ പിതാവേ, അടുത്ത 3 ദിവസവും കൂടെ യോഗം നടക്കുന്നു. 6 മുതൽ 10 വരെ ഒരു 4 കിലോമീറ്റർ ചുറ്റളവിൽ ഒരു കാറ്റോ മഴയോ വരാതെ യോശുവയുടെ കണ്ണുനീരിന് മുമ്പിൽ സൂര്യനെയും ചന്ദ്രനെയും അയ്യാലോനിലും ഗിബെയോനിലും നിർത്തി അത്ഭുതം ചെയ്ത ദൈവം ഞങ്ങളുടെ ചെറിയ സഭയോട് അങ്ങയുടെ കരുണയുടെ കരം നീട്ടണമേ. ഇതിൻ്റെ പിൻപിലായിരിക്കുന്ന എല്ലാവരെയും ദൈവം അനുഗ്രഹിക്കണം. ഒരു രാത്രി കൂടി തിരുവെഴുത്തുമായി അടിയൻ നിൽക്കുന്നു. ഞങ്ങളുടെ പേരോ പ്രശസ്തിയോ ഉയരുത്, നാഥൻ്റെ നാമം മാത്രം ഉയരണം. ആദ്യോടന്തം ഈ മക്കളെല്ലാം അനുഗ്രഹിക്കും. തിരുസാന്നിധ്യത്തിൽ ഞങ്ങൾ മറയുന്നു. അപ്പൻ്റെ കൃപ അന്ത്യം വരെ ഞങ്ങളുടെ കൂടെ ഇരിക്കണം. പ്രാർത്ഥന മാനിച്ചതിനായി നന്ദി. യേശു ക്രിസ്തുവിൻ ധന്യ നാമത്തിൽ തന്നെ ആമേൻ. കരമുയർത്തി ദൈവത്തെ സ്തുതിക്കാം. ശക്തിയോടെ ദൈവത്തെ സ്തുതിക്കാം. ഉണർവോടെ ദൈവത്തെ സ്തുതിക്കാം. കടക്കാം തിരുവചനത്തിലേക്ക്. വായിച്ചത് മത്തായി സുവിശേഷം. ശ്രദ്ധയോടെ ഇരിക്കണം. പടപടാന്ന മങ്ങൾ വാക്യങ്ങൾ മുൻപോട്ട് പോകുക. വിശുദ്ധ തിരുവചനം 31,173 വാക്യങ്ങൾ, 39 പഴയ നിയമഗ്രന്ഥങ്ങൾ, 27 പുതിയ നിയമപുസ്തകങ്ങൾ, 66 ഗ്രന്ഥങ്ങളുടെ സമാഹാരം ഹോളി ബൈബിൾ. 1159 അധ്യായങ്ങൾ പൂർണ്ണമായി വരുമ്പോൾ പുതിയ നിയമത്തിൽ 260 അധ്യായങ്ങൾ, 8000-ൽ പരം പ്രവചനങ്ങൾ, 8620 വാഗ്ദത്തങ്ങൾ. ഇന്ന് രാത്രി കുഞ്ഞു വായിച്ചത് മത്തായി സുവിശേഷം. AD 30 യേശുക്രിസ്തുവിൻ്റെ കാൽവറിയിലെ ക്രൂശീകരണം. 37 കാലഘട്ടത്തിൽ മത്തായി എന്ന എഴുത്തുകാരനിൽ കൂടി എഴുതപ്പെട്ടതാ മത്തായി എന്ന സുവിശേഷം. 1278 വാക്യങ്ങൾ, 28 അധ്യായങ്ങൾ മത്തായി സുവിശേഷം. 5 പ്രധാന കഥാപാത്രങ്ങളെ ഇതിനകത്ത് വരച്ച് കാണിക്കുന്നു. 1 യേശു, 2 അമ്മ മറിയ, 3 സ്നാപക യോഹന്നാൻ, 4 ഹേരോദാവ്, 5 പീലാത്തോസ്. 5 പട്ടണങ്ങളെ വ്യക്തമായി ഇതിനകത്ത് കാണിക്കുന്നു. ബേത്ലഹേം കാണിക്കുന്നു, നസറേത്തിനെ കാണിക്കുന്നു, ശമരിയെ കാണിക്കുന്നു. അതിനോടൊപ്പം തന്നെ കാൽവറി മലയും അതുപോലെ തന്നെ ഒലിവ് മലയും കാണിക്കുന്നു. 5 ഭാഗങ്ങൾ ഇതിനകത്ത് യേശുവിനെ പറ്റി. 1 അവൻ്റെ ജനനം, 2 അവൻ്റെ ജീവിതം, 3 അവൻ്റെ മരണം, 4 ഉയർത്തെഴുന്നേൽപ്പ്, 5 വരുവാനിരിക്കുന്ന രാജാവിൻ്റെ നിത്യതയെ പറ്റി അതിനകത്ത് രേഖപ്പെടുത്തിയ 5 ഭാഗങ്ങൾ. അധ്യായം 1 വരുമ്പോൾ ദൈവജനം ശ്രദ്ധയോടെ അബ്രഹാം മുതൽ ദാവീദ് വരെ പഴയ നിയമത്തിലെ 38, 39 പുസ്തകങ്ങൾ, 38 സഖരിയ പ്രവചനം, 39 മലാക്കി അവസാനിക്കുമ്പോൾ 400 വർഷം ഇരുണ്ട കാലഘട്ടമെന്ന് ബൈബിൾ പഠിതാക്കൾ ചരിത്രം AD-യും BC-യും 2 തിരിക്കുമ്പോൾ കൃത്യമായി അറിയാം. 400 വർഷത്തിന് ശേഷം മത്തായി എന്ന എഴുത്തുകാരിൽ കൂടി തുടങ്ങുമ്പോൾ യേശു ക്രിസ്തുവിൻ്റെ വംശാവലി അബ്രഹാം മുതൽ ദാവീദ് വരെ 14, ദാവീദ് മുതൽ ബാബേൽ പ്രവാസം വരെ 14, ബാബേൽ പ്രവാസം മുതൽ യേശു ക്രിസ്തു വരെ 14, 42 വംശങ്ങളുടെ വംശാവലിയിൽ യേശു ക്രിസ്തുവിൻ്റെ ജനനത്തെപ്പറ്റി കുറിക്കുന്നു. എന്താ അധ്യായം 2 വരുമ്പോൾ ലോകത്തിൻ്റെ മധ്യപകുതിയായ ബേത്ലഹേമിൽ ഈ ജനനത്തിന് പിൻപിൽ വാക്യങ്ങൾ ഞാൻ തൊടുന്നില്ല. മീക്ക പ്രവചിച്ചു. യേശു ജനിക്കുന്നതിന് 550 കൊല്ലം മുമ്പ് മീക്ക പ്രവചിച്ചു. നീയോ ബെത്ലഹേം എഫ്രാത്തെ, സഹസ്രാബ്ദങ്ങളിൽ ചെറുതെങ്കിലും ഉലകത്തിനെ പുറപ്പെടുവിക്കുവാൻ നിന്നിൽ നിന്ന് ഉരുവായി വരും. മീക്ക 5:2. അങ്ങനെയെങ്കിൽ ഒരുവൻ ഭൂതലത്തിൽ ഹല്ലേലൂയ വരുന്നതിൻ്റെ പിൻപിൽ ഒരു പദ്ധതിയുണ്ട്. എന്താ? ഒരു കുഞ്ഞാട് അറുക്കപ്പെടണം. അതിനായി അവൻ ബേത്ലഹേമിൽ പൂജാതനായി. എവിടെ? കുഞ്ഞാടിൻ്റെ പരമയാഗ്. ശ്രദ്ധയോടെ ദൈവ കുഞ്ഞുങ്ങൾ ഒരു ബൈബിൾ കോളേജിൽ ക്ലാസ് അറ്റൻഡ് ചെയ്യുന്നവള്. 1-ാമത്തെ കുടുംബം ഏദന്റെ പർദീസയിൽ ആദമ്യ കുടുംബത്തിന് വേണ്ടി ദൈവം കൊടുത്ത പ്രോവിഡൻസ്. അടക്കി വാഴുക, പെറ്റുപെരുക, സന്താനപുഷ്ടി ഉള്ളവരാകുക, നിത്യം ദൈവത്തെ ആരാധിക്കുക. ഒരു ദിവസം സമം 1000 സംവത്സരം. അങ്ങനെ ജീവിച്ച ഒരു മനുഷ്യൻ പോലും ബൈബിളിലില്ല. 969 സംവത്സരം കൊണ്ട് മെതുശലേക്ക് വരെ പെട്ടിക്കകത്ത് പോയപ്പോൾ തോട്ടത്തിൻ്റെ നടുവിൽ വെച്ചിരിക്കുന്ന നന്മയുടെയും നിന്മയുടെയും സർപ്പം ഹവ്വയെ ഉപായത്തിൽ ചതിച്ചു. 1-ാമത്തെ കുടുംബം ഏദന്റെ പൂങ്കാവനത്തിൽ രക്ഷയുടെ വസ്ത്രത്തെ നഷ്ടപ്പെടുത്തി. അതുകൊണ്ട് ആ സ്വർഗം വിളിക്കുന്ന ആദമേ, നീ എവിടെ? പാപം ചെയ്ത മനുഷ്യൻ ദൈവത്തിൻ്റെ തേജസ് വിട്ടകരുമ്പോഴും അവൻ ജീവിതത്തിൽ പുറകോട്ട് പോകാതെ വിളിക്കുന്നത് കാൽവറിയിലെ സ്നേഹത്തിൻ്റെ പ്രദർശനം തുടങ്ങിയത് ഏദന്റെ പൂങ്കാവനത്തിൽ. 2 ആടിൻ്റെ പരമയാഗം. ബൈലാറ്ററലായിട്ട് നിങ്ങൾ എഴുതിക്കോട്. 2 കൽദയ പട്ടണമായ ഊരിൽ ഉരിയാടാത്ത ദൈവങ്ങളുടെ നടുവിൽ തേജോമയനായ ദൈവം അബ്രഹാമിന് 1498 കിലോമീറ്റർ വാഗ്ദത്ത കനാൽ. ഉൽപ്പത്തി 12 വരുമ്പോൾ നിന്നെ അനുഗ്രഹിക്കുന്നവനെ ഞാൻ അനുഗ്രഹിക്കും, നിന്നെ ശപിക്കുന്നവനെ ഞാൻ ശപിക്കും, നിന്നാൽ ഭൂമിയിലെ സകല വംശങ്ങളും അനുഗ്രഹിക്കും.
അനുഗ്രഹിക്കപ്പെടും. വാർദ്ധക്യകാലത്തിൽ 100-ാമത്തെ വയസ്സിൽ ഒരു സന്തതി ജനിച്ചു, ഇസഹാക്ക്. കുഞ്ഞ് വളർന്ന് നിയമ സ്കൂളിലൊക്കെ പോയി കാട്ടാക്കട ക്രിസ്ത്യൻ കോളേജിൽ ബിരുദമൊക്കെ എടുത്തു കഴിഞ്ഞപ്പോൾ സ്വർഗത്തിൻ്റെ കൽപ്പന ഈ കുഞ്ഞിന് വേണ്ടി വരുന്നു. ഹോമയാഗത്തിന് വേണ്ടി മോറിയാദേശത്തേക്കുള്ള മലയിലേക്ക് കൊണ്ടുവരുക. അബ്രഹാമിൻ്റെ മനസ്സിലൊരു വിങ്ങൽ എന്താണെന്ന് വെച്ചാൽ വാർദ്ധക്യത്തിൽ ലഭിച്ച സന്തതി എങ്കിലും വിറകിൻ്റെ കെട്ടുകൾ അടുക്കുന്നു. യാഗപീഠത്തിന് സമർപ്പിക്കാനുള്ള കാര്യങ്ങളെല്ലാം ശരിയാക്കി കഴിഞ്ഞു. കത്തിയും വിറകും എടുത്ത് കുഞ്ഞിൻ്റെ തലയിൽ പിടിക്കുമ്പോൾ അനവധി യാഗം കണ്ട കുഞ്ഞപ്പനോട് ചോദിക്കുന്നുണ്ട്, അപ്പച്ചാ വിറകുണ്ട്, കത്തിയുണ്ട്, യാഗപീഠത്തിനകത്ത് സമർപ്പിക്കേണ്ട മൃഗമകടെ. ഇറാഖിൽ നിന്ന് വിളിച്ചിറക്കി വചനത്തിൻ്റെ ധ്വനി കേട്ട അബ്രഹാം വിശ്വാസത്താൽ പറഞ്ഞു, മോനെ ഭാരപ്പെടണ്ട, യഹോവ കരുതിക്കൊള്ളു. ഇന്ന് രാത്രി പ്രതിസന്ധികളും പ്രതികൂലങ്ങളും കുടുംബത്തിൽ ആഞ്ഞടിക്കുമ്പോൾ വിശ്വാസത്തോടെ ദൈവവചനം ഏറ്റെടുത്ത് നീ നടക്കാൻ തയ്യാറാറ്. നിന്നെ തകർത്ത് മലയ്ക്കകത്ത് ഒതുക്കുന്ന ദൈവമല്ല, മലയുടെ നടുവിൽ ഇറങ്ങി വന്ന് ജയാളിയായ ദൈവത്തിൻ്റെ കരം നിനക്ക് വേണ്ടി വെളിപ്പെട്ടു വരും. ദൂതേറ്റെടുക്കുന്നവർക്കായി ഞാൻ എൻ്റെ ദൈവത്തെ വാഴ്ത്തുന്നു. കുഞ്ഞിൻ്റെ തലയിൽ വിറകും കത്തിയുമായി യാഗപീഠത്തിനകത്ത് കൊണ്ടുപോയി തൻ്റെ ഏകജാതനായ മകനെ യാഗപീഠത്തിനകത്ത് കടത്തി അവസാനമായി പ്രാർത്ഥനയ്ക്ക് വേണ്ടി മുതിരുമ്പോൾ കയ്യിലിരിക്കുന്ന ഖഡ്ഗമായ വാൾ ഉയർത്തിക്കൊണ്ട് അബ്രഹാം നിലവിളിക്കുമ്പോൾ സ്വർഗത്തിൻ്റെ ശബ്ദം അബ്രഹാമിൻ്റെ കണ്ണപടങ്ങളിൽ കേട്ട്, അബ്രഹാമേ മകൻ്റെ മേൽ കൈവെക്കരുത്, അവന് പകരമായി ഒരു ആട്ടിൻകുട്ടിയെ ഞാൻ ഒരുക്കി വെച്ചിട്ടുണ്ട്. ഇന്ന് രാത്രി സിസ്റ്റർ ബ്രദർ, നിന്റെ വിചാരമല്ല ദൈവത്തിൻ്റെ വിചാരം, നിന്റെ വഴിയല്ല ദൈവത്തിൻ്റെ വഴി. ആകാശം ഭൂമിക്ക് മീതെ ഉയർന്നിരിക്കുന്നത് പോലെ ഈ ബുധനാഴ്ച അത്ഭുതത്തിൻ്റെ വഴി തുറക്കുക. ഇന്ന് രാത്രി ഞാൻ ആരാധിക്കുന്ന ദൈവത്തിന് കഴിയും. ഒരു വശത്ത് നിനക്കെതിരെ ക്യാൻസർ ആഞ്ഞടിക്കും, മറുവശത്ത് നിനക്കെതിരെ ഹാർട്ട് അറ്റാക്ക് നിന്റെ മുൻപിൽ വരും, ഒരു വശത്ത് നിന്റെ കുടുംബത്തിന് കടഭാരം വരും. എന്നാൽ അതിൻ്റെ നടുവിലും പറയണം, ഇന്ന് രാത്രി എൻ്റെ കയ്യിൽ ഒരുവൻ പിടിച്ചിട്ടുണ്ട്. എത്ര പേർക്ക് കാര്യം മനസ്സിലാകുന്നു? ഇന്ന് രാത്രി പരാജയത്തോടെ ഗ്രൗണ്ടിനകത്ത് നിന്ന് എഴുന്നേറ്റ് പോകരുത്. ഒരു വഴി നിനക്കെതിരെ ഈശാനുമൂലൻ അടിക്കോ, പെരുങ്കാറ്റ് നിന്റെ കുടുംബത്തിന് പേരെ വരും, കൊടുങ്കാറ്റ് നിന്റെ തലമുറകൾക്ക് പേര് വരും. നിന്റെ പടക് തകരുമെന്ന് ദൂട്ട പിശാച് പറയൂ. ഈശാനുമൂലൻ നിന്റെ പടകിനകത്ത് വിള്ളൽ ഉണ്ടാക്കാൻ നോക്ക്. എന്നാൽ ഇന്ന് രാത്രി സഹോദരി വിളിച്ചു പറ, പർവ്വതങ്ങൾ പ്രാവച്ചമ്പലത്ത് മാറും, കുന്നുകൾ എൻ്റെ മുൻപിൽ നീങ്ങിപ്പോകും. എന്നാൽ എൻ്റെ കുടിലിനകത്ത് എന്നെ വിളിച്ചിറക്കിയ ദൈവത്തിൻ്റെ വചനം എനിക്ക് സഹായമായിട്ടുണ്ടെങ്കിൽ എൻ്റെ കുടുംബം തകരുവാൻ എൻ്റെ ദൈവം അനുവദിക്കത്തില്ല. അമരക്കാരനായി നല്ല നാഥൻ അതിൻ്റെ നടുവിലുണ്ട്. എത്ര പേർക്ക് കാര്യം മനസ്സിലാകുന്നു? ഒരു വഴി നിനക്കെതിരെ പ്രതികൂലം ആഞ്ഞടിക്കുമ്പോൾ മറുവഴിയായി നിനക്കെതിരെ ഒരു വിടുതൽ ദൈവം അയക്കുന്നുണ്ട്. എത്ര പേർക്ക് ഇന്ന് രാത്രി വചനത്തെ ഏറ്റെടുക്കുവാൻ കഴിയും? ഇന്ന് രാത്രി അപ്പച്ച അമ്മച്ചി സാധാരണ ദൈവമല്ല നിന്റെ കരങ്ങളിൽ പിടിച്ചത്. അണ്ടകടാകങ്ങളെ സൃഷ്ടിച്ച ദൈവം, ആകാശ നക്ഷത്രങ്ങൾ ഉളവാക്കിയ ദൈവം, സൂര്യനെയും ചന്ദ്രനെയും അതതിൻ്റെ ഓർബിറ്റിനകത്ത് കറക്കുന്ന ദൈവം, മിൽക്കി വേ ഗാലക്സിക്കകത്ത് ഗ്രഹങ്ങളെ കൂട്ടിയിടിപ്പിക്കാതെ കാക്കുന്ന ദൈവം, കൂപ്ലിയാർ ബെൽറ്റിനകത്ത് ആകാശപ്പാറ കാക്കുന്ന ദൈവം, അവനറിയാതെ എൻ്റെ തലയിൽ ഒരു മുടിനാര് പോലും വീഴുവാൻ. അത്ര പേർക്ക് ഇന്ന് രാത്രി വചനം ഏറ്റെടുക്കുവാൻ കഴിയും? ഇല്ല, ഞാൻ ഭയപ്പെടേണ്ട കാര്യമില്ല. ഒരു വഴി എനിക്ക് കടഭാരം വരും, ഒരു വഴി എനിക്ക് രോഗം വരും. ഇന്ന് രാത്രി പറ, മറുവഴി എനിക്കൊരു വിടുതൽ തരുവാൻ ദൈവശക്തനാ. എത്ര പേർക്ക് ഇന്ന് രാത്രി കാര്യം മനസ്സിലാകുന്നു? ഈ കൺവെൻഷൻ പ്രാർത്ഥിച്ച് അവസാനിക്കുന്നതിന് മുമ്പ് നീ 4 ദിവസം ദൈവസന്നിധിയിൽ യാത്ര ചെയ്യാൻ തയ്യാറുണ്ടെങ്കിൽ ഞായറാഴ്ച എത്തുന്നതിന് മുമ്പ് നിന്റെ കടുംകട്ട് വീണ വിഷയത്തിനകത്ത് അടകാരകത ബൗഡ രീക ശബ്ദ രാധ നിന്റെ കുടുംബത്തിനകത്ത് നിന്റെ തലമുറയ്ക്ക് വേണ്ടി മറുപടി കൊണ്ടുവരുക. ഇന്ന് രാത്രി ഞാൻ ആരാധിക്കുന്ന ദൈവത്തിന് കഴിയും. എത്ര പേർക്ക് കാര്യം മനസ്സിലാകുന്നു? എഴുന്നേൽക്കാൻ നീ തയ്യാറുണ്ടോ? പ്രവർത്തിക്കുവാൻ ദൈവശക്തനാ. മോശയെ നിന്റെ കയ്യിൽ ഒരു ചുള്ളിവടിയുണ്ട്, നീ നീട്ടാൻ തയ്യാറുണ്ടെങ്കിൽ ഉയരത്തിൽ നിന്ന് നിനക്ക് വേണ്ടി ഒരു കാറ്റടിപ്പിക്കുക. സ്വർഗത്തിലെ ദൈവത്തിന്റെ കരം ഇറങ്ങിയതുപോലെ ഇന്ന് രാത്രി പറയണം, വിശ്വാസത്തോടെ ഞാൻ ദൈവത്തെ ആരാധിച്ചാൽ എനിക്ക് മുമ്പിൽ ഒഴുന്ന ചെങ്കടലുകളെ മാറ്റുക. 2021 2024 എൻ്റെ മേൽ പകരുന്ന അഭിഷേകം ഈ ഗ്രൗണ്ടിനകത്ത് ഏറ്റെടുത്തിട്ട് ഞാൻ പുറത്തു പോകും. എത്ര പേർക്ക് കാര്യം മനസ്സിലാകുന്നു? പിന്മഴയുടെ കാലത്തെ യഹോവയോട് മഴയ്ക്ക് വേണ്ടി അപേക്ഷിക്കുക. മിന്നൽ പിണറിനെ അയക്കുന്നവനാ സ്വർഗത്തിലെ ദൈവം. ഈ കൺവെൻഷൻ കൂട്ടങ്ങൾ കാത്തിരുന്ന് ദൈവശക്തി പ്രാപിക്കുവാൻ തയ്യാറായാൽ പട്ടണങ്ങളെ നേടുവാൻ, രാജ്യങ്ങളെ നേടുക. ഇന്ന് രാത്രി ദൈവത്തിന്റെ കൃപ നിന്റെ മേൽ പകരുന്ന രാത്രി, സൈന്യത്താലല്ല ശക്തിയാലല്ല ദൈവത്തിന്റെ കൃപയാ. ഇന്ന് രാത്രി വിളിച്ചു പറ, ശിശുക്കളുടെയും മുല കുടിക്കുന്നവരുടെ വായിൽ ഞാനൊരു അമിത ബലം വച്ചിട്ടുണ്ട്. ഇന്ന് രാത്രി വിശ്വാസത്തോടെ വചനമേറ്റെടുത്ത് യാത്ര ചെയ്യുവാൻ സഹോദരി നീ യാത്ര ചെയ്യാൻ തയ്യാറായാൽ മൈലുകൾ എത്തിക്കുവാൻ സ്വർഗത്തിലെ ദൈവത്തിന് കഴിയും. ചെറുപ്പക്കാരായ ഇന്ന് രാത്രി പ്രാവച്ചമ്പലത്ത് നിൽക്കാനല്ല ദൈവം നിന്നെ വിളിച്ചത്. നീ ഉന്മേഷത്തോടെ വചനമേറ്റെടുത്ത് അഭിഷേകത്തോടെ ഈ ഡിസംബർ മാസത്തിൽ വചനത്തിൽ ഉറച്ചാത്മാവിൽ ആരാധിക്കുവാൻ തയ്യാറെങ്കിൽ ചൂരച്ചെടിയുടെ ചുവട്ടിൽ കടന്ന ഏലിയാവിനെ താട്ടി എഴുന്നേൽപ്പിച്ചതുപോലെ സംതിങ് ഈസ് ഹാപ്പൻഡ് ഇൻ ദിസ് മൊമെന്റ്. എത്ര പേർക്ക് ഇന്ന് രാത്രി അത് ഏറ്റെടുക്കാൻ കഴിയും? എന്ന് പ്രാവച്ചമ്പലത്ത് കടക്കാനല്ല, എന്ന് കാട്ടാക്കട കടക്കാനല്ല, എന്ന് നെയ്യാറ്റിങ്കര കടക്കാനല്ല. എൻ്റെ പിൻപിൽ ഒരു കോളിംഗ് ഉണ്ട്. ഏത് സഭയിൽ എനിക്കെതിരെ
പോരാടിയാലും, ആഹാബ് എത്ര മതിലുകൾ എനിക്കെതിരെ വാച്ചാലും, അതിൻ്റെ നടുവിൽ വചനത്തിൻ്റെ പെട്ടകവുമായി നിന്നാൽ എന്നെ തട്ടി എഴുന്നേൽപ്പിച്ച് കൊണ്ടുപോകുവാ. സംതിങ് ഈസ് ഹാപ്പൻഡ്. രാത്രി പറ, ഏലിയാവിനെ എഴുന്നേൽപ്പിച്ച ദൈവക്കാര് 2024 എൻ്റെ പ്രോവിഷന് പിൻപിൽ ചലിക്കും. ആയിരങ്ങളോട് സുവിശേഷം പറയുക, ആയിരങ്ങളോട് രക്ഷ പറയുക, പരിശുദ്ധാത്മാവിന്റെ കൃപയിൽ എന്നെ നിർത്തുക. ഇന്ന് രാത്രി ആ കരം എനിക്ക് വേണ്ടി വെളിപ്പെട്ട് വരും. വിശ്വസിക്കുന്ന ദൈവ കുഞ്ഞുങ്ങൾക്കായി ഒരു പൈതലിന് വേണ്ടി ഒരാടറുക്കപ്പെട്ടു. ഇസ്രായേലിന്റെ പാളയത്തിൽ കട്ടക്കളത്തിൽ ഊഴിയ വിചാരകന്മാരുടെ ചാട്ടവേറേറ്റു. അവരുടെ നിലവിളി ഞാൻ കണ്ടു, കഷ്ടത ഞാൻ കേട്ടു. ഇന്ന് രാത്രി പെസഹായിൽ ആയിരക്കണക്കിന് ആടുകളെ അറുത്തു ഒരു ജനത്തിൻ്റെ വിടുതലിന് വേണ്ടി വചനം ശക്തിയോടെ. മൂന്നാമത്തെ കാര്യമായി ജ്ഞാനികൾ ജ്ഞാനിയായ ശലോമോൻ ദൈവാലയം പടുത്തുയർത്തി. അതിനകത്ത് വ്യക്തമായി രേഖപ്പെടുത്തി 1,82,000 പരം ആടുകളെ അറുത്തു. അവൻ നല്ലവനല്ലോ, അവൻ്റെ ദൈവം നീക്കമുള്ളത്. ദൈവ സാന്നിധ്യം അതിനകത്തിറങ്ങി. വിശുദ്ധ തിരുവചനം പഠനത്തോടുകൂടി 1 ഇസഹാക്കിന് പകരം ഒരു ആട്ടിൻകുട്ടി, 2 ഇസ്രായേലിൻ്റെ പാളയത്തിൽ പെസഹായ്ക്ക് ആയിരക്കണക്കിന് ആടുകൾ, 3 ആലയത്തിന് വേണ്ടി ആടുകളെ അറുത്തു. പാപം ചെയ്ത മനുഷ്യൻ ദൈവത്തിൻ്റെ തേജസ് നഷ്ടപ്പെടുത്തി. കുടുംബത്തിനകത്ത് രോഗ പകയും പിണക്കവും കോപം തൊന്തപക്ഷം, അതുപോലെ ടൈഫോയിഡ്, കുഷ്ഠം, അവിഹിത ഗർഭമെല്ലാം വന്നപ്പോൾ ഊനമൃഗങ്ങളെ, കുറുപ്രാവുകളെയും ആടുകളെയും മറുത്ത് യാഗപീഠത്തിനകത്ത് രക്തത്തളി ആചരിച്ചപ്പോൾ സ്വർഗം ചോദിച്ചു, നോ നോ, എന്നുമെന്നും ഈ ഊനമൃഗങ്ങളുടെ മിണ്ടാപ്രാണികളുടെ രക്തം വീഴണ്ട. സകല പാപത്തിൻ്റെ പരിഹാരത്തിന് വേണ്ടി ഒരു രക്തം ചിന്തണം. ആർ പോകും? പിതാവിൻ്റെ മടിയിൽ അവനുണ്ടായിരുന്നു. അവൻ പറഞ്ഞു, ഞാൻ പോകാം. ഇന്ന് രാത്രി മുതൽ ആ കുഞ്ഞാടിനെയാ ഞങ്ങൾ ഇവിടെ പരിചയപ്പെടുത്തുന്നത്. അവൻ്റെ പേരത്രേ ക്രൂശിക്കപ്പെട്ട ക്രിസ്തു. അതുകൊണ്ട് യോഹന്നാൻ പറഞ്ഞു, ഇതാ ലോകത്തിൻ്റെ പാപത്തെ ചുമക്കുന്ന ദൈവത്തിൻ്റെ കുഞ്ഞാട്. പെന്തിക്കോസിൻ്റെ പാപമല്ല, മർത്തോമയുടെ പാപമല്ല, CSAയുടെ പാപമല്ല, ഹൈന്ദവന്റെ പാപമല്ല, ഇസ്ലാമിൻ്റെ പാപമല്ല, സകല പാപത്തിൻ്റെ പരിഹാരത്തിന് വേണ്ടി ഒരു കുഞ്ഞാട് അറുക്കപ്പെടണം. അതുകൊണ്ട് ഞങ്ങളുടെ യേശു പറഞ്ഞു, ഞാൻ തന്നെ വഴി, ഞാൻ തന്നെ സത്യം, ഞാൻ തന്നെ ജീവൻ, ഞാൻ തന്നെ പുനരുത്ഥാനം. എന്നിൽ വിശ്വസിക്കുന്നവൻ മരിച്ചാലും ജീവിക്കും. അതുകൊണ്ട് CPMൻ്റെ സമ്മേളനം നേമത്ത് നടക്കുമ്പോൾ സഖാക്കൾ വിളിച്ചു പറയും, രക്തസാക്ഷി സിന്ദാബാ, രക്തസാക്ഷി മരിക്കുന്നില്ല. ബാലരാമപുരത്ത് BJPയുടെ ശിബിരം നടക്കുമ്പോൾ അവരാദ്യം മുഞ്ഞന ഉച്ചരിക്കും, ബലിദാനികൾ. രക്തം ചിന്താതെ പാപത്തിന് വിമോചനമില്ലെങ്കിൽ സകല പാപത്തിൻ്റെ പരിഹാരത്തിന് വേണ്ടിയും അറുക്കപ്പെട്ട കുഞ്ഞാടാകുന്ന ക്രിസ്തുവിനെ ഈ കൺവെൻഷനിൽ ഞങ്ങൾ ഇവിടെ ഉയർത്തുന്നു. അവൻ്റെ നിത്യതയിലേക്ക് ഒരു കൂട്ടത്തെ ചേർക്കുവാൻ ഈ കൺവെൻഷൻ ഇവിടെ ക്രമീകരിച്ചിരിക്കുന്നത്. അവൻ ബേത്ലഹേമിൽ വളർന്നു, മാതാപിതാക്കളുടെ നടുവിലെ ബേത്ലഹേമിൽ ജനിച്ചു, മാതാപിതാക്കളുടെ നടുവിൽ വളരുന്നു. ശ്രദ്ധയോടെ ബാക്കി ഭാഗങ്ങൾ. 30-ാമത്തെ തിരുവയസ്സിൽ ഗലീലയിൽ നിന്ന് 40 മൈൽ കടന്നു വന്ന് യോർദാനിലെ കലക്കവെള്ളത്തിൽ അവൻ സ്നാനമേറ്റു. പരിശുദ്ധാത്മാവ് പ്രാപന്ന രൂപത്തിൽ, ഇവൻ എൻ്റെ പ്രിയപുത്രൻ, ഇവനിൽ ഞാൻ പ്രസാദിച്ചു. സ്നാപക യോഹന്നാൻ്റെ മിനിസ്ട്രി യേശു ഏറ്റെടുക്കുന്നു. 3.5 വർഷം നിത്യജീവൻ്റെ മൊഴിപത്തുകൾ ഗലീലയിലും ശമരിയയിലും ഓരോ പട്ടണത്തിലും അവൻ നടന്നുകൊണ്ട് നിൽക്കുമ്പോൾ അവസാനമായി കുഞ്ഞാട് അറുക്കപ്പെടണം. അതിനുവേണ്ടി ഒരു ജൈത്രയാത്ര വരുന്നുണ്ട്. ആ ജൈത്രയാത്ര ആരംഭിക്കുന്നത് മത്തായി 21. അവൻ ഒലിവുമലയുടെ താഴ്വാരം എത്തുമ്പോൾ ശിഷ്യന്മാരോട് കൽപ്പിച്ചു, കുഞ്ഞുങ്ങളെ എതിരെയുള്ള ഗ്രാമത്തിൽ പോയി ആരാലും ബന്ധിക്കപ്പെട്ട് കിടക്കുന്ന കഴുതയും അതിൻ്റെ കുഞ്ഞിനെയും അഴിച്ചു കൊണ്ടുവരണം. നാട്ടുകാരും വീട്ടുകാരും പ്രാവച്ചമ്പലത്ത് ചോദിക്കുമ്പോൾ പറയണം, കർത്താവിന് അതിനെ ആവശ്യമുണ്ട്. തിരുവചനത്തിലെ ഭാഗങ്ങൾ സെക്കരിയ പ്രവചനം ഇസ്രായേലിനോടുള്ള ബന്ധത്തിൽ അന്തിമ നാളുകളുടെ പൊൻചുരുളിൽ നിർത്തിയ സെക്കരിയ പ്രവചനം 9:9. സിയോൻ പുത്രിയെ നീ ഉച്ചത്തിൽ ഘോഷിച്ചാനന്ദിക്കുക, യെരൂശലേം പുത്രിയെ നീ ആർപ്പെടുക, സിയോനിൻ്റെ രാജാവ് ജയശാലിയാൽ പെൺകഴുതയുടെ പുറത്ത് വാഹനമേറി പട്ടണത്തെ ഇളക്കിക്കൊണ്ടവൻ വരും. അടുത്ത ഭാഗത്തിലേക്ക് ശ്രദ്ധയോടെ. വനാന്തരത്തിനകത്ത് ഒരു കഴുതയും കുഞ്ഞും കിടക്കുക ചേച്ചി. അതിൻ്റെ പ്രത്യേകത, ഒരു കഴുതയും കുഞ്ഞ്. നമ്പർ 1, ഭർത്താവ് മരിച്ചതായിരിക്കും. ദ സെക്കൻഡ് വൺ മേ ബി ഡൈവോഴ്സ്. ദ തേർഡ് വൺ, ഇനി ആരും ആ കെട്ടറക്കാൻ പറ്റത്തില്ല. 4, ആശകളും വഴികളും അടഞ്ഞു. 5-ാമത്തെ കാര്യം, മരണം അവരുടെ മുൻപിൽ നിൽക്കുക. ഇന്ന് രാത്രി പറയണം, വഴികളും വാതിലുകളും അടയും. നാട്ടുകാരും വീട്ടുകാരും നിന്റെ മരണം കാണുവാൻ കാത്തു നിൽക്കുക. ലാസ്റ്റ് മോമെന്റ് വരെ അവൻ്റെ ബലമുള്ള കൈക്കീഴിൽ നീ വനാന്തരത്തിനകത്ത് താഴ്മയോടെ ഇരുന്നാൽ നിന്റെ പിൻപിൽ ഒരു പ്രോമിസ് ഉണ്ടെങ്കിൽ എത്ര പേർക്ക് കാര്യം മനസ്സിലാകുന്നു? വരുവാനുള്ളവൻ വന്നാൽ അവൻ്റെ ദാസന്മാരെ അയച്ച നിന്റെ അമിക്കയറുകളെ അറുത്ത് പൊടുർത്ത് കൊണ്ടുവരുവാൻ കഴുതയുടെ പിൻപിൽ ഇറങ്ങി വന്ന കരൺ 2024 എനിക്ക് വേണ്ടി ഇറങ്ങി വരും. 5 പ്രതികൂലം നിനക്കെതിരെ ആഞ്ഞടിക്കുമ്പോൾ ഇന്ന് രാത്രി ഗ്രൗണ്ടിനകത്ത് പറയണം, 5 അനുകൂലമായ മറുപടി എൻ്റെ ദൈവം തരും. നമ്പർ 1, ദൈവത്തിൻ്റെ ദാസന്മാർ വന്നപ്പോൾ 1, കഴുതയുടെ കഴുത്തിലെ കുരുക്കഴിച്ചു. 2, രക്ഷയുടെ വസ്ത്രം അതിൻ്റെ മേൽ വിരിച്ചു. ഒരു കാലത്തും പുറത്തു വരുത്തില്ല പറഞ്ഞ കഴുതയെ പട്ടണത്തിലേക്ക് കൊണ്ടുവന്ന്. 4, കഴുതയുടെ പുറത്ത് കയറി നാഥൻ
യാത്ര ചെയ്തു. പട്ടണത്തെ ഇളക്കുന്ന ഇവനാർ, കർത്താവിൻ്റെ നാമത്തിൽ വരുന്നവൻ വാഴ്ത്തപ്പെട്ടവൻ, ഓശാന ഓശാന. 5 യെരൂശലേം ദൈവാലയത്തിനകത്ത് കഴുതയെ കൊണ്ട് നിർത്തുക. സ്വർഗത്തിലെ ദൈവത്തിന് കൃപ തോന്നി. ഇന്ന് രാത്രി കൺവെൻഷൻ്റെ ആദ്യ രാത്രി പറയണം, നിന്റെ കുടുംബത്തിൽ മരണം കാണാൻ പിശാച് പദ്ധതി വെക്ക്. നിന്റെ കുടുംബം തകർന്ന് കാണുവാൻ ദൂട്ട പിശാച് രോഗത്തിൻ്റെ കെട്ടുകളെ കൊണ്ടുവരും. എന്നാൽ ഇന്ന് രാത്രി പറയണം, ആരൊക്കെ എനിക്കെതിരെ ബൗണ്ടറി കെട്ടിയാലും, ആരൊക്കെ എനിക്കെതിരെ മതിൽ കെട്ടിയാലും, നിന്ദിച്ചവരുടെ നടുവിൽ എന്നെ മാനിക്കുന്ന നല്ല ദൈവം, ശത്രുക്കളുടെ നടുവിൽ നിന്നെ ഉയർത്തുന്ന ദൈവം, പ്രാപച്ചമ്പലവും നിയമവും നിന്റെ മരണം കാണാൻ കാത്തു നിൽക്കും. വനാന്തരത്തിനകത്ത് പുറത്തു വരത്തില്ലെന്ന് ലോകം എഴുതും. ഇന്ന് രാത്രി പറയണം, ക്യാൻസറിനകത്ത് രക്ഷപരത്തില്ലെന്ന് RCCയുടെ വാതിലുകൾ നിനക്കെതിരെ അടയും. നിംസും കിംസും ഹാർട്ട് അറ്റാക്കിനകത്ത് പറയും നിന്റെ സർജറി നടക്കത്തില്ല. എന്നാൽ ഇന്ന് രാത്രി കൃപ പ്രാപിച്ച ദൈവമക്കൾ പറയണം, ഏത് പ്രതിസന്ധി എൻ്റെ ജീവിതത്തിൽ ആഞ്ഞടിച്ചാലും, തൊട്ട പിശാച് ഏതൊക്കെ ബൗണ്ടറി വെച്ചാലും, ഇന്ന് രാത്രി കരമുയർത്തി പറയണം, എൻ്റെ ദൈവത്താൽ ഞാൻ മതിൽ ചാടി കടക്കും, എൻ്റെ ദൈവത്താൽ ഞാൻ പടക്കൂട്ടത്തിന് നേരെ പാഞ്ഞെടുക്കും. എത്ര പേർക്ക് കാര്യം മനസ്സിലാകുന്നു? ഇന്ന് രാത്രി ശത്രു എനിക്കെതിരെ, എൻ്റെ കുടുംബത്തിനെതിരെ ഉണ്ടാക്കുന്ന ഒരായുധവും ഫലിക്കയില്ല. The promise of God. 8600 വാഗ്ദത്തങ്ങൾ നമ്മുടെ ബൈബിളിനകത്തുണ്ട്. ഇന്ന് രാത്രി പറയണം, ആലയത്തിനകത്ത് എൻ്റെ യേശു വന്നു. ആ പെരുന്നാൾ, ഓശാന പെരുന്നാൾ. ശ്രദ്ധയോടെ തിരുവചനത്തിലേക്ക്. ഇസ്രായേലിനോടുള്ള ബന്ധത്തിൽ അനേക പെരുന്നാൾ, ഓശാന പെരുന്നാൾ, പെസക പെരുന്നാൾ, ആദ്യബലക്കറ്റയുടെ പെരുന്നാൾ, കൂടാര പെരുന്നാൾ, പെന്തക്കോസ് പെരുന്നാൾ, കാകളനാഥ പെരുന്നാൾ, ഇതെല്ലാം ഇസ്രായേലിനോടുള്ള ബന്ധത്തിൽ. ഈ പട്ടണത്തെ മുഴുവൻ ഇളക്കിക്കൊണ്ട് കഴുതയുമായി യെരൂശലേം ദൈവാലയത്തിൽ. എന്താ? യെരൂശലേം ദൈവാലയത്തിൻ്റെ ദഗമുറ്റത്തൊരു കഴുത വന്നാൽ അതിനെ കഴുത്ത് ഞെരിച്ച് വനാന്തരത്തിലേക്കോ അല്ല താഴോട്ട് തള്ളിയിടും. പക്ഷേ ഈ കഴുതയാരും തൊട്ടില്ല. കാര്യമെന്താ? സാധാരണ പുള്ളിയല്ല മക്കളെ ഇതിനകത്ത് യാത്ര ചെയ്തത്. അണ്ടകടാകത്തിൻ്റെ സൃഷ്ടാവ്, അഖിലാണ്ടത്തിൻ്റെ നിർമ്മാതാവ് യാത്ര ചെയ്ത കഴുതയെ തൊടുക ഒരു പള്ളി പ്രമാണിക്കും കഴിഞ്ഞില്ലെങ്കിൽ ഇന്ന് രാത്രി പറയണം, അഭിഷേകമുള്ള നിന്നെ തകർക്കുവാൻ ഒരന്ധകാര ശക്തിക്കും കഴിയത്തില്ല. വചനമേറ്റെടുക്കുന്ന ദൈവമക്കൾക്കായി മത്തായി 24:1-2 ഓശാന പ്രഭാഷണം. അവൻ ഓശാനയ്ക്ക് ദൈവാലയത്തിൽ, ഓശാന പ്രഭാഷണം ദൈവാലയത്തിൽ അനുഗ്രഹിക്കപ്പെട്ട പ്രഭാഷണം. മത്തായി 24:1-2 ഓശാന പ്രഭാഷണം കഴിഞ്ഞ് പുറത്തിറങ്ങുമ്പോൾ ശിഷ്യന്മാർ ആലയത്തിൻ്റെ പടി കാണിച്ചു. യേശു പറഞ്ഞു, ഇത് കല്ലിന്മേൽ കല്ല് ശേഷിപ്പാതെ ഇടിഞ്ഞു പോകും. അതാ സംഭവിച്ചത്. AD 30 പറഞ്ഞു, AD 70 ആലയം തകർന്നു. ആ ഭാഗം വിടട്ടെ. മത്തായി 24:3-4-5 ഗുരു, അതെപ്പോൾ സംഭവിക്കും? നിന്റെ വരവ്, ലോകത്തിൻ്റെ അവസാനം, അടയാളം എന്തെന്ന് പറഞ്ഞു തരണം. എൻഡ് ഓഫ് ദ വേൾഡ്, സെക്കൻഡ് കമ്മിങ് ഓഫ് ദ ജീസസ്. വാട്ട് അബൌട്ട് ദ സിഗ്നൽ? യേശു പറഞ്ഞു, ആദ്യം പറഞ്ഞത്, ആരും നിങ്ങളെ തെറ്റിക്കാതിരിപ്പാൻ സൂക്ഷിച്ചുകൊള്ളുക. ഞാൻ ക്രിസ്തു എന്ന് പറഞ്ഞ അനേക കള്ളക്രിസ്തുക്കളും കള്ളപ്രവാചകന്മാരും എഴുന്നേറ്റ് വരും. 3 ചോദ്യങ്ങൾ യേശുവിനോട്. നിന്റെ വരവ്, ദ സെക്കൻഡ് കമ്മിങ് ഓഫ് ജീസസ്. ദ സെക്കൻഡ് വൺ, എൻഡ് ഓഫ് ദ വേൾഡ്. ദ തേർഡ് വൺ, വാട്ട് അബൌട്ട് ദ സിഗ്നൽ? ഇന്ന് രാത്രി 3 ലോകത്തെപ്പറ്റി ബൈബിളിലുണ്ട്. ഒന്നാമത്തെ ലോകം, ആ പുരാതന ലോകം. പിറകെ പറയും, ആദിയിൽ ദൈവം ആകാശം ഭൂമി പാഴും ശൂന്യം, ഇരുൾ ഭൂതലത്തിൽ ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് വെള്ളത്തിന് നീതെ പരിവർത്തിച്ചു. ആ ലോകത്തിൻ്റെ പേര് കാസ്മോസ്. പഠിക്കുന്ന കുഞ്ഞുങ്ങൾ ഇവിടെ ഉണ്ട്, സയൻസ് ബൈബിൾ. ആ കാസ്മോസ് എന്ത് സംഭവിച്ചു? നോഗയുടെ കാലത്തെ പ്രളയത്തിൽ പോയി. ഇന്നത്തെ ലോകം എന്തിനു വേണ്ടി? പത്രോസ് ലീഗ ധന്യൻ ചൊല്ലി 2 പത്രോസ് 3:10 കർത്താവിൻ്റെ ദിവസം കള്ളനെ പോലെ വരും, ആകാശം കൊടുമുഴക്കത്തോടെ ഒഴിഞ്ഞു പോകും, മൂലപദാർത്ഥം കത്തി അഴിയും, ഭൂമിയും അതിലെ സകല പണികളും വെന്തു പോകും. അതിൻ്റെ പേരായോൺ. അതുകൊണ്ട് ഞങ്ങൾ റോയ് പാസൊക്കെ ഇങ്ങനെ പാടും, ചൂള പോലെ കത്തുന്ന നാൾ വരും നിതാ, ഈ ലോകം കത്തി നശിക്കും. ആ പാട്ട് വല്ലതും ഉണ്ടോ ദൈവദാസന്മാർ? ആദ്യ രാത്രി ഉണ്ട്, ഒന്നും പറയുന്നില്ല, അല്ലെ നാളെ തലയിടണം, കുറേ സ്വത്രം തീർന്നില്ല. മൂന്നാമതൊരു ലോകം വരുന്നുണ്ട്. ആ ലോകത്തിൻ്റെ പേര് വെളിപ്പാട് 21:1-2. എന്താ പ്രത്യേകത? ഇതാ മനുഷ്യനോട് കൂടെ ദൈവത്തിൻ്റെ കൂടാരം. അന്ന് നമ്മുടെ പിന്നെ പാവയ്ക്ക് കയ്പ് കാണത്തില്ല, റോസയ്ക്കകത്ത് മുള്ള് കാണത്തില്ല, തെങ്ങിനകത്ത് കല്ല് കാണത്തില്ല, കഞ്ചാവി വിഷവും കാണത്തില്ല. നമ്മുടെ കുഞ്ഞുങ്ങൾ കോതയാറി അരിക്കൊമ്പനുമായിട്ട് ക്രിക്കറ്റ് കളിക്കും. ആ കാലമാ പുതുവാന ഭൂമി. അതിൻ്റെ പേരാ വൈക്കോമിന്. പുത്തനാം യെരൂശലേമിൽ എത്തും കാലം ഓർക്കുമ്പോൾ നിത്യതയിൽ. അതുകൊണ്ട് അതിനു വേണ്ടി ചില ടിക്കറ്റായി ഈ കൺവെൻഷന് കൊടുക്കുന്നത്. പ്രാപിച്ചാൽ നല്ലത്. സ്വോത്രം. പിന്നെ കൺവെൻഷൻ കഴിഞ്ഞിട്ട് ടിക്കറ്റിന് വേണ്ടി മണി അടിക്കരുത്. സ്വോത്രം. ഞായറാഴ്ച ശനിയാഴ്ച രാത്രിക്ക് നിത്യരക്ഷയുടെ ടിക്കറ്റ് കരസ്ഥമാക്കണം. യേശു പറഞ്ഞ മറുപടി ഞാനല്ലേ? 4 മറുപടികൾ യേശു. മത്തായി 24, 32, 33, 34. അത്തിയെന്ന് നോക്കി ഒരു ഉപമ പഠിപ്പീൻ, അതിൻ്റെ കൊമ്പിളതായി ഇല തളിർക്കുമ്പോൾ വേനൽ അടുത്തുവല്ലോ, അങ്ങനെ നിങ്ങൾ ഇതൊക്കെയും കാണുമ്പോൾ അവൻ അടുക്ക വാതിൽക്കൽ. ആകാശവും ഭൂമിയും ഒഴിഞ്ഞു പോകും, എൻ്റെ വചനങ്ങൾ ഒഴിഞ്ഞു പോകുകയില്ല. ആ നാളും നാഴികയെ സംബന്ധിച്ച് സജു ചാത്തന്നൂരോ പോൾ ഗോപാലകൃഷ്ണനോ ജോൺ ബി തോമസിനോ അറിയത്തില്ല. ഞങ്ങൾ
ഞങ്ങളത് പറഞ്ഞാൽ അന്ന് ഞങ്ങളെ സ്റ്റേജിൽ നിന്ന് താഴെ ഇറക്കിയേക്കണം. സ്വോത്രം. അതിൻ്റെ അർത്ഥം കള്ളപ്രവാചകൻ ആ നാളും നാഴികയെ സംബന്ധിച്ച് സ്വോത്രം വരുവാനുള്ള പുത്രനോ സ്വർഗത്തിൻ്റെ ദൂതന്മാർക്കോ അറിയത്തില്ല. നോഹയുടെ കാലത്ത് സംഭവിച്ചതുപോലെ മനുഷ്യപുത്രൻ്റെ വരവിലും. അത് സാമ്പിൾ തുടങ്ങി അച്ചായ എല്ലാ ദിവസവും പേപ്പർ എടുത്താൽ പോരെ. നല്ല മരച്ചീനി ഉണങ്ങുന്ന കാലമായിരുന്നു സെപ്റ്റംബറും ഒക്ടോബറും നവംബറും ഒക്കെ. സ്വോത്രം. കൺവെൻഷന് പറ്റിയ സാല അരുമயான സമയമായിരുന്നു. പക്ഷേ അന്ത കാലം മുടിഞ്ചാച്ചിന്ന് പേപ്പർ എടുത്താലും റേഡിയോ എടുത്താലും സെപ്റ്റംബർ ഒക്ടോബർ നവംബർ ഒന്നുമില്ല. രാവിലെ എന്നും നോക്കാം യെല്ലോ, മാംഗോ, പൈനാപ്പിൾ, ഓറഞ്ച്. സ്വോത്രം. ഇത് തന്നെ നോഹയുടെ കാലം. സ്വോത്രം. കാറും കോളും. അതുപോലെ തന്നെ ലോത്തിൻ്റെ കാലത്ത് സംഭവിച്ചതുപോലെ ലോത്തിൻ്റെ കാലമായി ഇന്ന് ലോകത്തിൽ സ്വവർഗ വിവാഹം. അന്നമ്മ ചിന്നമ്മയെ കല്യാണം കഴിക്കുന്നു, തോമാച്ച അവറാച്ചാനെ കല്യാണം കഴിക്കുന്നു. കണ്ടില്ലേ മലയാളി പെൺകുട്ടികൾ? മലയാളികളെ ദൈവം ആദ്യം എടുത്ത് കമ്പെടുത്തടിക്കാൻ പോകുന്നത്. സ്വോത്രം. മലയാളി പെൺകുട്ടികൾ 3 പേര് സുപ്രീം കോടതിയിൽ പോയി സ്വവർഗ വിവാഹം. 51 രാഷ്ട്രങ്ങളിൽ ലോകത്തിൽ. ഇന്ത്യയിലെ ഏത് രാഷ്ട്രീയക്കാരോട്ടെ BJPയുടെ അറ്റോർണി ജനറൽ ജഡ്ജിയോട് പറഞ്ഞ് ശമ്പളം തരുന്നത് ഞങ്ങളാ, സാർ ആവശ്യമില്ലാത്ത കാര്യത്തിൽ ഇടപെടരുത്. ഇന്ത്യ സ്ത്രീക്ക് പുരുഷന്, പുരുഷന് സ്ത്രീയാ, അല്ലാതെ അന്നമ്മയ്ക്ക് ചിന്നമ്മയല്ല, മറിയാമ്മയ്ക്ക് ശോശാമ്മയല്ല. അതുകൊണ്ട് നിയമം മാറ്റരുതെന്ന് പറഞ്ഞു. സ്വോത്രം. അതിനെ ഓർത്ത് ഞാൻ ദൈവത്തെ സ്തുതിക്കുന്നു. അതെപ്പോൾ എത്ര നാൾ പോകുമെന്നറിയത്തില്ല. ആ പരിപാടിയെ തിരുവനന്തപുരത്ത് ആരംഭിച്ചത് പരുത്തിപ്പാറ MG കോളേജിലാണ് തുടങ്ങി. അതിൻ്റെ പേര് ചുംബന സമരം. പെങ്കൊച്ചുങ്ങളിലെ ചെറുപ്പക്കാരും പ്രത്യേക ശ്രദ്ധിക്കും. ഇതിന് പോയ കർത്താവിൻ്റെ അടിയും കിട്ടും. RSSകാർ മുളപടിയായിട്ട് കാത്തിരിക്കും, അവരുടെ അടിയും കിട്ടും. സ്വോത്രം. ഇതാ നോഹയുടെ കാലത്ത് സംഭവിച്ചതുപോലെ കർത്താവിൻ്റെ വരവ്, ലോത്തിൻ്റെ കാലത്ത് സംഭവിച്ചതുപോലെ കർത്താവിൻ്റെ വരവ്. അങ്ങനെയെങ്കിൽ കർത്താവിൻ്റെ വരവിൻ്റെ 4 ലക്ഷണങ്ങൾ, അതിലൊരു ഭാഗം മാത്രമെന്ന്. 1 യഹൂദ ലക്ഷണം. അതാ ഇന്ന് ഇസ്രയേൽ അത്തിയായി തളർത്ത് നിൽക്കുമ്പോൾ വേനലിലേക്ക്. 2 ഒരു ഏകലോക ഭരണം. 3 ഒരു മതം ഉലകത്തെ പിടിക്കും. 4 പ്രപഞ്ചത്തിലുണ്ടാകുന്ന മാറ്റം. 1 more time revise the day of the first convention at Pravachambala. The 4 signs coming, the fact of second coming of Jesus. Number 1 Israel, number 2 എതിർ ക്രിസ്തു, 3 ഏകലോകമതം, 4 പ്രപഞ്ച ലക്ഷണം. അതിനോടനുബന്ധിച്ച് ഇന്ന് രാത്രി മത്തായി 24 നാം വായിച്ചു. ആ കാലത്തിലെ കഷ്ടം കഴിഞ്ഞ് സൂര്യൻ ഇരുളാകും, ചന്ദ്രൻ പ്രകാശം തരാതെ ഇരിക്കും, ആകാശത്തിലെ നക്ഷത്രങ്ങൾ താഴേക്ക് വീടും. അപ്പോൾ മനുഷ്യപുത്രൻ്റെ അടയാളം മധ്യാകാശത്തിൽ. ഭൂമിയിലെ സകല ഗോത്രങ്ങളെ പ്രലാപിച്ചു കൊണ്ടവൻ ആകാശ മേഘങ്ങളിൽ വരുന്നത് നിങ്ങൾ കാണും. ഇനി ബൈബിളിനകത്ത് യേശു ക്രിസ്തുവിൻ്റെ പഠിച്ചുകൊണ്ടേ ഇറങ്ങാവൂ. ഈ കൺവെൻഷൻ ആണെങ്കിൽ നല്ലൊരു ബൈബിൾ പഠനം നമ്മുടെ അകത്തളത്തിലോട്ട് വരട്ടെ. യേശു ക്രിസ്തുവിൻ്റെ 3 പ്രഭാഷണങ്ങളാണ് ബൈബിളിനകത്ത്. 1ാമത്തെ പ്രഭാഷണം ഗിരിപ്രഭാഷണം. അത് അനുഗ്രഹിക്കപ്പെട്ട പ്രഭാഷണം മത്തായി 7:8. അതിൻ്റെ പ്രത്യേകത എന്താണെന്നറിയാമോ? നമുക്ക് ഇന്ത്യക്ക് സ്വാതന്ത്ര്യം നേടിത്തന്ന മഹാത്മജി അദ്ദേഹത്തിൻ്റെ സത്യാന്വേഷണ പരീക്ഷകൾ അദ്ദേഹം എഴുതിയിട്ടുണ്ട്. അഹിംസയുടെ മൊഴിമുത്തുകൾ എൻ്റെ ചങ്കിനകത്ത് പകർന്നു തന്നത് ഇവിടുത്തെ ഇസങ്ങളോ വേദങ്ങളോ അല്ല, യേശുദേവൻ്റെ മൊഴിമുത്തുകളാ എൻ്റെ ജീവിതത്തിൽ മാറ്റം വരുത്തിയത്. ഏത് നേതാവിൻ്റെ ജീവിതത്തിലും മാറ്റം വരുത്തുവാൻ തിരുവചനത്തിലെ സത്യങ്ങൾക്ക് കഴിയും. അതിനായി ദൈവത്തെ വാഴ്ത്തുന്നു. 2ാമത്തെ പ്രഭാഷണമാണ് ഒലിവുമല പ്രഭാഷണം. അതിന് സർമൺ ഓഫ് ദ മൗണ്ട് അല്ലെങ്കിൽ യുഗാന്ത്യ സംഭവം. അത് കഴിഞ്ഞിട്ട് 3ാമത്തെ പ്രഭാഷണമാണ് ഏറ്റവും നിർണായകമായി മാളികമുറി പ്രഭാഷണം. ക്രൂശീകരണത്തിന് മുമ്പ് യേശുക്രിസ്തുവിൻ്റെ 3 പ്രഭാഷണങ്ങൾ. 1 ഒലിവുമല പ്രഭാഷണം, 2 ഗിരിപ്രഭാഷണം, 3 മാളികമുറി പ്രഭാഷണം. ഇന്ന് രാത്രി നാം തൊട്ടുവെച്ചത് ഒലിവുമല പ്രഭാഷണം. എനിക്കിപ്പോഴും നല്ല ഓർമ്മയുണ്ട്. നെയ്യാറ്റിൻകരയ്ക്കകത്ത് തിരുപുറം CSI വർഷങ്ങൾക്ക് മുമ്പ് ഞാൻ പ്രസംഗിച്ചു തുടങ്ങിയപ്പോൾ കർത്താവിൻ്റെ വരവ് ആദ്യത്തെ ദിവസം മത്തായി 24 പ്രസംഗിച്ച്. അന്ന് അച്ഛൻ വളരെ ശ്രദ്ധയോടെ കേട്ടു. പിറ്റേന്ന് ഞാൻ വൈകിട്ട് അവിടെ ചെന്നപ്പോൾ അച്ഛൻ മൈക്ക് കൂടെ അനൗൺസ് ചെയ്തു, ഇതുവരെ കർത്താവ് വരുമെന്ന് എനിക്കറിയത്തില്ലായിരുന്നു, പക്ഷേ ഇന്നലത്തെ പ്രസംഗം കേട്ടപ്പം പിടികിട്ടി കർത്താവ് വരുമെന്ന്. സ്വോത്രം. എന്നിട്ട് അച്ഛൻ പറഞ്ഞൊരു കാര്യമുണ്ട്. വളരെ മാന്യതയുള്ള പ്രായം ചെന്ന അച്ഛനായിരുന്നു. അച്ഛൻ പറഞ്ഞൊരു കാര്യമുണ്ട്. നിങ്ങളുടെ വീട്ടിൽ വരുന്ന പത്രവും ഈ മത്തായി 24 വായിച്ച് ഹല്ലേലൂയ പറയുക, യേശു വരുമെന്ന്. സ്വോത്രം. വളരെ ക്ലിയർ. അതാ യുഗാന്ത്യ പ്രഭാഷണം. അങ്ങനെയെങ്കിൽ വിശുദ്ധ ബൈബിൾ 10 യുഗങ്ങൾ. ശ്രദ്ധയോട്. അവർ ബൈബിൾ ഇലാമിനേറ്റഡ് 10 ഡിസ്പെൻഷൻസ്. 1 ദൂതന്മാരുടെ യുഗം, 2 നെൽക്കൽമക്ഷ യുഗം, 3 മനസാക്ഷി യുഗം, 4 ന്യായപ്രമാണ യുഗം, 5 സങ്കലന യുഗം, 6 കൃപായുഗം. 3 സംഭവം ഇവിടെ നടക്കും. 1 ദൈവസഭ എടുക്കപ്പെടും. 2 മൂന്നാം ലോകമകായിത്വം ഇവിടെ വരും. 3 ഒരുവൻ ഭരണത്തിൽ വരും, 10 കൊമ്പും 7 തലയുമായി. അതിനുശേഷം 4 യുഗങ്ങൾ ബൈബിളിനകത്ത്. ലോകം അവസാനിക്കത്തില്ല, നിന്റെ വരവ് ലോകാവസാനം. ബാക്കി 4 യുഗങ്ങൾ ഉപദ്രവം, മഹോപദ്രവം, 1000 ആണ്ട് വാഴ്ച, നിത്യ യുഗങ്ങൾ നാം പ്രിയനോട് ചേർന്ന് വാഴും. അങ്ങനെയെങ്കിൽ കൃപായുഗം. ഇന്ന് രാത്രി യുഗം അവസാനിക്കാറായിരിക്കും. അമേരിക്കയിൽ പല പ്രിയപ്പെട്ടവരും എനിക്ക് പടവും കൂടെ അയച്ചു തന്ന, പാസ്റ്ററെ ഇത് പ്രസംഗിക്കണം. അമേരിക്കയിലെ ചില കാറിൻ്റെ ബാക്കിൽ ഒരു സ്റ്റിക്കർ ഒട്ടിച്ചിരിക്കുന്നു. അതിനകത്ത് എഴുതിയിരിക്കുക ആം എ ജീസസ് ബിലീവർ. അതിൻ്റെ അർത്ഥം ഞാൻ കർത്താവായ യേശു ക്രിസ്തുവിൽ കൂടി രക്ഷ പ്രാപിച്ച വ്യക്തിയാണ്. കാറിൽ യാത്ര ചെയ്യുന്ന വ്യക്തി ഒരുപക്ഷെ കർത്താവിനെ അംഗീകരിച്ചില്ലെങ്കിൽ ഓടുന്ന പാതയിൽ വെച്ച് കാഹളം ധ്വനിച്ചാൽ
ഡ്രൈവർ മധ്യാകാശത്തിൽ പോകും, കൂടിരിക്കുന്നവൻ്റെ കാര്യം കട്ടപ്പുകയാണ്. സ്വോത്രം. അത് പറയാൻ വയ്യാത്തത് കൊണ്ടാണ് സ്റ്റിക്കർ ഒട്ടിച്ചിരിക്കുന്നത്. തീർന്നില്ല. ഇതുവഴി തിരുവനന്തപുരം, ബാലരാമപുരം, നേമം, നെയ്യാറ്റിൻകര, പാറശാല നേരെ പോകുന്നത് പിന്നെ നാഗർകോവിൽ പാസഞ്ചർ, ഇരണിയൽ, കുഴിത്തറ. പണ്ട് ഒരു ചെറുപ്പക്കാരൻ ഒറ്റയ്ക്കായി ഈ പാസഞ്ചർ തിരുവനന്തപുരം നാഗർകോവിൽ ഓടിക്കുന്നത്. ഇന്ന് ബാലരാമപുരത്തോ നേമത്തോ നിങ്ങൾ ചെന്നാൽ ട്രെയിനിൻ്റെ മുൻപിൽ നോക്കുമ്പോൾ 2 ചെറുപ്പക്കാരെ അല്ലെങ്കിൽ 2 പ്രിയപ്പെട്ടവരെ കാണാം. അർത്ഥം ഒരു ലോക്കോ അല്ല, 2 ലോക്കോ. ഇങ്ങനെ ഈ ട്രെയിൻ പോകുമ്പോൾ ഇരണിയിൽ കൂടെ കന്യാകുമാരി കുഴിത്തറ റോഡിലേക്ക് കയറുമ്പോൾ അവിടെ കാണും വല്ല കാകളവും കേട്ട 10 കമ്പാർട്ട്മെൻറ്റ് വെള്ളത്തിൽ പോകുന്ന ഇന്ത്യൻ റെയിൽവേക്ക് പേടിയായതുകൊണ്ട് ഒരുത്തനെയും കൂടെ ആ കമ്പാർട്ട്മെൻറ്റിൻ്റെ ഫ്രണ്ടിൽ എൻജിൻ റൂമിൽ കയറ്റി. രണ്ടാമത്തെ കാര്യം. 3, ഇടയ്ക്ക് ഈ അനന്തപുരി പോയി അവിടെ മേളിലൊക്കെ കറങ്ങുമ്പോൾ കപ്പലണ്ടി കുറിക്കുമ്പോൾ മേളിൽ നിന്ന് ഇങ്ങനെ നോക്കണം. 5-6 പ്ലെയിനുകൾ കിടക്കുന്ന കാണാം. അതിനകത്ത് മരക്കൊമ്പരകത്ത് 2 കുരുവികളിരുന്ന് വർത്താനം പറയുന്ന പോലെ പ്ലെയിൻ്റെ ഫ്രണ്ട് ഗ്ലാസിൻ്റെ അവിടെ 2 എണ്ണം വരുന്ന ലെഫ്റ്റ് റൈറ്റ് ഇങ്ങനെ നോക്കുന്ന കാണാം. ആരാ? 2 പൈലറ്റ്. പണ്ട് ഒരു പൈലറ്റ് 3.5 മണിക്കൂർ പറപ്പിക്കുമായിരുന്നു. ഇന്ന് 2 പൈലറ്റ്. കാര്യം എന്താ? ഇവിടുന്ന് മസ്കറ്റിലേക്ക് പോകുന്ന വിമാനം 1.5 മണിക്കൂർ കഴിയുമ്പോൾ ഗുജറാത്ത് പിൻപെടുമ്പോൾ കാകളം കേട്ടാൽ ഡോറ് തുറക്കും. സ്വോത്രം. ആ പൈലറ്റ് മേളിൽ കയറിപ്പോ. ബാക്കി പ്ലെയിന് യാത്ര ചെയ്യുന്ന 300 ചില്ലുവാനെണ്ണം പറവോൻ ഉപ്പുവെള്ളം കുടിച്ചോളാം, താഴെ വീഴുമെന്ന്. സന്തോഷമില്ലല്ലോ. അതുകൊണ്ട് എന്താക്കി? പൈലറ്റിനെ 2 ആക്കി മാറ്റി. ഇന്ന് രാത്രി കാറിനകത്ത് സ്റ്റിക്കർ, അതിനുശേഷം ട്രെയിനിനകത്ത് 2 ലോക്കോ, വിമാനത്തിൽ 2 പൈലറ്റ്. പെന്തിക്കോസുകാർ കൊയ്ത്തും കഴിഞ്ഞു, ഫലശേഖരവും കഴിഞ്ഞു. കൺവെൻഷൻ വ്യാഴാഴ്ച തീരും. ഞാനോ ബാക്കി പറ രക്ഷിക്കപ്പെട്ടില്ല. സ്വോത്രം. അതുകൊണ്ട് ഈ കൺവെൻഷനിൽ രക്ഷയുടെ ടിക്കറ്റ് കരസ്ഥമാക്കിക്കോണം. അങ്ങനെയെങ്കിൽ കർത്താവിൻ്റെ വരവിൽ കൈവിടപ്പെട്ടു പോയാൽ. വായിച്ചു തുടങ്ങുന്നു വിശുദ്ധ വെളിപ്പാട് പുസ്തകം 5 പ്രവചന ഭാഗങ്ങൾ. ഇന്ന് രാത്രി ഈ ലോകത്തിന് എന്ത് സംഭവിക്കും? വെളിപ്പാട് പുസ്തകം 6-ാം അധ്യായം അതിൻ്റെ 12-13 വാക്യങ്ങൾ മോൻ വായിച്ച് സഹായിക്കും. ദൈവ കുഞ്ഞുങ്ങളോട് ഞാനൊരു പ്രത്യേകിച്ചൊരു കാര്യം പറയാം, വളരെ സ്നേഹത്തോട്. രാത്രി തന്നെ സർജ എന്നെ ഇവിടെ കൊണ്ടുപോയി ഞാൻ വണ്ടി സ്ഥലം വിടുക. സ്വോത്രം. നാളെ ഇങ്ങോട്ടില്ലാൻ തരും. നിങ്ങൾ ദയവ് ചെയ്ത് ബൈബിളുമായിട്ടേ ഈ കൺവെൻഷന് വരാവൂ. സ്വോത്രം. ബൈബിളില്ലാത്ത ആരെങ്കിലും ഉണ്ടെങ്കിൽ ഇന്ന് രാത്രി സർജനെ സമീപിച്ചാൽ മതി. ഞാൻ എങ്ങനെയായാലും ഇവിടെ ബൈബിൾ എത്തിച്ചു കൊടുക്കാം. സ്വോത്രം. ബൈബിൾ. 2, ശൗര്യമാരുടെ പ്രത്യേക സ്ഥലത്ത്, അമ്മമാരുടെ പ്രത്യേക സ്ഥലത്തേക്ക് ഈ 2 പാട്ടുപുസ്തകവും കൈവച്ചിരിക്കുകയാണ്. അത് പ്രത്യേക കാര്യം. നിങ്ങളോട് പറയാം, ഇന്ന് ഞങ്ങളുടെ പാട്ടുകാർ, ഞങ്ങളുടെ ഉപദേശിമാർ എല്ലാം മൊബൈലിൽ ഞെക്കിയുള്ള പരിപാടിയാണ്. സ്വോത്രം. ഈ ഫേസ്ബുക്കും യൂട്യൂബും ട്വിറ്ററും ഡേറ്റായും ഇൻ്റർനെറ്റും ഇതാരാ തരുന്നതെന്നറിയോ? BSNL, എയർടെല്ലും അല്ല, ഇസ്രയേലിൽ നിന്ന് 3 കമ്പനികളാണ്. 1 IBM, 2 ഇൻറ്റൽ, 3 മൈക്രോസോഫ്റ്റ്. ഇപ്പം തന്നെ അവനില്ല, തലയ്ക്ക് ലെവലില്ലാതിരിക്കുക. സ്വോത്രം. നിയമ ഇലക്ട്രിസിറ്റിയിൽ 3 പീസ് ഒരുമിച്ച് ഊരുന്നത് പോലെ ഒരു രാത്രി അവൻ പീസ് ഊരിയാൽ നമ്മുടെ ഫേസ്ബുക്കും പോയി, യൂട്യൂബും പോയി, ട്വിറ്ററും പോയി, അമ്മമാരുടെ വാട്സപ്പും പോയി. സ്വോത്രം. അതുകൊണ്ട് ദൈവദാസന്മാരുടെ പ്രത്യേക ശ്രദ്ധയ്ക്ക് പാസ്റ്റേഴ്സിൻ്റെ കയ്യിൽ സ്വോത്ര പാട്ട് പാടുന്ന സൗരന്മാർ ഇവിടെ ഉണ്ട്. സ്റ്റാൻലി റോയി ഇവിടെ കൊണ്ട് കുഴപ്പമില്ല. അവരുടെ സൗരന്മാർ അവരുടെ വേറെ പാട്ട് ദിവസം ഉണ്ട്. ഇല്ലേ, വലിയ ഡയറി ബാഗിലുണ്ട്. ഇത് പോയാലും അവനെയും കൊണ്ടാണ് വരുന്നത്. ഞാൻ കഴിഞ്ഞ ദിവസം നോക്കിയിട്ടുണ്ട്. സ്വോത്രം. പാട്ടുകാരുടെ ബാഗ് ഡയറിക്കകത്ത് വേറെ പാട്ട് എഴുതി വെച്ചിട്ടുണ്ട്. സ്വോത്രം. അതുകൊണ്ട് അമ്മാമാരുടെ പ്രത്യേക ശ്രദ്ധയ്ക്ക് ഈ പെമ്മക്കളെങ്ങാനും കേട്ടോണേ, കല്യാണം കഴിച്ച് നിങ്ങൾ വിടും. അവിടെ കാണും പെങ്കൊച്ച് പോകുമ്പോൾ വാഷിംഗ് മെഷീൻ കൊടുക്കും, അത് കഴിഞ്ഞ് ഫ്രിഡ്ജ് കൊടുക്കും. അപ്പോൾ അതിൻ്റെ കാറ്റിളവ് കാണും. അതിനകത്തൊരു പാട്ടുഷവും കൂടി ഇട്ടേക്കണം അമ്മമ്മേ. അവിടെ ചെന്നിട്ട് വൈകിട്ടെങ്ങാനും കൊച്ച് പാടായിരിക്കുമ്പോൾ ഡേറ്റ കട്ടായി പോയാൽ പെരുവഴിയാണ്. സ്വോത്രം. അപ്പോൾ ഇട്ട വാഷിംഗ് മെഷീനകത്തോ സ്വോത്രം അല്ലെങ്കിൽ നമ്മുടെ അലമാരിക്കകത്ത ഒരു പാട്ടുപുസ്തകമുണ്ട്. കൊച്ചു വീട്ടിൽ പാടും വന്ദനം യേശു വര ഇന്ന് പകൽ മുഴുവൻ. സന്തോഷമില്ലല്ലോ. അതുകൊണ്ട് എവിടെ കൺവെൻഷൻ പോയാലും 2 പാട്ടുപുസ്തകം കൈവച്ചിരിക്കണം. പാസ്റ്റർമാർ പ്രത്യേക ശ്രദ്ധിക്കുക. എൻ്റെ കൂട്ടുവേലക്കാർ, ആക്രിക്കാരൻ വരുമ്പോൾ ഈ ബൈബിളിലെ പേപ്പർ കൊടുത്ത് കാശ് മേടിക്കരുത്. സ്വോത്രം. അതുകൊണ്ട് ഇന്ന് രാത്രി ക്ലിയറായിട്ട് എല്ലാവരും ബൈബിൾ വെച്ചേക്കണം, തുറക്കണം. ദൈവസഭ എടുക്കപ്പെട്ടാൽ വെളിപ്പാട് പുസ്തകം 6, 12, 13 വായിച്ചാട്ടെ കുഞ്ഞ്, വായിച്ചാട്ടെ. 6-ാം മുദ്ര പൊട്ടിച്ചപ്പോൾ 6-ാം മുദ്ര പൊട്ടിച്ചപ്പോൾ വലിയൊരു ഭൂകമ്പം ഉണ്ടായി. നമ്പർ 1 ഇൻസിഡന്റ് കമ്മിങ്, ഭൂകമ്പം. അടുത്തത് സൂര്യൻ കരിമ്പടം പോലെ കറുത്തു. ഇന്ന് രാവിലെ പ്രകാശം തരുന്ന സൂര്യൻ കരിമ്പടം പോലെ കറുക്കും. അടുത്തത് ചന്ദ്രൻ മുഴുവനും രക്തതുല്യമായി തീർന്നു. ചന്ദ്രൻ മുഴുവൻ, രാത്രി പ്രകാശം തരുന്ന നിലാചന്ദ്രൻ രക്തതുല്യമായി തീരും. അടുത്ത വാക്ക് അത്തിവൃക്ഷം. അത്തിവൃക്ഷം പെരുങ്കാറ്റ് കൊണ്ട് കുലുങ്ങിയിട്ട് കായ് ഉതിർക്കുന്നത് പോലെ ആകാശത്തിലെ നക്ഷത്രങ്ങൾ ഭൂമിയിൽ വീണു. നിയമം പ്രാവച്ചമ്പല കാണാൻ പോകുന്ന ആകാശത്തിൽ നിന്ന് നക്ഷത്രങ്ങൾ വീഴും. അടുത്ത വാക്ക് പുസ്തക ചുരുൾ ചുരുട്ടുന്ന പോലെ. വായിച്ചിട്ട് മനെ, പുസ്തക ചുരുൾ ചുരുട്ടും പോലെ ആകാശം മാറിപ്പോയി. ഇന്ന് രാത്രി വിശുദ്ധ വെളിപ്പാട് ശ്രദ്ധയോടെ നിങ്ങൾ ബൈബിൾ. വെളിപ്പാട് 1 തേജസ്കരിക്കപ്പെട്ട ക്രിസ്തു, 2, 3 ആസിയിലെ 7 സഭ, 4 അനന്തര സ്വർഗത്തിൽ ഒരു വാതിൽ തുറന്നിരിക്കുന്നത് ഞാൻ കണ്ടു. 5 പുസ്തകം തുറപ്പാൻ യോഗ്യനാര്, 6 കുഞ്ഞാട് മുദ്രകൾ പൊട്ടിക്കുന്നു. വെളിപ്പാട് 1 ഇസ്രയേലുമായിട്ട് വെള്ളക്കുതിര, 2 ചുവന്ന കുതിര, 3 മഞ്ഞക്കുതിര, 4 കറുത്ത
കുതിര, 5 യാഗപീഠത്തിന്റെ കീഴിൽ അറുക്കപ്പെട്ട ആത്മാക്കളുടെ കൂട്ടം. 6-ാം മുദ്ര പൊട്ടിച്ചപ്പോൾ വലിയൊരു ഭൂകമ്പം. സൂര്യൻ കരിമ്പടം പോലെ കറുത്തു, ചന്ദ്രൻ രക്തതുല്യമായി. അത് തന്നെ മത്തായി സുവിശേഷത്തിലും വരവിന്റെ ലക്ഷണങ്ങൾ. ഇന്ന് രാത്രി നാം പാർക്കുന്ന ഭൂമി, കുഞ്ഞുങ്ങൾ ശ്രദ്ധയോടെ ഇരിക്കണം, നാം പാർക്കുന്ന ഭൂമി സൂര്യന്റെ ആകർഷത്തിൽ നിൽക്കുന്നത് നാം പൊറുക്കുന്ന ഭൂമി. ശ്രദ്ധയോടെ മനസ്സിലാക്കണം. സൂര്യനും ഭൂമിയും തമ്മിലുള്ള ആപേക്ഷിക സിദ്ധാന്തം 15 കോടി കിലോമീറ്റർ സൂര്യൻ. അതുകൊണ്ട് ആദിയിൽ ദൈവം ആകാശം ഭൂമി, ഭൂമി പാഴും ശൂന്യവും ഇരുൾ ഭൂതലത്തിൽ വെള്ളത്തിനകത്ത് ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് പരിവർത്തിച്ചു. ഇതിനെ കാസ്മോസ്, 1-ാമത്തെ ഭൂമി. വീണ്ടും ഉൽപ്പത്തി 16 വരണം. 1:16 പകൽ വാഴുവാൻ വലിപ്പവും വെളിച്ചവും കൂടിയ സൂര്യൻ, രാത്രി വാഴുവാൻ നിലാചന്ദ്രൻ. അങ്ങനെയെങ്കിൽ 15 കോടി കിലോമീറ്റർ സൂര്യനും ഭൂമിയായിട്ട് ദൂരം. ഈ സൂര്യനകത്ത് 3 കാര്യങ്ങളുണ്ട്. സോളാർ റേഡിയേഷൻ ഫസ്റ്റിൽ ചിന്തിക്കാം. സൂര്യനകത്ത് 3 കാര്യം. 1 ഫോട്ടോസ്ഫിയർ, 2 ക്രോമോസ്ഫിയർ, 3 കൊറോണ. പ്രാവച്ചമ്പലത്തെ ശോഭന ചേച്ചി ഒരു തേങ്ങ എടുത്താൽ 3 കാര്യം. 1 തൊണ്ട് കിട്ടും, 2 ചിരട്ട കിട്ടും, 3 തേങ്ങാപ്പൂള് കിട്ടും. അതുപോലെ സൂര്യനകത്ത് 3 ഘടകം: പ്രോട്ടോസ്ഫിയർ, ക്രോമോസ്ഫിയർ, കൊറോണ. ഈ കൊറോണയ്ക്കകത്ത് 1 മിനിറ്റിൽ 40 ടൺ ഹൈഡ്രജൻ കത്തുന്നു. അതാ ബൈബിൾ. പകൽ വാഴുവാൻ വലിപ്പവും വെളിച്ചവും കൂടിയ സൂര്യൻ, രാത്രി വാഴുവാൻ നിലാചന്ദ്രൻ. ഇന്ന് രാത്രി ലൂക്കോസ് ബ്രദർ ഈ സിസ്റ്റം എല്ലാം ഇവിടെ മെയിൻറ്റെയിൻ ചെയ്യുമ്പോൾ ഇലക്ട്രിസിറ്റി എല്ലാം എടുക്കുന്ന പിന്നിൽ ഒരു പവർ പോയിന്റ് നല്ലതുപോലെ കറങ്ങുന്നുണ്ട്. ആ പവർ പോയിന്റിന്റെ വലിപ്പത്തിലാണ് ഇവിടുത്തെ ശബ്ദ സംവിധാനം മുഴുവൻ പോകുന്നത്. അങ്ങനെയെങ്കിൽ ഇന്ന് രാത്രി പകൽ വാഴുവാൻ വലിപ്പവും വെളിച്ചവും കൂടിയ സൂര്യൻ, രാത്രി വാഴുവാൻ നിലാചന്ദ്രൻ. കേട്ടോ, സൂര്യന്റെ പ്രകാശം 5 തട്ടുകൾ 7 തട്ടുകളിൽ കൂടിയ ഭൂമിയിൽ വരുന്നത്. 1-ാമത്തെ തട്ട് സ്ട്രാറ്റോസ്ഫിയർ, 2 ഓസോൺ, 3 ട്രോപ്പോസ്ഫിയർ, 4 അയണോസ്ഫിയർ, 5 തെർമോസ്ഫിയർ, 6 എക്സോസ്ഫിയർ, 7 മിസോസ്ഫിയർ. അതുകൊണ്ട് നേമത്തെ സയൻസ് പഠിപ്പിക്കുന്ന ടീച്ചർമാരോട് ചോദിച്ചാൽ മതി, സൂര്യന്റെ പ്രകാശം 7 തട്ടുകളിൽ കൂടി വരുന്നു. അതുകൊണ്ട് പണ്ടത്തെ അപ്പച്ചന്മാർ പാപ്പനങ്കോട് പാടി ആകാശത്തിന് ശക്തി ഇളകുന്നതിനാൽ ഇന്ന് രാത്രി ദൈവം ഭൂമിക്ക് വെച്ച കൊടയ ഓസോൺ ലെയർ 1,76,00,000 കിലോമീറ്റർ ഇന്ന് ഓസോൺ ലെയർ കീറി. അതിൻ്റെ അർത്ഥം ആഗോള താപനം. ദൈവം ഭൂമിക്ക് വെച്ച ചൂട് 17. ഇന്ന് പാലക്കാട് 44, പുനലൂർ 42, കേരളത്തിൽ തന്നെ. അതുപോലെ ഗൾഫ് രാജ്യത്തിൽ എത്ര ചൂടായി? സൗദി അറേബ്യ 48, കുവൈറ്റ് 50. സോളാർ റേഡിയേഷൻ മനുഷ്യനെ കൊല്ലാൻ പോകുന്നു. ബൈബിളിനകത്തുണ്ട് ദൈവം വെച്ച കൊട. കഴിഞ്ഞ ദിവസം നിങ്ങൾ ശ്രദ്ധയോടെ ഇരിക്കണം. ലോക സംഭവങ്ങൾ, കർത്താവിൻ്റെ വരവ്. ഇവിടെ കഴിഞ്ഞ വർഷത്തിൽ G20 ഉച്ചകോടി. ആ G20 ഉച്ചകോടി നിർമ്മല സീതാരാമൻ, ആ തമിഴ്നാട്ടുകാർ, ഈ കഴിഞ്ഞ ദിവസം തിരുവനന്തപുരത്ത് നിന്ന് ഇന്ത്യയുടെ ധനമന്ത്രി, അവർ 20 രാജ്യങ്ങളിലെ ഉച്ചകോടി പറഞ്ഞ് ഇനി ലോകം ഒരുത്തനെ കൊണ്ട് ഭരിക്കാതെ രക്ഷയില്ല, നമുക്ക് പിടിച്ചു നിൽക്കാനേ പറ്റത്തില്ല. അങ്ങനെയെങ്കിൽ ഡിസംബർ മാസം നിങ്ങളുടെ മൊബൈലിൽ 24 ചാനൽ, ഏഷ്യാനെറ്റിലെ അളകനന്ദ, 24 PP ജെയിംസിനൊക്കെ ചെക്ക് ചെയ്യണം. ഡിസംബർ മാസത്തിൽ 3 ദിവസം ദുബായിലൊരു കോൺഫറൻസ്. 200 രാജ്യങ്ങളെ ദുബായിലെ ഭരണകൂടം വിളിച്ചിട്ട് പറഞ്ഞ് ലോകത്തിൽ ഇനി അന്തിമ ദിനങ്ങൾ സൂര്യൻ മനുഷ്യനെ കൊല്ലുന്നത് കൊണ്ട് ആഗോള താപനത്തിന് വേണ്ടി നമ്മൾ കോൺഫറൻസ് നടത്തണം. കണ്ടോ, 200 രാജ്യങ്ങൾ. അതിൻ്റെ ഒരു പ്രത്യേകത നിങ്ങൾ കാണണം വിശുദ്ധ ബൈബിളുമായി. അന്ന് അവർ കത്തോലിക്ക സഭയുടെ പരമാധ്യക്ഷൻ മാർപ്പാപ്പയെ വിളിച്ചു. പക്ഷേ മാർപ്പാപ്പ വരാൻ പറ്റിയില്ല. 1-ാമത് അദ്ദേഹം ദുബായിൽ വന്നിട്ട് ഒരു കാര്യം ചെയ്തു. അത് കോവിഡിന് മുമ്പിട്ട് അബുദാബിയിൽ വന്നു. അബുദാബിയിൽ 3 ദേവാലയം പണിവാൻ സെറ്റിൽമെന്റ് ചെയ്തത് മാർപ്പാപ്പയാ. ഇന്ന് ഒരു കോമ്പൗണ്ടിനകത്ത് 3 ദേവാലയം പണിതുകൊണ്ടിരിക്കുന്നു. 1 ഇസ്ലാമിൻ്റെ മോസ്ക്, 2 ക്രൈസ്തവരുടെ ദേവാലയം, 3 യഹൂദന്റെ സിനഗോഗ്. 2-ാമത് മാർപ്പാപ്പയെ വിളിച്ചു ഈ ആഗോള കോൺഫറൻസിന്. ഞാനും വിചാരിച്ചു അദ്ദേഹം എത്തുമെന്ന്. പക്ഷേ ശ്വാസകോശത്തിൻ്റെ പ്രശ്നം കൊണ്ട് അദ്ദേഹം വന്നില്ലെങ്കിൽ ഈ ലോക രാജ്യങ്ങൾ ഒരു മത നേതാവിനെ ഉൾക്കൊള്ളിക്കുവാൻ കാര്യം ഒരുവന്റെ കയ്യിലേക്ക് ഭരണം പോകുവാൻ. വിശുദ്ധ വെളിപ്പാട് 13:7 എഴുതിയിട്ടുണ്ട്, മക്കളെ, വിശുദ്ധന്മാരോട് യുദ്ധം ചെയ്യുവാൻ സകല ഗോത്രത്തിന്മേലും ഭാഷമേലും ജാതിമേലും വംശത്തിന്മേലും അവൻ അധികാരം ലഭിച്ചെങ്കിൽ ഇന്നത്തെ ദുബായ് കോൺഫറൻസിനകത്ത് മാർപ്പാപ്പയെ ക്ഷണിച്ചപ്പോൾ കൃപ പ്രാപിച്ച ദൈവമക്കൾ പറയണം, ഒരേക ലോക ഭരണത്തിന് വേണ്ടി ലോകം വഴിയൊരുക്കുന്നു. എന്നാൽ രക്ഷയുടെ പെട്ടകത്തിനകത്ത് കടന്ന ദൈവമക്കൾ പറയണം, ആ ഭരണം ഇവിടെ വരുന്നതിന് മുമ്പ് ചങ്കില ചോരയാൽ കഴുകൽ പ്രാപിച്ച ദൈവ കുഞ്ഞുങ്ങളെ ചേർക്കുവാൻ ഈ തലമുറയിൽ കാന്തൻ മധ്യാകാശത്തിൽ വരും. സംഭവങ്ങൾ മുഴുവൻ നാഥന്റെ വരവിന്റെ ചിലമ്പൊലികൾ അക്കമിട്ട് കാണിക്കുന്നു നിന്റെ ദൈവത്തെ എതിരേൽപ്പാൻ. ഇന്ന് രാത്രി ഈ സൂര്യനകത്ത് ഓസോൺ ലെയർ കീറി. ആ ഓസോൺ ലെയർ കീറിയത് ആഗോള താപനം. അതുകൊണ്ടാണ് കേരളത്തിൽ ചൂട്. സഹോദരി വീണ ജോർജ്, കേട്ടോണേ, സഹോദരി വീണ ജോർജ് എത്ര പ്രാവശ്യം ടെലിവിഷൻ അഭിമുഖം കൊടുത്തു? 12 മുതൽ 3 വരെ റോഡിൽ ഇറങ്ങരുത്. നമ്മുടെ കേരളത്തിൻ്റെ മുഖ്യമന്ത്രി സഖാവ് പിണറായി വിജയൻ പല പ്രാവശ്യം പറഞ്ഞൊരു കാര്യമുണ്ട്, നിങ്ങൾ പകൽ സമയം റോഡിൽ ഇറങ്ങരുത്, ഇറങ്ങിയാൽ വെള്ളം കൂടെ കൊണ്ടുവരണം. കണ്ടോ, പ്രപഞ്ചം ചുട്ടുപഴുത്ത് ചെറിയ ഗോളമാകും. നമ്മുടെ വീട്ടിനകത്ത് ചിന്നമ്മാമ അവിലേസുണ്ട ഉണ്ടാക്കുന്നത് പോലെ ഈ പ്രപഞ്ചം ചുട്ടുപഴുത്ത് ചെറിയ ഗോളമാകും.
ലോകം തീർന്നില്ല. പാലക്കാട് വെൽഡിംഗ് തൊഴിലാളിക്ക് പൊള്ളലേറ്റ്, സോളാർ റേഡിയേഷൻ. പുനലൂരിൽ ചേട്ടനും ചേച്ചിയും ബൈക്കിൽ പോയപ്പോൾ ചുമന്ന പൊള്ളൽ ശരീരത്തിനകത്ത് തീർന്നില്ല. തിരുവനന്തപുരം ജില്ല ഈ പോകുന്ന നെയ്യാറ്റിൻകര കഴിഞ്ഞ് പരശുവയ്ക്കൽ ഞാനവിടെ പ്രസംഗിച്ചുകൊണ്ടിരുന്നപ്പോൾ കണ്ട സംഭവമാണ്. 52 വയസ്സുള്ള രാജു ചേട്ടൻ രാവിലെ കുഞ്ഞൻപിള്ള തൊട്ടടുത്ത് പണിക്ക് വന്നു. വയലിൽ പണി ചെയ്തുകൊണ്ടിരുന്ന് രാവിലെ കാപ്പി കൊണ്ടുവന്നു. 2 മണിക്ക് വീട്ടിലെത്തിയില്ല. 3:30 ആയപ്പോൾ വീട്ടിൽ മക്കൾ വന്നപ്പോൾ കൂനൻവിളയിലെ രാജു ചേട്ടൻ വയലിനകത്ത് മരിച്ചു കിടക്കുന്ന കാഴ്ചയാണ്. പാറശാല താലൂക്ക് ആശുപത്രിയിൽ, പാറശാല ഗവൺമെൻറ് ഹോസ്പിറ്റലിൽ ചെന്നപ്പോൾ അവിടുത്തെ ഡോക്ടർ പറഞ്ഞു സോളാർ റേഡിയേഷൻ, മനുഷ്യൻ മരിച്ചുപോയി. ഇന്ന് രാത്രി നിങ്ങൾ വചനം കേൾക്കണം. സൂര്യൻ മനുഷ്യനെ കൊല്ലുവോ? ബൈബിളിൻ്റെ പ്രവചനം. ഇന്ത്യയുടെ ആഭ്യന്തരമന്ത്രി അമിത്ഷാ അദ്ദേഹം മഹാരാഷ്ട്രയിൽ ഒരു റാലി, തെരഞ്ഞെടുപ്പ് റാലി, അന്ന് പടപട 12 പേർ ആ റാലിയിൽ വീണ് മരിച്ചത്. തീവ്രവാദിയല്ല, 12 പേർ ആ റാലിയിൽ വീണ് മരിച്ചു. അതിൻ്റെ പേര് ഉഷ്ണ തരംഗം വടക്കേ ഇന്ത്യ. മനുഷ്യർക്ക് മനസ്സിലാകുന്നവർക്കായി ബൈബിളിനകത്തുണ്ടോ അന്ത്യദിനം കർത്താവിൻ്റെ വരവിൽ കൈവിടപ്പെട്ടു പോയാൽ പ്രഭാതത്തിൽ അരുണിമയുടെ പൊൻകിരണം തരുന്ന സൂര്യൻ മനുഷ്യനെ കൊല്ലും. വായിക്കാൻ മോനെ, വെളിപ്പാട് പുസ്തകം 16-ാം അധ്യായം 8-ാമത്തെ വാക്യം. നിങ്ങളുടെ ബൈബിളിനകത്തെല്ലാം ഉണ്ട്. വെളിപ്പാട് പുസ്തകം 16-ാം അധ്യായം 8-ാമത്തെ വാക്യം. 4-ാമത്തെ വായിച്ചട്ടെ. നാലാമത്തവൻ തന്റെ കലശം സൂര്യനിൽ ഒഴിച്ചു. ബൈബിൾ ഉള്ളവരെല്ലാം എടുത്തു. സൂര്യനിൽ ഒഴിച്ചു. അടുത്ത വാക്ക്. അപ്പോൾ തീ കൊണ്ട് മനുഷ്യരെ ചുടുവാൻ തക്കവണ്ണം, തീ കൊണ്ട് മനുഷ്യനെ ചുടുവാൻ തക്കവണ്ണം അതിന് അധികാരം ലഭിച്ചു. അതാ പിണറായി സാറും വീണ ജോർജും പറയുന്ന പകല് റോഡിൽ ഇറങ്ങരുത്, സോളാർ റേഡിയേഷൻ. അടുത്ത വാക്ക് വായിച്ചാട്ടെ. മനുഷ്യൻ വായിച്ചു. അടുത്ത വാക്കൂടെ. മനുഷ്യൻ അത്യുഷ്ണത്താൽ വെന്തുപോയി. ഇതാ ശ്രീ അമിത്ഷായുടെ മഹാരാഷ്ട്രയിലെ റാലിയിൽ 12 പേർ പടപട ചൂടുകൊണ്ട് കുഴഞ്ഞു വീണ് മരിച്ചു. ഇന്ന് രാത്രി സഖാവ് പിണറായി പറയുന്നതിന് മുമ്പ്, ശ്രീ വീണ ജോർജ് പറയുന്നതിന് മുമ്പ്, അമിത്ഷാജിയുടെ റാലിക്കകത്ത് 12 പേർ കുഴഞ്ഞു വീഴുന്നതിന് മുമ്പ്, 2000 കൊല്ലങ്ങൾക്ക് മുമ്പ് പത്മോസിന്റെ ഏകാന്തതയിൽ സയൻസും ടെക്നോളജിയും ഇല്ലാത്ത കാലത്ത് ഒരപ്പച്ചൻ മുട്ടുമടക്കിയപ്പോൾ സ്വർഗം പറഞ്ഞു അന്ത്യകാലത്ത് സൂര്യൻ മനുഷ്യനെ കൊല്ലുമെങ്കിൽ ഇന്ന് രാത്രി പ്രാവച്ചമ്പലമേ വായിക്കുന്നവൻ ഭാഗ്യവാൻ, വായിച്ച് കേൾപ്പിക്കുന്നവൻ ഭാഗ്യവാൻ, പ്രമാണിക്കുന്നവൻ ഭാഗ്യവാൻ. സമയം അടുത്തുപോയി. ഇന്ന് രാത്രി എത്ര പേർക്ക് കാര്യം മനസ്സിലാകുന്നു? വരുവാനിരിക്കുന്ന കഷ്ടത്തിൽ നിൽക്കണോ? യേശുവിൻ്റെ വരവിൽ പോകണോ? നമ്പർ 1 സോളാർ റേഡിയേഷൻ. ദ സെക്കൻഡ് വൺ, വി ആർ ഗോയിങ് ടു ദ സെക്കൻഡ് മെത്തേഡ്. കർത്താവിൻ്റെ വരവിൽ കൈവിടപ്പെട്ടാൽ കോവിഡിൽ 200 കോടി പേർ പ്രാവച്ചമ്പലം കാണാൻ പോകുന്നു. മനുഷ്യൻ വെള്ളം കുടിച്ച് മരിക്കാൻ പോകുന്നു. വൈക്കമ്മനെ വെളിപ്പാട് പുസ്തകം 8-ാം അധ്യായം 10-11 വാക്യങ്ങൾ. ബൈബിളെല്ലാം തുറന്നാട്ടെ സഹോദരിമാർ. നാളെ നിങ്ങൾക്കും വഴിവക്കൽ സുവിശേഷം പ്രസംഗിക്കാം. വെളിപ്പാട് പുസ്തകം 8-ാം അധ്യായം 10-11 വാക്യങ്ങൾ. മൂന്നാമത്തെ ദൂതൻ ഊതി. അപ്പോൾ ദീപം ജ്വലിക്കുന്ന ഒരു മഹാനക്ഷത്രം ആകാശത്ത് നിന്ന് വീണു. ആകാശത്ത് നിന്ന് നക്ഷത്രം വീഴും. അമ്മമ്മേ, ആലിപ്പഴമല്ല മൈഡിയർ കൂട്ടിച്ചാത്തൻ, ആലിപ്പഴമല്ല വീഴാൻ പോകുന്നു, നക്ഷത്രം വീഴാൻ പോകുന്നു. അടുത്ത വാക്ക്. നദികളിൽ 3-1 കരമനയാറ്, പമ്പയാറ്, അരുവിക്കര 3 വീഴാൻ പോവുക തിരുവനന്തപുരത്ത്. അത് കഴിഞ്ഞിട്ട് നീരുറവുകൾ മേലും ആയിരുന്നു വീണത്. ചിന്നമ്മ സിസ്റ്റർ കിണറ്റിൽ വീഴുവന്ന് അന്ത്യകാലം. ആകാശത്ത് കേട്ടോണേ, 4 സെന്റിമീറ്റർ മുതൽ 750 കിലോമീറ്റർ വരെ ആകാശപ്പാറയുണ്ട്. +2 പഠിക്കുന്ന, സയൻസ് പഠിക്കുന്ന കുഞ്ഞുങ്ങൾക്കറിയാം. അതിൻ്റെ പേര് ആസ്ട്രോയിഡ്. 2009 കുഞ്ഞുങ്ങൾ ശ്രദ്ധയോടെ ഓൺലൈനിൽ ഇത് പോവുക. കേട്ടോണം, 2009 അമേരിക്കയിൽ ക്രിസ്മസ് ആഘോഷിച്ചില്ല. അന്നത്തെ സംഭവം എന്താണെന്നറിയാമോ? 106 ആകാശപ്പാറ അന്തരീക്ഷത്തിൽ കത്തി. ആ ആകാശപ്പാറ ജപ്പാനിൽ കയറി ന്യൂയോർക്കിലോട്ട് യാത്ര ചെയ്ത് ഇന്ത്യയുടെ മേളിൽ കൂടെ ജപ്പാനിൽ പോയത്. അമേരിക്കക്കാർ പേടിച്ചു. പിന്നെ 106 എണ്ണത്തിനെ കണ്ടില്ല. അതുകൊണ്ട് അമേരിക്ക ക്രിസ്മസ് ആഘോഷിച്ചില്ല. ഈ ആകാശപ്പാറ വല്ലയിടത്തും കത്തുമ്പോഴാണ് ഞങ്ങളുടെ ഉപദേശിമാർ പറയും യേശു വരാൻ കാലമായെന്ന്. എൻ്റെ ഉപദേശി, യേശു ഉടനെ ഒന്നും വരത്തില്ല. സ്വോത്രം. അതിന് 3 കാര്യം നടക്കണം. നാളെയും വരത്തില്ല. 1, രാജ്യത്തിൻ്റെ സുവിശേഷം ഭൂതലത്തിലൊക്കെയും സകല ജാതികൾക്കും സാക്ഷ്യമായി പ്രസംഗിക്കപ്പെടണം. അതുകൊണ്ടല്ലേ പ്രാവച്ചമ്പലത്ത് നമ്മൾ നിർണയിച്ച യോഗമൊന്നും അല്ല. ഈ യോഗം നിശ്ചയിച്ച സ്വർഗത്തിലെ ദൈവം. സ്വോത്രം. അല്ല മിച്ചപ്പണവും കാശും കണ്ടിട്ടല്ലേ. ഇവിടെയും ചിലരുടെ വചനം കേൾക്കണം. രാജ്യത്തിൻ്റെ സുവിശേഷം. 2-ാമത്തെ കാര്യം, ജാതികളുടെ പൂർണ്ണസംഖ്യ കിടക്കുന്ന. ഇനിയും ചിലരുടെ ഈ പെട്ടകത്തിനകത്ത് കയറണം. ചിലർ താമസം വിനാ വിചാരിക്കുന്നത് പോലെ കർത്താവ് തൻ്റെ വാഗ്ദത്തത്തെ നിവർത്തിക്കാൻ താമസിക്കത്തില്ല, കരുണ കാണിക്കുന്നു. 3-ാമത്തെ കാര്യം, ഇസ്രയേൽ അംശമായ കാഠിന്യം. ഇത് 3 നടന്നിട്ടേ കർത്താവ് വരത്തുള്ളൂ. സ്വോത്രം. ഇതെല്ലാം വരവിൻ്റെ ലക്ഷണങ്ങൾ. അങ്ങനെയെങ്കിൽ ഇന്ന് രാത്രി കേട്ടോണേ, ആകാശപ്പാറ ആകാശത്തിൽ 4 സെന്റിമീറ്റർ മുതൽ 750 കിലോമീറ്റർ. താണ്ടെ വെല്ലൂരിൽ ആളെ കൊന്നത് ഉൽക്ക കിടപ്പുണ്ട്. അസ്ട്രോയിഡ്. തീർന്നില്ല. സയൻസ് നല്ലോണം കേൾക്കണം. റഷ്യക്ക് മീതെ പൊട്ടിച്ചെറിയ ഉൽക്കയ്ക്ക് ഹിരോഷിമ ബോംബിന്റെ 30 ഇരട്ടി ശക്തി. ഹിരോഷിമ, നാഗസാക്കി. ഓഗസ്റ്റ് 6, 8 2 എനാഗുള ബോക്സ് കാർ
യുറേനിയം ലിറ്റിൽ ബോംബുമായിട്ടത് 1.5 ലക്ഷം. അതിൻ്റെ 45 ലക്ഷത്തെ കൊല്ലാനുള്ള ആകാശപ്പാറ ആകാശത്ത് കിടപ്പുണ്ടെന്ന്. സ്വോത്രം കിടക്കുന്നു. റഷ്യക്ക് മീതെ ഒരെണ്ണം പൊട്ടിയെന്ന് കഴിഞ്ഞ ദിവസങ്ങളിൽ 2013. തീർന്നില്ല. പ്രപഞ്ചം ചൂട് കൂടിയാൽ നക്ഷത്ര സ്ഫോടനം, അതിൻ്റെ പേരാ സ്റ്റാർ വാർ. അങ്ങനെയെങ്കിൽ ആകാശത്തിൽ നിന്ന് ഉൽക്ക വീഴും. എവിടെ വീഴും? നദികളിലും നീരുറവകളിലും. ഇന്ന് രാത്രി നിങ്ങൾ വചനം കേൾക്കണം. ഈരാറ്റുപേട്ടയ്ക്കടുത്ത് ഞാൻ IPCR കൺവെൻഷൻ, സെൻട്രൽ കൺവെൻഷൻ, എനിക്കിപ്പോഴും നല്ല ഓർമ്മയുണ്ട്. 2 ദിവസം പ്രസംഗിച്ചു. കുഞ്ഞുങ്ങൾ കൊടുക്കുന്ന പോലെ അന്നത്തെ ലോക്കൽ TV, അവിടുത്തെ ജില്ലാ TV കൊടുത്തു. ആദ്യ ദിവസം ഒരു പ്രൊഫസർ കേട്ട് എനിക്കൊന്നും ഉറക്കമില്ലായിരുന്നു തോന്നുന്നു. 2ാം ദിവസം കേട്ടു. അതിൻ്റെ അടിയിൽ ഈ കുഞ്ഞുങ്ങൾ എൻ്റെ നമ്പർ പോസ്റ്റ് ചെയ്തു. എനിക്ക് അന്ന് രാത്രി പാലായിൽ നിന്ന് കൊട്ടാരക്കര വേണ്ട തൊടുപുഴ വണ്ടിയിൽ അവർ പാലായി കൊണ്ടത് കുഞ്ഞുങ്ങൾ കയറ്റിവിട്ട് ഏറ്റുമാനൂർ വന്നപ്പോൾ 11:15 ആകെ ശരീരം വിയർത്തിരിക്കുന്നു. ഒരു പുള്ളിക്കാരൻ എന്നെ വിളിച്ച് ചോദിക്കുന്നു, പാസ്റ്റർ വിദ്യാഭ്യാസം എന്താന്ന്? രാത്രി 11:45 എൻ്റെ വിദ്യാഭ്യാസം എന്താന്ന് നെഞ്ചും കുഴഞ്ഞ് നിൽക്കുന്നു. സ്വോത്രം. അപ്പം ഞാൻ ചോദിച്ചു, നിങ്ങൾ എന്തിനാ വിളിച്ചതെന്ന്? അപ്പോൾ പറയും, ഞാനൊരു നല്ല അധ്യാപകനാണ്, ഇന്ന കോളേജിലെ പാലയിൽ 2 ദിവസമായിട്ട് പ്രസംഗം കേട്ടിട്ട് എനിക്ക് ഉറക്കമില്ലെന്ന്. ഞാൻ പറഞ്ഞു, കർത്താവിനെ കണ്ടോളം ഉറക്കം കിട്ടുമെന്ന് പറഞ്ഞ് സന്തോഷമില്ലല്ലോ. സ്വോത്രം. അപ്പോൾ പുള്ളിക്കാരനൊരു സംശയം. 4 സെൻറ്റിമീറ്റർ 750 അസ്റ്റോയിഡ് അതെല്ലാം പറഞ്ഞ പുള്ളി സമ്മതിച്ചു. ആകാശത്തിൽ 2 വിമാനം ഒരേ ദിശയിൽ, ബൈക്കുകൾ 2 റോഡിൽ കൂട്ടിമുട്ടുന്നു. അത് കഴിഞ്ഞിട്ട് നിരത്തിനകത്ത് അല്ല ട്രെയിൻ പാളത്തിൽ 2 കൂക്കു ഒരുമിച്ചിടിക്കുന്നു. പുള്ളിയുടെ സംശയം എന്തോ, ആകാശപ്പാറ എന്താ കൂട്ടിമുട്ടാത്തതെന്ന്. ഞാൻ പറഞ്ഞു, എൻ്റെ സാറേ, അത് താമസം വിനാ കൂട്ടിമുട്ടു. പക്ഷെ അത് കൂട്ടിമുട്ടി ഒരു ശബ്ദം ഇവിടെ കേൾക്കുന്നതിന് മുമ്പ് ചങ്കിനകത്ത് പരിശുദ്ധാത്മാവിനെ പ്രാപിച്ച സഭയെ ചേർക്കുവാൻ കാന്തൻ മധ്യാകാശത്തിൽ വരും. പുള്ളിക്കാരനോട് ഞാൻ പറയും, സാറേ, ആ പാറ പൊട്ടുന്ന ശബ്ദം മുഴങ്ങുന്നതിന് മുമ്പ് ക്രിസ്തുവാകുന്ന പാറമേൽ പണിത ദൈവസഭയെ ചേർക്കുവാൻ കാന്തൻ മധ്യാകാശത്തിൽ വരും. സാധാരണ പ്രസംഗമല്ല, സാധാരണ ആൾക്കാരല്ല സുവിശേഷ പ്രസംഗം കേൾക്കുന്നത്. ഈ തിരുവനന്തപുരത്തിരിക്കുന്ന പേരിയാൻ വെളിപ്പെടുത്തുന്നത് ഉന്നതരായ പോലീസ് മേധാവികൾ മുഴുവൻ കർത്താവിൻ്റെ വരവ് കേട്ടുകൊണ്ടിരിക്കുക. എത്ര ഞാൻ പറയുന്നുള്ളൂ, അവർക്കെല്ലാം അറിയാം ലോകത്തിന് എന്ത് സംഭവിക്കുന്നത്. അങ്ങനെയെങ്കിൽ തിരുവനന്തപുരം ജില്ല പെരുങ്കടവിള ആലത്തൂർ, അവിടെ ഈ പാറ പൊട്ടിക്കും. എല്ലാ പാറയും അവിടെ ക്രഷറിലല്ല പുറത്ത് വീഴുന്ന പോലെ ആകാശപ്പാറ വീണാൽ നദികളിലും നീരുറവകളിലും എവിടൊക്കെ വീഴും? കരമനയാറി വീഴും, അരുവിക്കര വീഴും. അത് കഴിഞ്ഞിട്ട് എവിടെ വീഴുമോയെന്നറിയാമോ? നമ്മുടെ നെയ്യാറിലും വീഴും, ചില കിണറ്റിലും വീഴും. കിണറ്റ് വീഴുമ്പോഴേ ചിന്നമ്മ ശിശു പറയുന്നത് എൻ്റെ കിണർ ഇടിഞ്ഞ് താഴുന്നു. ചില അമ്മ പറയും ഓരി വെള്ളം കിണറ്റി വരുന്നു. ചില ചേച്ചി പറയും മഞ്ഞവെള്ളം വരുന്നത്. ആരും കലക്കിയതല്ല അമ്മമ്മ, ഈ ഫ്ലൂറൈഡ് വീഴുന്നതാ. നല്ല സ്ഥലം ഷിമോൻ ഷൈൻ പാസ്റ്റർ കൺവെൻഷൻ വെച്ചിരിക്കുന്നു. ദാണ്ട് ഇവിടെ നല്ല റബ്ബറൊക്കെ നിൽപ്പുണ്ട്. ഈ ചില മരത്തിൻ്റെ കൂട്ടത്തിൽ ഒരു മരം എന്തോ ചെയ്യും? ഉണങ്ങി നിൽക്കും. ബാക്കി മരത്തിന് കുഴപ്പമില്ല. കാര്യം എന്താണെന്നറിയാമോ? രാത്രിയിലെ ഫ്ലൂറൈഡ് ഈ മരത്തിൻ്റെ വേരിനകത്തൂടെ റൂട്ടിൽ ഇറങ്ങുന്നതാ. തെങ്ങ് 50 തെങ്ങ് നിൽക്കുന്നതിൻ്റെ കൂട്ടത്തിൽ ഒരു തെങ്ങ് നിൽക്കും, അതുപോലെ തന്നെ ഉണങ്ങി നിൽക്കും. അതുപോലെ 100 റബ്ബർ നിൽക്കുന്ന ഒരു റബ്ബർ ഉറങ്ങാൻ കാരണം ഇതിൻ്റെ റൂട്ടിനിറങ്ങത്തിറങ്ങുന്ന ഫ്ലൂറൈഡിൻ്റെ ലായനിയാണ്. അങ്ങനെയെങ്കിൽ നിങ്ങൾ കണ്ട ഒരു വാർത്ത, കർത്താവിൻ്റെ വരവിൽ കൈവിടപ്പെട്ടാൽ വെള്ളം കുടിച്ച് മനുഷ്യൻ മരിക്കും. അടുത്ത വാക്ക് വായിച്ചിട്ട് മോനെ, ആ നക്ഷത്രത്തിന്, ബൈബിളുള്ളവരെല്ലാം എടുത്താട്ടെ, ആ നക്ഷത്രത്തിന് കാഞ്ഞിരം എന്ന് പേർ. കാഞ്ഞിരം എന്ന് പേർ. വെള്ളത്തിൽ 1/3 കാഞ്ഞിരം പോലെയായി കിടക്കുന്നത്. അതുകൊണ്ടാണ് സജു ചാത്തന്നൂർ പറഞ്ഞത്, കോവിഡ് അല്ല, കർത്താവിന്റെ വരവിൽ കൈവിടപ്പെട്ടാൽ 200 കോടി അങ്ങ് മരിക്കും. വെള്ളം കയ്പായതിനാൽ മനുഷ്യരിൽ പലരും മരിച്ചുപോയി. കിടക്കുന്ന 1/2 ഭാഗം വെള്ളത്തിനകത്ത് അവൻ കയറിയാൽ 1/1 ഭാഗം അങ്ങ് മരിച്ചുപോകും. മനുഷ്യരിൽ പലരും മരിച്ചുപോയി. ഇനിയുള്ള കാര്യങ്ങൾ ദൈവദാസന്മാർ കേൾക്കണം. 2 മിനിറ്റ് എടുത്താലും ഈ തിരുവനന്തപുരം ജില്ല, അപ്പുറം തമിഴ്നാട്ടിൽ ഇങ്ങോട്ട് വരുമ്പോൾ കൊല്ലങ്കോട്, അത് കഴിഞ്ഞ് പൂവാറ്, അത് കഴിഞ്ഞ് പഴവഞ്ചാൽ, അത് കഴിഞ്ഞ് വിഴിഞ്ഞം, അത് കഴിഞ്ഞ് പുല്ലുവള, അത് കഴിഞ്ഞ് ശംഖുമുഖം, എല്ലാ തീരത്തും കടന്ന് മീൻ ചത്ത് കിടന്നു. വാർത്ത വായിച്ചവർക്കായി ഞാൻ ദൈവത്തെ വാഴ്ത്തുന്നു. ഇവിടുന്ന് പാസ്റ്റർമാർ ബക്കറ്റ് മീൻ മേടിക്കാൻ പോയപ്പോൾ മണലിനകത്ത് മീൻ ചത്ത് കിടക്കുന്നു. സ്വോത്രം. അതിൻ്റെ ഇടയ്ക്ക് ഏതോ പേപ്പറുകാരൻ എഴുതി പൂവാറി സ്രാവ് ഇറങ്ങി അതിൻ്റെ കറ കൊണ്ടാ മീൻ ചത്തേന്ന്. അവൻ അവാർഡ് കൊടുക്കണം. സ്വോത്രം. ഇപ്പം ആദ്യമായിട്ടാണ് പൂവാറി സ്രാവ് വരുന്നത്. സ്വോത്രം. അതൊന്നുമല്ല സംഭവം. ആകാശത്തുനിന്ന് വീണ ഉൽക്ക, അതിനകത്ത് ഫ്ലൂറൈഡ്. സയൻസ് പഠിക്കുന്ന കുഞ്ഞുങ്ങൾക്ക് കടലിനകത്ത് വെള്ളം സോഡിയം ക്ലോറൈഡ്, ദാറ്റ് മിക്സിങ് കോമ്പിനേഷൻ. ഇത് രണ്ടും കൂടെ മിക്സ് ആവും. നമ്മുടെ മീനിൻ്റെ ചെകിളയാ ശ്വാസകോശം. അവൻ്റെ ഉള്ളിലോട്ട് ഈ ലായനി കയറുമ്പോൾ അവൻ ഉൾക്കടലിൽ കിടക്കാൻ പറ്റാത്തതിനെ മക്കളെ പല്ലി വാല് മുറിച്ചിട്ട് ഓടുന്നോലെ അവ ഓടി വന്ന ഈ വിഴിഞ്ഞത്തും പൂവാറും കടലിൻ്റെ മണ്ണിനകത്ത്, ഈ മണലിനകത്ത് മീൻ ചത്ത് കിടക്കുന്നതെങ്കിൽ കർത്താവിൻ്റെ വരവിൽ കൈവിടപ്പെട്ടു പോയാൽ മനുഷ്യൻ വെള്ളം കുടിച്ച് മരിക്കുന്ന കാലം ഇവിടെ വരാറായി. വരാനിരിക്കുന്ന ഈ കഷ്ടത്തിൽ നിൽക്കണോ, യേശുവിൻ്റെ വരവിൽ പോണോ? അതുകൊണ്ട് ദൈവസഭ എടുക്കപ്പെട്ടാൽ സീരിയലിൽ തുടങ്ങിയിട്ടേ ഉള്ളൂ. ബാക്കി അനവധി സംഭവങ്ങൾ ഇന്ന് രാത്രി കേട്ടോണേ. അടുത്ത ഭാഗം, ഈ വെള്ളം വന്നാൽ എവിടൊക്കെ ഈ വെള്ളം വരും?
വെളിപ്പാട് പുസ്തകം 8-8. അമ്മാമെ ബൈബിള് തുറന്നാട്ടെ. അന്ത്യകാല പ്രഭാഷണം കേട്ട വെളിപ്പാട് 8:8. ആകാശത്തിൽ നിന്ന് ഉൽക്ക വീട് വായിച്ചിട്ട് മോനെ. വെളിപ്പാട് 8:8. രണ്ടാമത്തെ ദൂതൻ ഊതി. അപ്പോൾ തീ കത്തുന്ന വന്മല പോലെയൊന്ന് സമുദ്രത്തിലേക്ക് എറിഞ്ഞിട്ട് ആകാശപ്പാറ. മലയാളം സമുദ്രത്തിലെ വായിച്ചോ മോനെ. സമുദ്രത്തിലെ വെള്ളം സമുദ്രത്തിലേക്ക് എറിഞ്ഞിട്ട് കടലിൽ 1/3 രക്തമായി തീർന്നു. മതി. കടലിൽ രക്തമായെങ്കിൽ ഒരു പാറ നിങ്ങളുടെ കിണറ്റ് വീണാൽ രക്തമാകും. അരുവിക്കര വീണാലും രക്തമാകും. നെയ്യാറ് വീണാലും രക്തമാകും. വരാൻ പോകുന്നത് ജലദുരന്തം. കേട്ടോണേ. ഇനി വെള്ളത്തിൻ്റെ വിഷയം ഭയങ്കരം. ഇപ്പം തന്നെ കാര്യം നിങ്ങൾക്ക് മനസ്സിലാകുന്നു. ജലദുരന്തം ലോകം മുഴുവൻ വരാൻ പോകുന്നു. ജലദുരന്തം 2025 കേരളം കാണാൻ പോകുന്ന ഒരു വാർത്ത ഇന്ന് രാത്രി ഞാൻ പറയാൻ പോവാ. ഇപ്പം തന്നെ നിങ്ങൾ പാറശാല ഷീല കല്യാണ മണ്ഡപം അല്ലെ ഇവിടെ നേമത്തെ ഹാളിൽ ചെല്ലുമ്പോൾ പൈപ്പിൻ്റെ ചവിട്ടി അഡ്വാൻസ് സ്റ്റിക്കർ. ജലം അമൂല്യമാണ്, വെറുതെ ഒഴുക്കി കളയരുത്. സന്തോഷമില്ലല്ലോ. നമ്മുടെ കുഞ്ഞുങ്ങൾ ചിന്നുമോളും ദാണ്ട ജിക്കുമോനും അവിടെ ഇരിക്കുന്നു. അവർ സ്കൂളിൽ പൈപ്പ് തുറക്കുമ്പോൾ അമ്മണി ടീച്ചർ പുറേ വടിയായിട്ട് നിൽക്കും. അടനെ അടച്ചോണം. സന്തോഷമില്ലല്ലോ. സ്വോത്രം. ഇനി 2025 വരാൻ പോകുന്നത് തിരുവനന്തപുരം കാണാൻ പോകുന്ന ഒരു കാഴ്ച. എല്ലാ ടാപ്പിനകത്ത് സെൻസർ. കൈ വെക്കുമ്പോൾ കൈ കഴുകാൻ വെള്ളം കിട്ടും. ഒറ്റ അടയക്കം. സന്തോഷമില്ലല്ലോ. ഇനി ആ പരിപാടി വരാൻ പോവുക. 2025 തിരുവനന്തപുരത്തെ പല ടാപ്പുകളും സെൻസർ. കൈ കാണിക്കുമ്പോൾ വെള്ളം കിട്ടും. 1 മിനിറ്റ് പോലും നിൽക്കത്തില്ല. കൈ കഴുമാറാം. അങ്ങനെ വരുന്ന ജലദുരന്തം വരാൻ പോകുന്നു. കർത്താവിൻ്റെ വരവിൽ കൈവിടപ്പെട്ട് നാട്ടുകാർ മനസ്സാന്തരപ്പെടട്ടെ. ഈ ക്രിസ്മസ് കാലമെങ്കിൽ യേശുവിനെ കാണട്ടെ. ഇന്ന് രാത്രി കേട്ടോണേ എന്താ സംഭവം. അരുവിക്കര ഒരെണ്ണം വീഴട്ടെ. ആ അരുവിക്കരയിലെ വെള്ളം എതുവഴിയൊക്കെ വരും. ആ പാറ വഴി തിരുവനന്തപുരം പട്ടം കേശവദാസപുരം മണ്ണന്തല നാലാഞ്ചിറ SUT SAT തമ്പാനൂർ പുളിമൂട് എല്ലാവരും ഇത് കുടിക്കാൻ പോവുക. സ്വോത്രം. അത് കഴിഞ്ഞിട്ട് നെയ്യാറിലൊന്ന് വീഴട്ടെ. നേരെ നെയ്യാറിൽ കൂടെ മണ്ഡപത്തിൻ കടവ് ബ്രായുമോട് പൂവാറിൽ പോകുന്ന വഴിയിൽ എല്ലാ ചേട്ടന്മാരും കുടിക്കും. തീർന്നില്ല. ചിന്നമ്മയുടെ കിണറ്റ് രാത്രി ഒരെണ്ണം വീണാൽ രാവിലെ അമ്മാമ്മ കാപ്പിയിടാൻ പോകുന്നത് ഇതേ വെള്ളത്തിൽ. ഇന്ന് രാത്രി മനസ്സാന്തരപ്പെട്ടോട്. കർത്താവിൻ്റെ വരവിൽ കൈവിടപ്പെട്ടാൽ വെളിപ്പാട് 8:8 ആകാശത്തിൽ നിന്ന് മല പോലെ ഒരു പാറ സമുദ്രത്തിൽ വീഴും. നദിയിൽ വീഴോ കിണറ്റിൽ വീഴോ. അങ്ങനെയെങ്കിൽ ആ പാറയിൽ നിന്ന് രക്തം വരും. ഇന്ന് രാത്രി ചിന്നമ്മ രാവിലെ അവറാച്ചാന് കാപ്പിയിടാൻ രാവിലെ കിണറ്റിൽ നിന്ന് വെള്ളം കോരുന്നത് രക്തവെള്ളം. തീർന്നില്ല. 8 മണിക്ക് കുഞ്ഞുങ്ങളെ കുളിപ്പിക്കുവാൻ ലൈൻ വാട്ടർ അരുവിക്കരയുടെ തുറക്ക് വരുന്ന രക്തവെള്ളം. എന്നാ പോട്ട് 9 മണിക്ക് നേരെ ചാടാം. പ്രാവച്ചമ്പലത്ത് കുളമുണ്ട്. അവിടെ പോയി തുണി കഴുകാം. അവിടെ ചെന്ന് തുണി കഴുകാൻ നോക്കിയപ്പോഴും കുളത്തിലും കിടക്കുന്ന രക്തവെള്ളം. കർത്താവിൻ്റെ വരവിൽ കൈവിടപ്പെട്ടാൽ കാപ്പിയിടുന്നത് രക്തവെള്ളം. തുണി കഴുകുന്നത് രക്തവെള്ളം. അതിനുശേഷം കുഞ്ഞുങ്ങളെ കുളിപ്പിക്കുന്നത് രക്തവെള്ളം. എന്നാൽ ഇന്ന് രാത്രി രക്ഷയുടെ പെട്ടകത്തിനകത്ത് കടന്ന് ദൈവമക്കൾ പറയണം, ആ വെള്ളം അടുപ്പിനകത്ത് കാപ്പിയിടാൻ കയറുന്നതിന് മുമ്പ്, ആ വെള്ളം ഞങ്ങളുടെ ഹല്ലേലൂയ കുഞ്ഞുങ്ങളുടെ തലയിൽ വീഴുന്നതിന് മുമ്പ്, ആ വെള്ളം ഞങ്ങളുടെ തുണി കഴുകുന്നതിന് മുമ്പ്, ആ രക്തവെള്ളം വീഴുന്നതിന് മുമ്പ് മറ്റൊരു രക്തം മധ്യാകാശത്തിൽ വെളിപ്പെടും. ഇന്നേക്ക് 2000 കൊല്ലങ്ങൾക്ക് മുമ്പ് കാൽവറിയുടെ കൊലക്കളത്തിൽ പാപത്തിന്റെ പരിഹാരത്തിന് വേണ്ടി ഒരു കുഞ്ഞാട് അറുക്കപ്പെട്ടെങ്കിൽ അവന്റെ ചങ്കില ചോരയാൽ വിടുതൽ പ്രാപിച്ച കഴുകൽ പ്രാപിച്ച ദൈവമക്കളെ ചേർക്കുവാൻ ഈ കാലമുറയിൽ കാന്തൻ മധ്യാകാശത്തിൽ വരാറായി. ഇന്ന് രാത്രി പ്രാവച്ചമ്പലമേ, കാലം സമീപമായി, ദൈവരാജ്യം സമീപിച്ചു. മാനസാന്തരപ്പെട്ട് സുവിശേഷത്തിലേക്ക് മടങ്ങിവ. നാഥന്റെ വരവിന്റെ ചിലമ്പൊലികൾ മധ്യാകാശത്തിൽ മുഴങ്ങുവാൻ കാലമായി. ആ കാലത്തിലെ കഷ്ടം കഴിഞ്ഞ് സൂര്യൻ ഇരുളാകും, ചന്ദ്രൻ രക്തതുല്യമാകും, ആകാശത്തിലെ നക്ഷത്രങ്ങൾ താഴേക്ക് വീഴും. അപ്പോൾ മനുഷ്യപുത്രൻ മഹാ തേജസ്സോട് ശക്തിയോട് ആകാശ മേഘങ്ങൾ വരുന്ന നിങ്ങൾ കാണും. 3ാമത്തെ സയൻസ്, ഭൂകമ്പം. എന്താ ഭൂകമ്പം? ശ്രദ്ധയോടെ ഇരിക്കണം, കുഞ്ഞുങ്ങൾ മനസ്സിലാക്കണം. സൂര്യൻ്റെ ആകാശത്തിൽ നിൽക്കുന്ന ഒരു ഘടകമാ ഭൂമി. ഭൂമിയുടെ സയൻസ് കൂടെ PSCക്ക് വരും. എന്താ ഭൂമിയുടെ വിസ്താരം? 51 ലക്ഷം ചതുരശ്ര കോടി കിലോമീറ്റർ. 2 ഭാഗ് വെള്ളം, 36 ലക്ഷം ചതുരശ്ര കിലോമീറ്റർ. 1600 കിലോമീറ്റർ പമ്പരം പോലെ നിൽക്കുന്ന ഭൂമിയിലാണ് നാം ആയിരിക്കുന്നത്. തീർന്നില്ല. 23.5 ഡിഗ്രി സെൻറ്റിഗ്രേഡിൽ ഭൂമി കറങ്ങുന്നു. 23 ആയാൽ ഇവിടെ വെള്ളം കയറും. 24 ആയാൽ തീ പറ്റും. അപ്പോൾ ഭൂമിക്ക് അടിസ്ഥാനം ഇട്ടതാരാ? സന്തോഷമില്ലല്ലോ. ആരെങ്കിലും മഴ പറഞ്ഞാന്നോ പിക്കാസ് എറിഞ്ഞാന്നോ? നാട്ടുകാർ ശ്രദ്ധിക്കാതൊന്നും അല്ല. അതുകൊണ്ട് അയ്യോബിനോട് ദൈവം പറഞ്ഞു, ഞാൻ ഭൂമിക്ക് അടിസ്ഥാനമിട്ടപ്പോൾ നീ എവിടെയായിരുന്നു? സന്തോഷമല്ലല്ലോ. പ്രഭാതത്തിൽ പ്രപഞ്ച നക്ഷത്രങ്ങൾ ഘോഷിച്ചുല്ലസിച്ചപ്പോൾ നീ എവിടെയായിരുന്നു? മകയിരത്തിൻ്റെ രാശിചക്രങ്ങളെ നിനക്ക് ബന്ധിക്കുവാൻ കഴിയുമോ? കാർത്തികയുടെ ചങ്ങലകളെ നിനക്ക് പൂട്ടാൻ കഴിയുമോ? സ്വോത്രം. അപ്പോൾ ഭൂമിക്ക് അടിസ്ഥാനമിട്ട ആചാര്യാരാ?
ആ തിരുവല്ലയിലെ ഗോപിനാഥനാചാര്യല്ല. അതുകൊണ്ടാണ് സ്വർഗം പറഞ്ഞ് ഞാൻ അടിസ്ഥാനപ്പെട്ടപ്പോൾ നീ എവിടെയായിരുന്നു സ്വോത്രം. അങ്ങനെയെങ്കിൽ ഭൂമിക്ക് 3 തട്ട്. കുഞ്ഞുങ്ങൾ കേട്ടോണം. ഭൂകമ്പം ഒന്നാമത്തെ തട്ട് എന്താണെന്നറിയാമോ? ക്രിസ്റ്റ്. 80 കിലോമീറ്റർ വീട്. 80 മുതൽ 2000 വരെ രണ്ടാമത്തെ തട്ട്. അതിൻ്റെ പേരാ മാൻഡിഡ് കട്ടിപ്രതലം. മാൻഡിഡിൻ്റെ താഴെ ഒരു പ്ലേറ്റ് വെച്ചിട്ടുണ്ട്. അതിൻ്റെ പേരാ ടെക്ട്രോണിക് പ്ലേറ്റ്. സങ്കീർത്തനം 104:5 ഭൂമിയെ ഒരു കാലത്തും ഇളകിപ്പോകാതിരിക്കാവുന്നവണ്ണം അതിൻ്റെ അടിസ്ഥാനങ്ങളിൽ ദൈവം നിർമ്മിച്ചിരിക്കുന്നു. ഇതൊക്കെ വായിക്കണം അമ്മേ. ബൈബിള് സയൻസും. യോബിൻ്റെ ഒരു പുസ്തകം മാത്രം വായിച്ചാൽ 100 കണ്ടുപിടുത്ത ലോകത്തിലെ ബൈബിളിന് അതിനകത്ത് കിടക്കുന്നത്. സ്വോത്രം. അതിൻ്റെ അടിയിലൊരു പ്ലേറ്റ് ഉണ്ട്. ആ പ്ലേറ്റ് ഒന്നാമത്തെ പ്ലേറ്റ് ഏഷ്യൻ പ്ലേറ്റ്. തുടങ്ങിയത് കന്യാകുമാരിന്നാണ്. ആ പ്ലേറ്റിൽ കൂടെ നമ്മുടെ രാഹുൽജി ഭാരത് ജോഡോ നടത്തിയ സ്വോത്രം. കാശ്മീർ കഴിഞ്ഞാൽ നേരെ അക്കരെ കയറാം. ഗൾഫ് രാജ്യം തുർക്കി വരെ കിടക്കുന്നു. അതിൻ്റെ പേരാ ഏഷ്യൻ. രണ്ടാമത്തെ പ്ലേറ്റ് പഠിക്കുന്ന കുഞ്ഞുങ്ങൾ തുർക്കി എവിടെ? ന്യൂഡൽഹി, ബർമ, റംഗൂൺ. അത് കഴിഞ്ഞ് ചൈന, ഫിലിപ്പൈൻസ്, UK വരെ കിടക്കുന്ന. അതിൻ്റെ പേരാ ടിബറ്റൻ പ്ലേറ്റ്. സൂര്യൻ്റെ ആകർഷണത്തിൽ നിൽക്കുന്നതാണ്. അങ്ങനെയെങ്കിൽ എന്താ ഭൂകമ്പം? സൂര്യൻ്റെ ആകർഷണം പ്രകാശത്തിൽ വരുമ്പോൾ പ്ലേറ്റ് താങ്ങി നിർത്തും. ഉത്തരദിക്കിന് ശൂന്യതയിൽ ഭൂമിയെ നാസ്തിത്വത്തിൽ ദൈവം തൂക്കി വെച്ചിരിക്കുക. സ്വോത്രം. ഇതെല്ലാം ബൈബിളിനകത്തുണ്ട്. ഇന്ന് രാത്രി എൻ്റെ പ്രിയപ്പെട്ട ദൈവമക്കളെ, ഈ സൂര്യനകത്തുനിന്ന് പ്രകാശം ഭൂമി കിട്ടത്തില്ല. അന്നേരം ഭൂമിക്കൊരു സംഭവം ഉണ്ടാകും. അന്ധകാരം ഭൂമിയെയും കൂരിരുട്ട്. ബാക്കി ബന്ധുക്കോസാരും മിണ്ടുന്നില്ലല്ലോ. ജാതികളെയും മൂടും. ആ സമയത്ത് ഭൂമിയിലടിയിൽ ഈ പ്ലേറ്റിന് കമ്പനം കിട്ടത്തില്ല. പാണ്ടിലോറി വെടിവെച്ചാങ്കോവിൽ കുലുങ്ങുന്ന പോലെ ഒരു കുലുക്കം ഉണ്ടാവും. അതാ യെശയ്യാ 24:19-20 പടുപട പൊട്ടും കിടുകിട ചീറും മത്തനെ പോലെ ചാഞ്ചാടും കാവൽമാടം പോലെ ആടും വിറയ്ക്കും വീഴും അതെഴുന്നേൽക്കയില്ല. ബാക്കി ചിന്നമ്മ വായിച്ചാട്ടെ. അതിൻ്റെ അകൃത്യം അതിന് ഭാരമായി. അതല്ലയോ കേരളം. സന്തോഷമില്ലല്ലോ. അതായില്ലയോ കേരളം. യഹോവ സാക്ഷികളുടെ കൺവെൻഷൻ. ഒരുത്ത ഏത് ഞാഞ്ഞൂലാന്നറിയത്തില്ല. ഒരു പടക്കം 8 എണ്ണം തീർന്നില്ലേ? സ്തോത്രം. അത് കഴിഞ്ഞിട്ട് സ്തോത്രം. തിരുവനന്തപുരം ജില്ല പൂവാറുള്ള പഞ്ചായത്ത് സെക്രട്ടറി CSI എൻ്റെ പരിചയക്കാരി. ആ സാറിനോട് പറഞ്ഞതാ, ഞാൻ പോലീസ് സ്റ്റേഷൻ കയറി ഇറങ്ങാം. ഞാൻ ചോദിച്ചു എന്തുവാ? കൊച്ചിനെ വിറ്റ് 3 മാസം ഉള്ളത്. സ്തോത്രം. അത് കഴിഞ്ഞിട്ട് കേരളം. നിങ്ങൾ നോക്ക്, ചാത്തന്നൂർ ഞങ്ങളുടെ സ്ഥലം. പപ്പൻ ചേട്ടനും അനിതയും അനുപമയും ഒരു കൊച്ചിനെ തട്ടിക്കൊണ്ടുപോയി. ഇതൊന്നുമല്ല പ്രശ്നം, അത് വലിയ കാര്യങ്ങളാണ്. ഇവർ രണ്ടുപേരും എൻ്റെ വീട്ടിൻ്റെ 3 കിലോമീറ്ററേ ഉള്ളൂ. ഭയങ്കര സംഭവം വരാതിരിക്കുന്ന കേരളം ഞെട്ടുന്ന കാര്യം ഈ ലോകത്തെ വെച്ചേക്കും അമ്മമ്മേ. കഴിഞ്ഞ ദിവസം 1.5 വയസ്സുള്ള ഒരു പിഞ്ചു പൈതലിനെ കഴുത്ത് ഞെരിച്ച് ചെറുപ്പക്കാരനും അവക്കുള്ള കാമുകനൂടെ കൊന്നുകളഞ്ഞു. രണ്ടും കിടക്കുന്നു. ആ പഴയ കുഞ്ഞിൻ്റെ അച്ഛനെ തിരക്കി പോലീസ് കളമശ്ശേരി ഫ്രീസറിൽ വെച്ചേക്കുന്നു. ലോക മനുഷ്യാവകാശ ദിനം കേരളം. കണ്ടില്ലേ? ചേട്ടൻ അനിയനെ കൊല്ലുന്നു. മാനത്തോടിരിക്കുന്ന മനുഷ്യൻ. ബാക്കിയെങ്കിലും ദൈവകുഞ്ഞുങ്ങൾ പറ. വിവേകഹീനനായാൽ നശിച്ചു പോകുന്ന മൃഗങ്ങൾക്ക് തുല്യനത്രേ. സ്വോത്രം. ദൈവം വിടത്തില്ല. ഇന്നത്തെ നാട്ടുകാരോട് ഞാൻ പറയുന്നത്, കേരളത്തെ ദൈവം ആദ്യം ന്യായം വിധിക്കും. കൊത്തി മുറത്തി കയറി കൊത്തുന്ന കോഴിയെ അവിടെ അടിച്ചു മാറ്റമില്ല. നമ്മൾ ഈ തമിഴ്നാട്ടുകാരെ പല കുറ്റവും പറയും. ഇവിടെ കൊച്ചുങ്ങളെ അടിച്ചു മാറ്റുന്നില്ല, ബോംബ് വെപ്പുമില്ല, ആര്യമൊന്നുമില്ല. സ്വോത്രം. ഇത്രയും വിദ്യാഭ്യാസമുള്ള കേരളം സ്വന്തം കുഞ്ഞിനെ കൊല്ലുന്നു. 3 മാസമായ കുഞ്ഞിനെ വിഴിഞ്ഞത്ത് വിറ്റ് കാശാക്കുന്നു. കൊച്ചിനെ തട്ടിക്കൊണ്ടുപോകുന്നു. യഹോവ സാക്ഷിക്കാരൻ കൊണ്ടുവന്ന് ടിഫിൻ ബോക്സിനകത്ത് ബോംബ് വെക്കുന്നു. നല്ല കാലം പോയോ അമ്മമ്മേ? സ്തോത്രം. അതുകൊണ്ട് അമ്മച്ചിമാർ രാവിലെ എഴുന്നേറ്റ് പേപ്പർ വായിച്ചിട്ട് നല്ല കാര്യം പറയും. കലികാലം. ഇത് തന്നെ അമ്മാമ്മ ബൈബിളും പറയുന്നത്. ഇത് ദുഷ്കാലമാകയാൽ കരമുയരുന്നില്ലല്ലോ സമയം തക്കത്തിൽ. സ്തോത്രം. അങ്ങനെയെങ്കിൽ എന്താ ഭൂകമ്പം? ശ്രദ്ധയോടെ ഇരിക്കണം. മുല്ലപ്പെരിയാർ ഈ വർഷം 5 ഭൂകമ്പം ഇപ്പം നടന്ന 6ാമത്തെ ഡിസംബറിൽ നടക്കുമെന്ന് ലോകം പറയുന്നു. എന്താ ഭൂകമ്പം? ഭൂമി പടുപട പൊട്ടം കിടുകിടക്കേറും മത്തനെ പോലെ ചാഞ്ചാടും കാവൽമാടം പോലെ ആടും വിറയ്ക്കും വീഴും. അത് എഴുന്നേൽക്കയില്ല. 1970 മുതൽ 80 വരെ 10 ഭൂകമ്പം. ലോകചരിത്ര സെസിമോളജി. 80 മുതൽ 90 വരെ 20 ഭൂകമ്പം. 93-ൽ ആ 90 മുതൽ 2000 വരെ 30 ഭൂകമ്പം. 93-ലെ മുല്ലപ്പെരിയാർ. എന്താ 91? മഹാരാഷ്ട്രയിലെ ലത്തൂർ. ഏഷ്യാനെറ്റിലെ വിനുവോ മനോരമയിലെ ജോണിക്കോ മാതൃഭൂമിയിലെ സ്മൃതിക്കോ അറിയത്തില്ല. നാട്ടുകാർ എഴുതിക്കോ ഇത്. 93 സെപ്റ്റംബർ മാസം 30 മഹാരാഷ്ട്രയിൽ ലത്തൂർ 6.5 പ്ലേറ്റ് കുലുങ്ങി. ആ പ്രാവച്ചമ്പലത്തേക്ക് ആഞ്ഞിൽ കുലുങ്ങുന്നോലെ ആ കമ്പന എവിടെ? മഹാരാഷ്ട്ര, കർണാടക, ഗോവ, മംഗലാപുരം, സുൽത്താൻ ബത്തേരി, നേരെ കൊച്ചി കടൽ. അവിടുന്ന് അടുത്ത വഴി മൂവാറ്റുപുഴ, തൊടുപുഴ, വള്ളക്കടവ്, കാഞ്ചിയാർ, ഉപ്പുതറ, ബേബി ഡാം. അന്ന് രാഷ്ട്രീയക്കാരും കേട്ടോ, എഴുതിക്കോ ചാനലുകാരും. അന്നാ മുല്ലപ്പെരിയാർ. എന്താ മുല്ലപ്പെരിയാർ? തിരുവിതാംകൂർ രാജകുടുംബത്തോട് കേരളം കാണിച്ച കനിവ മുല്ലപ്പെരിയാർ. 999 വർഷം പാട്ടം.
സ്വോത്രം. കമ്പം തേനി ഡിസ്ട്രിക്ട് അണക്കെട്ടുണ്ടാക്കിയ ശാസ്ത്രജ്ഞൻ. PSCക്ക് പരീക്ഷ വരും, കുഞ്ഞുങ്ങൾ എനിക്ക് ചായ മേടിച്ചു തരണം. മുല്ലപ്പെരിയാർ അണക്കെട്ടുണ്ടാക്കിയത് മലയാളിയല്ല, ജോൺ സ്പിന്നർ, ഇംഗ്ലീഷുകാരൻ. സ്വോത്രം. ഉണ്ടാക്കിയിട്ട് പുള്ളി എഴുതി വെച്ച് 50 വർഷം കൊണ്ട് ഇത് പൊളിച്ചോണമെന്ന്. സ്പിന്നർ എന്താ പിന്നെ ചുണ്ണാമ്പ് കളിമണ്ണ് വന്നു. സ്വോത്രം. 50 വർഷം, കൊല്ലം 100 കഴിഞ്ഞ്. ഇനി വീണിട്ട് കർത്താവിനെ കുറ്റം പറഞ്ഞിട്ട് കാര്യമുണ്ടോ? സന്തോഷമില്ലല്ലോ. സ്വോത്രം. മുല്ലപ്പെരിയാർ വീണാൽ എത്ര പേരാ? 45 ലക്ഷം. ഇവിടുത്തെ രാഷ്ട്രീയക്കാരെല്ലാം കരയാൻ പോവുക. 45 ലക്ഷം പേർ മരിക്കും മുല്ലപ്പെരിയാർ. പത്തനംതിട്ട, കോട്ടയം, ഇടുക്കി, അത് കഴിഞ്ഞിട്ട് എറണാകുളം നെടുമ്പാശ്ശേരി എയർപോർട്ട് പ്ലെയിനോട് കൂടി വെള്ളത്തിൽ കിടക്കും. സ്വോത്രം. മുല്ലപ്പെരിയാർ ഒരു ഡാമല്ല, 142 അടി. ഞാൻ പോയതാ മുല്ലപ്പെരിയാർ. സ്റ്റാൻഡിൽ ഇതാ ഇവിടെ ഇരിക്കുന്നവനറിയാം, എൻ്റെ കൂടെ ഉണ്ട്. അത് കഴിഞ്ഞിട്ട് അടുത്ത ചെങ്കളം, അത് കഴിഞ്ഞ് പന്നിയാർ, അത് കഴിഞ്ഞ് പിന്നെ മലങ്കര, പള്ളിവാസൽ. 5 ഡാമാ പടപട വീഴുന്ന ശീമോൻ പാസ്റ്റർ. സ്വോത്രം. നമ്മൾ മുല്ലപ്പെരിയാറെ വായിക്കത്തുള്ളൂ. തല മുല്ലപ്പെരിയാർ, അത് കഴിഞ്ഞാൽ ചെങ്കളം, അത് കഴിഞ്ഞ് പന്നിയാർ, അത് കഴിഞ്ഞ് പള്ളിവാസൽ, അത് കഴിഞ്ഞാൽ മലങ്കര. 5 എണ്ണത്തിലെ വെള്ളം ഇങ്ങോട്ട് ഇറങ്ങിയാൽ യഹോവ വെള്ളത്തെ തൊട്ടൊന്ന് തുറന്നു വിട്ടാലേ, ബാക്കി യോബിനകത്ത് വായിക്കണം, ഭൂമിയെ കീഴ്മേൽ മറിച്ച് കളയും. സ്വോത്രം. ഇതൊക്കെ വരാൻ പോവുക. മുല്ലപ്പെരിയാർ പൊട്ടുമോ? കഴിഞ്ഞ ദിവസം ലെബനോനിൽ ഒരു ഭൂകമ്പം ഉണ്ടായി. 3 ഡാം ഒലിച്ചു പോയപ്പോൾ അമേരിക്കക്കാരൻ ലോകരാജ്യങ്ങളോട് പറഞ്ഞ അടുത്ത മുല്ലപ്പെരിയാറാണ്. പലരും വിളിച്ചു ചോദിച്ചു. പക്ഷേ മുല്ലപ്പെരിയാർ ഇപ്പം പൊട്ടത്തില്ല. നിങ്ങൾ നോക്കണം. ഇടുക്കിയിലൊന്ന് പോകണം. വേണ്ട, ഇടുക്കിയിൽ ഏറ്റവും കൂടുതൽ ഞാൻ CSIയുടെ കൺവെൻഷൻ പ്രസംഗിക്കാൻ പോകുന്നത്. ഇവിടുത്തെ അച്ചായന്മാർ പലപ്പോഴും എന്നെ ഒതുക്കിയപ്പോൾ ഇടുക്കിക്കാർ പറഞ്ഞ് കമ്മിങ് CSI തിരുവനന്തപുരം. സ്വോത്രം. കമ്മിങ് ഇടുക്കി, ഈസ്റ്റ് കേരള, കോട്ടയം. CSIക്കാരെ വിഷമിക്കുന്നില്ല. തൊട്ടടുത്ത് കൊടുമ്പന്നൂർ CSI. അവരെല്ലാ പള്ളികളിലും ഞാൻ പ്രസംഗിച്ചിട്ടുള്ള CSI ഇരിക്കുന്ന എല്ലാ അച്ഛന്മാരും ഉണ്ട്. സുഹൃത്തുക്കളാണ്. ഞാൻ ആരെയും വിമർശിക്കുകയല്ല. ഇവിടുത്തെ ആൾക്കാർ ചിലരെ പേര് വെട്ടാൻ തുടങ്ങിയപ്പോൾ അവിടുത്തെ ബിഷപ്പ് പറഞ്ഞു, தைரியமாட்டு அங்கே வந்திருக்குது, வசனத்தை பேசுகிறது. சோத்திரம். இந்த பிஷப்பினை எங்கள் கசேரின்னு மாற்றி இருக்குது. இப்போ வந்திருக்கிற புதிய பிஷப்பு என் சிநேகிதன். சோத்திரம். இந்த தர்மராஜ் ഇപ്പം വീട്ടിക്ക് പുറത്തായിരിക്കുന്നത്. അയ്യാ സ്വോത്രം. ഇതൊക്കെ 2018 ഞാൻ അവിടെ നിന്ന് ഇറങ്ങിയപ്പം പറഞ്ഞതാ. CSIക്കാർ കേട്ടിട്ടുണ്ട്. അന്ന് പോൾസൺ കൂടെ ഉണ്ടായിരുന്നു. അവനെ വണ്ടി കയറ്റി കളഞ്ഞു. സ്വോത്രം. പോലീസ് കൈവല്ലം വെക്കുമെന്ന് പറഞ്ഞു. പച്ചയ്ക്ക് പറയുന്നത് എനിക്ക് കുഴപ്പമില്ല. സ്വോത്രം. എല്ലാത്തിനും ചുക്കി തരാത്ത കഷായമില്ലല്ലോ. അവനെ പൊക്കി കളഞ്ഞു വണ്ടി കയറ്റി. സ്വോത്രം. ഞാൻ ഒരു മതത്തെയും വിമർശിക്കുകയല്ല. അന്ന് ഞാൻ പറഞ്ഞു, ഉപദേശത്തെ തെറ്റിക്കരുത്, സുവിശേഷത്തിനെ മാനിക്കണം. പറഞ്ഞില്ല. സ്വോത്രം. ഇടുക്കിക്കാർ വിളിച്ച് അവിടെ പോയി ഹൈറേഞ്ചിലാണ്. നിങ്ങൾ കേൾക്കണം ചെറുപ്പക്കാർ അവിടെ പാട്ട് പാടാൻ തുടങ്ങും. വൈകിട്ട് ഹൈറേഞ്ചിലെ ലയത്തിലെ തൊഴിലാളികൾ വേദനയോട് പറയുന്നത്, പാസ്റ്റർമാർ ശ്രദ്ധിക്കണം, ഇടാൻ നല്ലൊരു ഉടുപ്പില്ല, വേലയ്ക്ക് കിട്ടുന്ന ശമ്പളം അവൻ 30 രൂപ പിരിച്ചിട്ട് ജീപ്പിനകത്താണ് വരുന്നത്. പള്ളിയുടെ മുറ്റത്ത് 2 ഇതിനകത്ത് വെച്ചിരിക്കുക, ഈ കൂള ഇതിനകത്ത്, സ്റ്റീൽ ഇതിനകത്ത്, ചായ, ഒരു വട. കുളിക്കാൻ സമയമില്ല. കുറേ മറപ്പുറയെ പോയി അവൻ ഉടുപ്പ് മാറിയിട്ട് വരും. നല്ല സ്റ്റേജില്ല, നല്ല സൗണ്ട് സിസ്റ്റം ഇല്ല. റോയ് പാസ്റ്റർക്കൊക്കെ അറിയാം, ഇടുക്കിയൊക്കെ ആദിവാസി മേഖല. ഒരു കുഞ്ഞ സ്റ്റേജ്, 8 പള്ളിയുടെ കൺവെൻഷൻ ആയിരിക്കും. 7 അച്ഛന്മാർ കാണും. മേൽക്കൂര പോലും കാണത്തില്ല. ഒരു സ്റ്റാൻഡ്, പകുതി പായ, 200 കസേരയും കാണും. ഇവിടെ കൊയർ പാടാൻ നിൽക്കും. അൻപുക്കുള്ള ഇന്നും അധികമായി. പാട്ട് പാടുന്നതിന് വിട്ട് അവൻ മുട്ടുമടക്കി നിലവിളിയാണ്. കേരളത്തിൽ സ്റ്റേജ് കത്തിയാലും എന്തോ നടക്കുന്നെന്ന് നോക്കും. പ്രാർത്ഥിച്ചുകൊണ്ടാൽ മതി. സ്വോത്രം. ഹൈറേഞ്ചിലോട്ട് ചെല്ലണം. ആ തമിഴ്നാട്ടുകാർ തൊഴിലാളികളുടെ പാട്ട്, അപ്പാ അപ്പാ ഉങ്ങൾക്ക് ആരാധന. അവൻ്റെ വലിയ മൊബൈലില്ല, PhD ഇല്ല, അവന് നല്ല ഡ്രസ്സില്ല. പക്ഷേ ദൈവസന്നിധിയിൽ വരുമ്പോൾ അവൻ മുട്ടുമടക്കി പ്രാർത്ഥിക്കും. വരുവീൻ, നമ്മെ നിർമ്മിച്ച യഹോവയുടെ മുൻപിൽ മുട്ടുകുത്തുക. ഇന്ന് രാത്രി ഏത് രാഷ്ട്രീയക്കാരെഴുതട്ടെ, ഏത് നാട്ടുകാരെഴുതട്ടെ, മുല്ലപ്പെരിയാർ നാളെ പൊട്ടുമെന്ന് ഇവിടുത്തെ ചാനലുകാരെഴുതട്ടെ, ഇന്ന് രാത്രി സജൂജാത്തന്നൂർ പറയുന്ന മുല്ലപ്പെരിയാർ ഇപ്പോൾ പൊട്ടാൻ ദൈവം അനുവദിക്കുകയില്ല. എന്താ കാര്യം? ഇസ്രയേലിൻ്റെ പാളയത്തിനകത്ത് മിസ്രൈമിൻ്റെ അടിമത്തത്തിൽ കടന്നപ്പോൾ അവരുടെ കഷ്ടത ഞാൻ കണ്ടു, നിലവിളി ഞാൻ കേട്ടു. പഴയ നിയമത്തിൻ്റെ വിമോചകനായ മോശയുടെ കയ്യിൽ ഒരു ചുള്ളിവടി ദൈവം കൊടുത്ത ഇസ്രായേൽ മക്കളെ മറുകര കടത്തിയെങ്കിൽ ഇന്ന് രാത്രി വചനപ്രകാരം ആത്മാവിലെ സത്യത്തിലും ആരാധിക്കുന്ന ദൈവമക്കൾ ഇടുക്കിയുടെ മണ്ണിനകത്തുണ്ടോ? മുല്ലപ്പെരിയാർ ഇപ്പോൾ പൊട്ടുവാൻ എൻ്റെ ദൈവം അനുവദിക്കില്ല. ഇന്ന് രാത്രി ഞാൻ ചങ്കൂറ്റത്തോട് പറയാം, 45 ലക്ഷം ജനത്തെ വെള്ളത്തിനകത്ത് കൊല്ലുന്നവനല്ല ഞങ്ങളുടെ കരുണാമയനായ ദൈവം. ഒരുപക്ഷെ നാളെ മുല്ലപ്പെരിയാർ പൊട്ട 45 ലക്ഷം മരിക്കാം. എന്നാൽ മുല്ലപ്പെരിയാർ പൊട്ടുന്ന ശബ്ദം നിങ്ങളുടെ ടെലിവിഷനകത്തും TV-ക്കകത്തും മീഡിയയ്ക്കും കാണുന്നതിന് മുമ്പ് മറ്റൊരു ശബ്ദം ഈ തലമുറയിൽ മധ്യാകാശത്തിൽ മുഴങ്ങ്. അതിൻ്റെ പേരാ കർത്താവ് തൻ ഗംഭീരനാദം, പ്രധാന ദൂതന്റെ ശബ്ദം, ദൈവത്തിന്റെ കാഹളം. ക്രിസ്തുവിൽ മരിച്ചവർ മുൻപ് ഉയർത്തെഴുന്നേൽക്കും. ജീവനോടിരിക്കുന്ന നാം അവനെ എതിരേൽക്കുവാൻ ഈ തലമുറയിൽ മധ്യാകാശത്തിൽ എടുക്കപ്പെടും. പ്രാവച്ചമ്പലമേ, കൊടുമ്പന്നൂരേ, മറ്റൊരുത്തനിലും ഇനി രക്ഷയില്ല.
രക്ഷിക്കപ്പെടുവാൻ ആകാശത്തിൻ്റെ കീഴ് ഭൂമിക്ക് മുകളിൽ മനുഷ്യരുടെ ഇടയിൽ നൽകപ്പെട്ട 1.25 1.5 ഏക നാമം. ഇന്ന് രാത്രി പുണ്യ സ്ഥലങ്ങൾ തേടണ്ട, സ്വോത്ര കാഴ്ചകൾ കൊടുക്കണ്ട, ഉരുളലുകൾ നടത്തണ്ട. നെഞ്ചത്ത് കൈവച്ച് ആര് പറയും യേശു എൻ്റെ ഏക രക്ഷകൻ, യേശു എൻ്റെ ഏക കർത്താവ് എന്ന്? രാത്രി നിന്റെ പേര് ജീവന്റെ പുസ്തകത്തിൽ ചേർക്ക്. ജീവപുസ്തകത്തിൽ പേരുള്ളവനെ ചേർക്കുവാൻ യേശു വരാൻ കാലമായി. ആത്മാവ് സഭകളോട് പറയുന്നത് ഇന്ന് രാത്രി ചെവിയുള്ളവൻ കേൾക്കട്ടെ. വായിക്കാം ഒരു വാക്യം, ഇടവേള. ലൂക്കോസ് 21:11 വായിച്ചിട്ട് മനെ. ലൂക്കോസ് 21:11. വലിയ ഭൂകമ്പവും. ഈ വർഷം 5 ഭൂകമ്പം. കേട്ടോണേ, ബൈബിൾ എടുക്കണം മക്കളെ, പത്രം എടുക്കണം. ലിബിയ, ലെബനോൻ, അടുത്ത ഭൂകമ്പം അഫ്ഗാനിസ്ഥാൻ, അടുത്തത് നേപ്പാൾ, ഫിലിപ്പൈൻസ്. കഴിഞ്ഞ ദിവസം ചെന്നൈ ചെങ്കൽപ്പെട്ടും കുലുങ്ങി, വലിയ ഭൂകമ്പം. അടുത്ത് അമ്മാമേ വായിച്ചാട്ടെ. ക്ഷാമവും. അതിന് ദൂരെ പോകണ്ട, സപ്ലൈക്കോയി പോയാൽ മതി. സന്തോഷമില്ലല്ലോ, ബാക്കി നിങ്ങൾ കരം ഉയർത്തിക്കോളൂ. സ്വോത്രം. ക്ഷാമം. അടുത്തത് മഹാവ്യാധികളും. മാമോ അച്ചായോ വരവ് പൊക്കോണം. ഇസ്രയേലിൻ്റെ ഒരു സാധനം ഇരിക്കുന്നു, വൈറ്റ് ഫോസ്ഫറസ്. അത് ഗാസയിലിട്ടിട്ട് ലോകം പേടിക്കുന്നു. അതിൻ്റെ അർത്ഥം നിൽക്കുമ്പോൾ നടു കുനിഞ്ഞു പോകും. വൈറ്റ് ഫോസ്ഫറസ്. രണ്ടാമത്തെ മഹാവ്യാധിയായിട്ട് വേറൊരെണ്ണം പത്രത്തിൽ വാർത്ത വിടത്തില്ല. ചൈനക്കാരന്മാർ കുഞ്ഞുങ്ങൾക്ക് നിമോണിയ. ലാബിൽ നിന്ന് വേറൊരുത്തനോട് ഇറങ്ങി. ചൈനയിൽ 10,000 പരം കേസ്. എല്ലാ കുഞ്ഞുങ്ങൾക്ക് നിമോണിയ. 20 വയസ്സിൽ താഴെയുള്ള. അന്ത്യകാലം, ക്ഷാമം, ഭൂകമ്പം, മഹാവ്യാധി, ഇതെല്ലാം കണ്ണിന് മുൻപിൽ കാണുമ്പോൾ ഇന്ന് രാത്രി കൃപ പ്രാപിച്ച ദൈവമക്കൾ ഒലിവുമലയിൽ യേശു നിൽക്കുമ്പോൾ ഒരു മേഘം താഴേക്ക് വന്നു. മേഘത്തട്ടുകളിൽ യേശു എടുക്കപ്പെട്ടു. ശിഷ്യന്മാരുടെ മുൻപിൽ 2 ദൂതന്മാർ പറഞ്ഞു, ഗലീല പുരുഷന്മാരെ, നിങ്ങൾ ആകാശത്തിലേക്ക് നോക്കി നിൽക്കുന്നതെന്ത്? നിങ്ങളെ വിട്ട് പിതാവിൻ്റെ സന്നിധിയിലേക്ക് പോയ യേശു പോയതുപോലെ മടങ്ങി വരും. അവൻ്റെ മടങ്ങി വരവിൻ്റെ ചിലമ്പൊലികൾ മുഴങ്ങാൻ കാലമായി. നിന്റെ ദൈവത്തെ എതിരേൽപ്പാൻ ഒരുങ്ങിക്കൊള്ളുക. ആരും പോവരുത്. 20 മിനിറ്റൂടെ പ്രഭാഷണമുണ്ട്. ഇപ്പോൾ ഞങ്ങളുടെ കുഞ്ഞുങ്ങൾ പാട്ടുപാടും. കർത്താവിൻ്റെ വേലയ്ക്ക് വേണ്ടി നല്ല ഒരു നന്മ നിങ്ങൾ കൊടുക്കണം. നിങ്ങൾ കരം നീട്ടുന്നതാ ഒരു സുവിശേഷ യോഗം നടക്കുന്നത്. കർത്താവിൻ്റെ വേലയ്ക്ക് വേണ്ടി അനുഗ്രഹിക്കപ്പെട്ട ഒരു നന്മ കൊട്. കുഞ്ഞുങ്ങളിപ്പോൾ പാട്ടുപാടും. ആ സമയത്ത് കാണിക്കെടുക്കും. ആരും പോകരുത്. 20 മിനിറ്റൂടെ പ്രഭാഷണമുണ്ട്. റോയ്മോൻ പാട്ടുപാടുമ്പോൾ സ്വോത്രകാഴ്ച സമർപ്പിക്കാം. പതിനായിരം മണവാളരിൽ സുന്ദരനാണെൻ പ്രിയൻ. 10,000 മണവാളരിൽ സുന്ദരനാണെൻ പ്രിയൻ. 10,000 മണവാളർ സുന്ദരനാണെൻ പ്രിയൻ. 10,000 മണവാളർ സുന്ദരനാണെൻ പ്രിയൻ. കണ്ടാൽ കൊതി തീരാത്ത പ്രിയനെ പോൽ, കണ്ടാൽ കൊതി തീരാത്ത പ്രിയനെ പോൽ, കണ്ടാൽ കൊതി തീരാത്ത സുന്ദര രൂപനെ നീ മതിയേ. കണ്ടാൽ കൊതി തീരാത്ത പ്രിയനെ പോൽ, കണ്ടാൽ കൊതി തീരാത്ത പ്രിയനെ പോൽ, കണ്ടാൽ കൊതി തീരാത്ത സുന്ദര രൂപനെ നീ മതിയേ. സന്തോഷമുള്ളവർ ആ പ്രത്യാശയുടെ ഗാനം കേട്ട്, പ്രിയ റോയ് പാസ്റ്റർ പാടിയ ആ ഗാനം കേട്ട് കരമടിച്ച് ദൈവത്തെ സ്തുതിച്ചാട്ടെ. നമ്മുടെ ഈ ദൈവദാസന്മാർ ഇവിടെ ഇരിക്കുന്നെങ്കിൽ ശരി, തിരുവനന്തപുരത്തുകാർക്ക് വലിയ കുഴപ്പം. ഇപ്പം വന്നിരിക്കുന്ന പാട്ടിനൊന്നും കൈയടിക്കത്തില്ല. അവർ ആ പേർസസ് ജോൺ എങ്ങാനും വരുവാന്നേ കസേരയും കയ്യും എല്ലാം കൂടെ എടുത്ത് അടിക്കും. സ്വോത്രം. എത്ര നല്ല പാട്ട്, പ്രത്യാശയുടെ ഒരു ഗാനം. ദാണ്ട ഈ റോയ്മോൻ വാനവരിൽ സ്തുതിനാദം സദമുടങ്ങും ശാലേമിൽ. ആ പ്രത്യാശയുടെ തുറമുഖത്ത് 10,000 പേരുടെ കൂട്ടത്തിൽ പേർ വിളിക്കുന്ന നാളിൽ ഞാനും എടുക്കപ്പെടും. മക പ്രത്യാശയില്ലല്ലോ. സ്തോത്രം. അതിപ്പോൾ ഇവിടെ ഒരു കുഴപ്പമായിട്ട് വന്നിരിക്കുക. സ്തോത്രം.
പഴയ കുഞ്ഞുങ്ങളെ എല്ലാം വെയിറ്റിംഗ് ഷെഡിലാക്കി വെച്ചിരിക്കുക. കർത്താവ് കോവിഡിന് ശേഷം ഇനി നോക്കാം, ബാക്കി നിൽക്കട്ടെ. ആ കാലത്തിലെ കഷ്ടം കഴിഞ്ഞ് സൂര്യൻ ഇരുളാകും, ചന്ദ്രൻ രക്തതുല്യമാകും, അത്യവൃക്ഷം പെരുങ്കാറ്റുതിർക്കുന്ന ആകാശത്തിൻ്റെ നക്ഷത്രങ്ങൾ. അപ്പോൾ മനുഷ്യപുത്രൻ മഹാ തേജസ്സോടും ശക്തിയോടും ആകാശമേഘത്തിൽ വരുന്നത് കാണും. 3 സയൻസ് പറഞ്ഞു. 2 കാര്യം കൂടെ പറയുമ്പോൾ നിർത്തും. പാട്ടുപാടി ആരാധിക്കും. ആരും പറയും പോകരുതേ മക്കളെ. 2.5 വർഷം നമുക്ക് യോഗമില്ലായിരുന്നു. അപ്പത്തിനായിട്ടുള്ള വിശപ്പല്ല, വെള്ളത്തിനായിട്ടുള്ള ദാഹമല്ല. വചനം കിട്ടാത്തൊരു കാലം വരാറായി. അതിനു മുമ്പ് ഈ വചനത്തിൽ ഉറച്ച് ജീവിക്കുവാൻ ദൈവം ബലം നൽകട്ടെ. നമ്പർ 1 സോളാർ റേഡിയേഷൻ. നമ്പർ 2 വെള്ളം കുടിച്ച് മരിക്കും. വലിയ ഭൂകമ്പം മുല്ലപ്പെരിയാർ തകർന്നതിന് മുമ്പ് കാന്തൻ്റെ കാഹളം കേൾക്കും. 4 വാക്യം കൂടെ അതിവേഗത്തിൽ കുഞ്ഞു വായിച്ച് സഹായിക്കും. വെളിപ്പാട് പുസ്തകം 6, 13, 14, 15 വാക്യങ്ങൾ. 6, 14, 15 വാക്യങ്ങൾ വായിച്ചാട്ടെ. പുസ്തക ചുരുൾ ചുരുട്ടുന്നില്ല. മക്കൾ വായിച്ചാട്ടെ. പുസ്തക ചുരുൾ ചുരുട്ടുന്ന പോലെ ആകാശം മാറിപ്പോയി. അടുത്തത് എല്ലാ മലയും ദീപം സ്വസ്ഥാനത്ത് നിന്ന് ഇളകിപ്പോയി. ഈ രാത്രി കേട്ടോണം, എല്ലാ മലയും ദീപ സ്വസ്ഥാനത്ത് നിന്ന്. ഇതൊരു പാട്ടാ പഴയ കാലത്ത് കുഞ്ഞുങ്ങളൊക്കെ പാടുമായിരുന്നു. ആകാശം മാറും, ഭൂതലവും മാറും, ആദ്യം മുതൽക്കേ മാറാതുള്ളത് ദൈവത്തിൻ്റെ തിരുവചനം മാത്രം. വചനത്തിൻ്റെ വിത്ത് വിതയ്ക്കാൻ പോകാം, സ്നേഹത്തിൻ്റെ കതിരുകൾ കൊയ്യാൻ പോകാം. ആ പാട്ട് വല്ലതും ഉണ്ടോ അമ്മാമ്മേ? அந்த காலம் முடிஞ்சாச்சு. இந்த பெந்திக்கோசார் இயர்ஃபோன் ஏதா பாட்டு പാലാപ്പള്ളി തിരുപ്പള്ളി രാക്കുള്ളരിയറിൻ്റെ ആവാണ് നീ പാടിക്കൊണ്ടിരിക്കുക. കർത്താവ് വരാറായി സോദരം. അതൊക്കെ പോയി എത്ര നല്ല പാട്ട് പണ്ട് കൺവെൻഷന് ഈ തിരുമല കാട്ടാക്കടയൊക്കെ പാടുവരുന്ന എല്ലാം പോയി. ഇന്ന് കേട്ടില്ലേ? അങ്ങനെയെങ്കിൽ മലയും ദൈവസ്വസ്ഥാനത്ത് നിലയിൽ പോകും. ദൈവദാസന്മാരെ, കർത്താവിൻ്റെ വരവാ പ്രസംഗിക്കുന്ന മക്കളെ, കുഞ്ഞുങ്ങളുമായിട്ടും ഒക്കെ വന്ന് അമ്മച്ചിമാരൊക്കെ വന്ന് ദൈവം അനുഗ്രഹിക്കട്ടെ. ഇന്ന് രാത്രി കേട്ടോ മക്കളെ, സ്തോത്രം. സകല മലയും ദൈവം. കോവിഡിൻ്റെ മറവിൽ എത്ര പോയി? അതിന് തൊട്ട് മുമ്പ് അമ്പൂരി നാം കണ്ടല്ലോ. ഒരു മല ഒന്നാകെ പോയി, കുടുംബം തകർന്നു. അടുത്തത് നിലമ്പൂർ കവളപ്പാറ പുത്തുമല, അടുത്തത് ഇടുക്കി പെട്ടിമുടി, അടുത്തത് മുണ്ടക്കയം കൂട്ടിക്കൽ. കോവിഡിൻ്റെ ഈ വർഷം 2023 തുർക്കിയിലെ കമർ ഹോൾസ്. സകല മലയും ദീപം. അടുത്ത വർഷം 2024 ഞാനിപ്പോൾ പറയാം, ലോകം കാണാൻ പോകുന്ന ഏറ്റവും വലിയ സുനാമിയാണ് 2024 വരാൻ പോകുന്നത്. കഴിഞ്ഞ സുനാമി അടിച്ചു, അന്നൊരു ദ്വീപുണ്ടായിരുന്നു. ഇന്ത്യക്ക് നല്ലൊരു സുന്ദരി ഉണ്ടായിരുന്നു, കാവ്യമാധവനല്ല, ആൻഡമാൻ നിക്കോബാർ. 2 അടി താന്നു പോയി. സ്വോത്രം. സകല മലയും ദ്വീപ് സ്വസ്ഥാനത്ത് നിളകിപ്പോയി. ഇനി നേതാക്കന്മാരുടെ കാര്യം ഈ തലമുറയുണ്ട്. കർത്താവ് വരും. വായിച്ചിട്ട് മോനെ അടുത്ത വാക്ക്. ഭൂമിയിലെ രാജാക്കന്മാർ, പ്രധാനമന്ത്രി, മുഖ്യമന്ത്രി, അടുത്തത് സഹസ്രാധിപന്മാരും, MLA, MP. വായിച്ചോ. ധനവാന്മാരും ബലവാന്മാരും സകല ദാസനും സ്വതന്ത്രനും ഗുഹകളിലും കിടക്കുന്ന പെരുങ്കടവിളാലത്തൂർ മുക്കുന്നി മല. അവിടെ ചെന്ന് പാറ തലവീഴം പ്രാർത്ഥിക്കുന്ന ഒരു കാലം വരാൻ പോവാ. മുക്കുന്ന അടുത്ത വായിച്ചാട്ടെ. പാറകളോടും വായിച്ചാട്ട് മനെ. മലപ്പാറകളിലും ചെന്ന് ഒളിച്ചുകൊണ്ട് മലകളോടും പാറകളോടും ഞങ്ങളുടെ മേൽ വീഴുവീൻ. കുഞ്ഞാടിന്റെ കോപം. വായിച്ചാട്ടെ. വായിച്ചു. സിംഹാസനത്തിൽ ഇരിക്കുന്നവന്റെ മുഖം കാണാതെ വണ്ണവും കുഞ്ഞാടിന്റെ കോപം തട്ടാതെ വണ്ണവും. യെസ്, ദ ഡേ ഓഫ് ലോർഡ്. കുഞ്ഞാടിന്റെ കോപ ദിവസം. സകലതും കത്തിയെഴിയാൻ കാലമായി. സാമ്പിൾ തുടങ്ങിയില്ലേ? പ്രളയം വന്നു, അമിത്ഷാ ഹെലികോപ്റ്റർ വന്നു, ഇറങ്ങാൻ പറ്റിയില്ല മംഗലാപുരം. അതിനഴിച്ച് റാന്നിയിൽ MLA കൈ ഉയർത്തി ബിൽഡിങ്ങിൻ്റെ മേളിൽ പ്രൈസ്തലോടല്ല, ശംഖുമുഖത്തുനിന്ന് വള്ളവും ഹെലികോപ്റ്ററിന് സ്വോത്രം. ഇന്നത്തെ പ്രതിപക്ഷ നേതാവ് VD സതീശൻ പരവൂർ മുങ്ങി കൈ ഉയർത്തി. എന്തിനു വേണ്ടി? വള്ളത്തിനും ബോട്ടിനും ഹെലികോപ്റ്ററിനും. സകല നേതാക്കന്മാരും കസേര വിടും. അന്നവരെ മരണത്തിനു വേണ്ടി ഓടും. ബാക്കി ഞാൻ തൊടുന്നില്ല. വിശുദ്ധ വെളിപ്പാടിൽ എഴുതിയിട്ടുണ്ട്, അക്കാലത്ത് അവർ മരണം അന്വേഷിക്കും. മരണം അവർ കാൺകയില്ല താനും. കരമുയർത്തുന്നവർക്കായി പ്രകൃതിയുടെ ദുരന്തം വരുമ്പോൾ ഇവിടുത്തെ നേതാക്കളും ന്യായാധിപന്മാരും സൈന്യാധിപന്മാരും എല്ലാം നിലവിളിച്ചോടുന്ന കാലം. തൊടാം. നമ്മുടെ കേരള മുഖ്യമന്ത്രി സഖാവ് പിണറായി വിജയൻ ദാണ്ട വിഴിഞ്ഞത്തെ ഓക്കി ചുഴലിക്കാറ്റടിച്ച് എല്ലാ ചാനലും ഇപ്പോഴും കാണിക്കുന്നുണ്ട്. അവിടെ ചെന്നപ്പോൾ ജനമിളകി മുഖ്യമന്ത്രിയുടെ മുമ്പിൽ. അന്ന് ADGP, ഇന്നത്തെ ഇന്റലിജൻസ് ADGP മനോജ് എബ്രഹാം ഉണ്ടായതുകൊണ്ട് പുള്ളി വണ്ടി കയറ്റി വീട്ടിൽ വന്നെങ്കിൽ ഇനി നേതാക്കന്മാർക്ക് സ്വസ്ഥതയില്ലാത്ത കാലം ഇവിടെ വരാൻ പോകുന്നു. ഇനി കുറഞ്ഞൊന്ന് കഴിഞ്ഞിട്ട് ഞാൻ ആകാശത്തെ ഇളക്ക്, ഞാൻ ഭൂമിയെ ഇളക്ക്. മിണ്ടുന്നില്ലല്ലോ. ഞാൻ കരയെ ഇളക്ക്, ഞാൻ കടലിനെ ഇളക്ക്, ഞാൻ സകല ജാതികളെയും ഇളക്ക്. വച്ചായാതാ കോവിഡ് അമേരിക്കയിൽ ഒഗിയോ കടപ്പുറം മുതൽ കന്യാകുമാരി തേങ്ങാപട്ടണം വരെ സകല ജാതികളും ഇളകിയെങ്കിൽ ഇതിൻ്റെ നടുവിൽ ഒരു മനോഹര വസ്തു വരാറായി. ആരാ മനോഹര വസ്തു? യേശു ക്രിസ്തു മടങ്ങി വരാറായി. യേശു ക്രിസ്തു പെന്തിക്കോസിന്റെ ദൈവമാണോ? യേശു ക്രിസ്തു CSയുടെ ആണോ? മാർത്തോമയുടെ ആണോ? ലൂതറിന്റെ ആണോ?
ഹൈന്ദവന്റെ ആണോ? അല്ല അല്ല. കൺവെൻഷന്റെ ആദ്യ രാത്രി അവനെ കൈക്കൊണ്ട് അവന്റെ നാമത്തിൽ വിശ്വസിക്കുന്ന ഏവർക്ക് ദൈവമക്കളാകുക. പണ്ഡിതന്റെ ദൈവമല്ല, പാമരന്റെ ദൈവമല്ല, മുതലാളിയുടെ ദൈവമല്ല, തൊഴിലാളിയുടെ ദൈവമല്ല. ഇന്ന് രാത്രി ആര് ഈ പട്ടണത്തിൽ കൈ ഉയർത്തു? എന്താ? എൻ്റെ പാപത്തിന്റെ പരിഹാരത്തിന് വേണ്ടി 2000 കൊല്ലങ്ങൾക്ക് മുമ്പ് കാൽവറിയുടെ കൊലക്കളത്തിൽ ഒരു കുഞ്ഞാട് അറുക്കപ്പെട്ടെങ്കിൽ അവന്റെ ചങ്കിലെ ചോരയാൽ ഇന്ന് രാത്രി എന്നെ ഒന്ന് കഴുകണമെന്ന് ആര് പ്രാർത്ഥിക്കോ? അവന്റെ പേര് ജീവന്റെ പുസ്തകത്തിൽ ചേർക്ക്. രണ്ടാമത്തെ സൈൻ, സകല മലകളും ദൈവസ്വസ്ഥാനത്ത് നിളകിപ്പോകും. അതിനുശേഷം എന്താ സംഭവിക്കുന്നത്? ഇന്ന് രാത്രി നേതാക്കന്മാർ കസേര വിട്ടോടും. ഇതിൻ്റെ നടുവിൽ പറയണം, രാജാക്കന്മാരുടെ രാജാവായി കർത്താവ് വരാനും പോവുക. അടുത്ത വാക്യം, ഈ തലമുറയിൽ കർത്താവ് വരുമോ? അതിനുവേണ്ടി യോഗ സംഘടിപ്പിച്ച് എസെക്കിയേൽ പ്രവചനം 14, 21, 22 ബൈബിൾ എടുത്താട്ട് ചേച്ചിമാരും ചേട്ടന്മാരും എല്ലാം നോട്ട് ചെയ്ത് നാളെ അയൽക്കാരോട് പറയണം, പേപ്പറും വായിക്കണം. ഈ തലമുറയിൽ കർത്താവ് വരുമോ? യെരൂശലേമിൽ നിന്ന് മനുഷ്യരെയും മൃഗങ്ങളെയും, വായിച്ചാട്ട് കുഞ്ഞേ, യെരൂശലേമിൽ നിന്ന് മനുഷ്യരെയും മൃഗങ്ങളെയും ഛേദിച്ച് കളയേണ്ടത്. എസെക്കിയേൽ പ്രവചനം 14, 21, 22 വാക്യങ്ങൾ. യഹോവയായ കർത്താവ്, ഞാനല്ല, ഷർജൻ പാസ്റ്റല്ല, ഷിമോൻ പാസ്റ്റല്ല, വചനം. യഹോവയായ കർത്താവ്, ഞങ്ങൾ ആരുമല്ല, ഇപ്രകാരം അരുളി ചെയ്യുന്നു. ഈ ബൈബിൾ നാട്ടുകാരെ കേൾപ്പിക്കണം. ഇപ്രകാരം അരുളി ചെയ്യുന്നു, യെരൂശലേമിൽ നിന്ന് മനുഷ്യരെയും മൃഗങ്ങളെയും ഛേദിച്ച് കളയേണ്ടതിന്. അത് കേരളത്തിലേക്ക് മാറ്റിക്കൊടു. യെരൂശലേം അവിടെ നിൽക്കട്ടെ, കേരളത്തിലേക്ക് മാറ്റിക്കൊടു. അടുത്തത് വാൾ. ഒന്നാമത്തെ സംഭവം, ദാണ്ട ഏലത്തൂര് ട്രെയിൻ സ്ഫോടനം. ഡൽഹി കിടക്കുന്ന ഒരുത്തം വന്ന് കമ്പാർട്ട്മെന്റ്, അവന്റെ പരിപാടി മട്ടന്നൂരിൽ ബയോ പ്ലാന്റ് തീ വെക്കാനായിരുന്നു. സ്വോത്രം. ഇതൊക്കെ എന്തെല്ലാം കാര്യമുണ്ട്. യഹോവ സാക്ഷികളുടെ ഇടയ്ക്ക് ഒരു മാർട്ടിൻ ഞാഞ്ഞൂല്, അതൊന്നുമല്ല. ആരൊക്കെ എന്തൊക്കെ പറഞ്ഞാലും പോലീസുകാർ സുഹൃത്തുക്കളായാലും കേൾക്കട്ടെ, ഒരുവൻ വിചാരിച്ചാലൊന്നും 8 പേരൊന്നും തട്ടാൻ പറ്റത്തില്ല. യവന്റെ പിൻപിൽ ആര് ചോറ്റുപാത്രത്തിനകത്ത് ലിഥിയം വെച്ചിട്ട് യഹോവ സാക്ഷികളുടെ മാർട്ടിൻ ഞാഞ്ഞൂലാന്നോ? കേരളം ഞെട്ടിയില് 8 എണ്ണം വാൾ. സ്വസ്ഥതയുണ്ടോ? അതുകൊണ്ട് കൺവെൻഷൻ കൂട്ടങ്ങൾക്ക് പോലെ ആൾ കുറവ്. വാൾ. അടുത്തത് ക്ഷാമം. ശ്രീലങ്കയിൽ ചെന്നാൽ മതി, 484 രൂപയുള്ളൂ 1 കിലോ അരിക്ക്. പാലിന് 284 രൂപ. ചിന്നമ്മയെ പ്രാർത്ഥിച്ചോ, സ്തോത്രം, തീരാറായി. അടുത്ത വാക്ക് വായിച്ചോ, ദുഷ്ടമൃഗം. 5 അണ്ണന്മാർ കേരളത്തിൽ ഇറങ്ങിയില്ലേ? മുഖ്യമന്ത്രിക്ക് സ്വസ്ഥത ഉണ്ടായിരുന്നു, പാർട്ടി നേതാക്കൾക്ക് സൂത്രം ഉണ്ടായിരുന്നു. 4 ചേട്ടന്മാർ, പഞ്ചപാണ്ഡവന്മാർ 5 പേർ, 4 ഇടുക്കി, അരിക്കൊമ്പൻ, ചക്കക്കൊമ്പൻ, മാങ്ങാക്കൊമ്പൻ. സ്വോത്രം. അത് കഴിഞ്ഞ് പടയപ്പ, അവൻ്റെ മൂത്ത ചേട്ടൻ പാലക്കാട് PT7. 5 ചേട്ടന്മാർ റോഡിൽ ഇറങ്ങിയില്ലേ അമ്മമ്മ? സ്വോത്രം. ഇതൊക്കെ വായിരി തലമുറ കർത്താവ് വരുമോ? ദുഷ്ടമൃഗം സകലത് ഇറങ്ങിയില്ലേ? നെയ്യാറിന്ന് കരടി 20 കിലോമീറ്റർ പുനലാലിന് സോമൻ ചേട്ടൻ്റെ വീട്ടിൽ വന്നെന്ന്. സ്വോത്രം. ആട്ടോയും പിടിച്ചില്ല, നെയ്യാർ ഡാം ബസ്സിൽ കയറിയില്ല. കഴിഞ്ഞ ദിവസം പുല്ലാലി ഞാൻ കണ്ടത്. സ്വോത്രം. കരടിക്കുട്ടം വന്നെന്ന്. സ്വോത്രം. തീർന്നില്ല. ദുഷ്ടമൃഗം ഇറങ്ങുമോ? ആയൂരി ഒരു അച്ചായൻ രാവിലെ IPC കാരനെ പാലെടുത്തുകൊണ്ടിരുന്നത്, എവിടുന്നെന്നറിയത്തില്ല, കാട്ടുപോത്ത് വന്ന് അച്ചായനെ കൊന്ന്. അത് കഴിഞ്ഞ് എരുമേലി. അടുത്തത് റെഡിയാക്കിയില്ലേ? സ്വോത്രം. എന്നും പുലിയെ സീരിയലിൽ കറുത്തമത്ത് കാണുന്നതാണ്. കഴിഞ്ഞ ദിവസം ബോംബെ സൈറ്റിൽ കുഞ്ഞുമായിട്ട് ഡയറക്റ്റ് കാണാൻ വന്നെന്ന്. സ്വോത്രം. അത് കഴിഞ്ഞ് ബാംഗ്ലൂർ ടൗണിൽ ക്രിക്കറ്റ് നടക്കുന്നിടത്ത് പുലി എല്ലാവർക്കും വന്ന് പ്രൈസലോട് കൊടുക്കാൻ നിൽക്കുന്നെന്ന്. സ്വോത്രം. കേരളം കണ്ടില്ല? കഴിഞ്ഞ ദിവസം കടുവ വയനാട്ടിൽ. പ്രാർത്ഥിച്ചോ, ഇവിടെ ഇറങ്ങും ഇതൊക്കെ. വയനാട്ടിൽ കടുവ സുഖമായിട്ട് ഇറങ്ങിയെന്ന്. സ്വോത്രം. CSIയിൽ ഒരു ചെറുപ്പക്കാരൻ മ്യൂസിയം സ്റ്റേഷനിൽ നല്ല ഉദ്യോഗസ്ഥനാണ്. പേര് പറഞ്ഞ ഇവർക്ക് നാട്ടുകാർക്ക് അറിയാം, പറയത്തില്ല. ഒരു ദിവസം ഞാൻ 11:30 കഴിഞ്ഞ് കൺവെൻഷൻ പ്രസംഗിച്ച് വീട്ടിൽ ചെന്നപ്പോൾ 12:45 എങ്ങാണ്ടായി. അവിചാരിതമായിട്ട് വിളിക്കുന്നവരെ പള്ളിയിൽ പ്രസംഗിച്ചതാ. പാസ്റ്റർ എനിക്ക് വേണ്ടി പ്രാർത്ഥിക്കണമെന്ന്. ഞാൻ ചോദിച്ചു, കുഞ്ഞിന് രോഗമാണോ? മോൻ എന്താ കാര്യം പറ. അപ്പോൾ അവൻ പറയാം, കാഴ്ച ബംഗ്ലാവിൽ നിന്ന് ഒരു കുരങ്ങൻ ചാടിപ്പോയി, എങ്ങനെങ്കിലും കൂട്ടിക്കയറാൻ പ്രാർത്ഥിക്കണമെന്ന്. സ്വോത്രം. മ്യൂസിയം സ്റ്റേഷന് ഉറക്കമില്ല. സ്വോത്രം. അവൻ പറയുന്ന ആളുടെ പേര് ഞാൻ വെളിപ്പെടുത്തുന്നില്ല, CSIക്കാരൻ. സ്വോത്രം. അത് കടുത്ത കൈ കേൾക്കണം. ഈ തലമുറ വരുമോ? ഇടുക്കി കൊന്നത്തടി CSI വർഷങ്ങളായിട്ട് ഞാനാണ് പ്രസംഗിക്കുന്നത്. 4 ദിവസം ഈ വർഷവും വിളിച്ചിട്ടുണ്ട്. ഈ കഴിഞ്ഞ ദിവസം ജോർജ് ചന്ദ്രൻ അച്ഛൻ, നല്ല അച്ഛൻ, വളരെ ദൈവികമുള്ള അച്ഛൻ, എന്നെ വിളിച്ചിട്ട് പറഞ്ഞു, കഴിഞ്ഞ വർഷത്തെ പ്രസംഗം വെച്ചൊരു കടുത്ത് പോയി പാസ്റ്റർ. ഞാൻ പറഞ്ഞു, ഞാൻ ആരെ ഒന്നും പറഞ്ഞില്ലല്ലോ അച്ചോ, അല്ലേ തന്നെ ശരീര സുഖമല്ല, വല്ലവനെ കയറി താങ്ങിയാൽ പിന്നെ നിങ്ങൾ എന്നെ ചുമക്കേണ്ടി വരും. ഞാൻ മിണ്ടിയില്ല. അപ്പോൾ പറയാം, പാസ്റ്റർ കാട്ടുമൃഗം ഇറങ്ങുമെന്ന് പറഞ്ഞു. പുലി ഇടുക്കി മലയിൽ നിന്ന് ഇറങ്ങി വന്നിട്ട് പള്ളിയുടെ മതിലെ ഫിംഗർ പ്രിൻ്റ് ആധാർ കൊടുത്തിരിക്കുന്നത് ഞാൻ സ്ഥലത്തുണ്ടെന്ന് വിഷമിക്കേണ്ടെന്ന്. സ്വോത്രം. ഇടുക്കി കൊന്നത്തടി പോരെ. കാട്ടുമൃഗം സകലതും അന്ത്യകാലത്ത് ഇറങ്ങും മക്കളെ. ഇത് അന്ത്യകാലമായി. കാട്ടുമൃഗം. അടുത്ത മഹാവ്യാധി, മഹാമാരി. അതാ ഇന്നത്തെ ചുവന്ന ഫോസ്ഫറസ്. ഇനി ഞാൻ പ്രാവച്ചമ്പലത്ത് വരുമ്പോൾ അത് വായിച്ചാൽ നിങ്ങൾ കരയും. ഇസ്രയേൽ പലസ്തീൻ്റെ മണ്ടയിൽ കുടഞ്ഞുകൊണ്ടിരിക്കുന്നത് ചുവന്ന ഫോസ്ഫറസ്. നടു കുനിയുന്നു. അതിൻ്റെ മഹാമാരികൾ ഇനി വരുമ്പോൾ കോവിഡിന് ശേഷം ഇത് 4 എണ്ണവും കൂടെ കണ്ട തലമുറ എവിടെ ഇരിക്കുന്നത്? വായിച്ചാട്ടെ. എന്നിങ്ങനെ അനർത്ഥകരമായ ന്യായവിധികൾ നാലും കൂടെ അയച്ചാലോ? കോവിഡിന് ശേഷം പത്രത്തിലും TV യിലും കണ്ട കുഞ്ഞുങ്ങളാ നിങ്ങൾ.
ഇതിൻ്റെ നടുവിൽ നമ്മുടെ പ്രത്യാശ, ദൈവസഭയുടെ പ്രത്യാശ. അതിനാ പ്രാവൻ ചെമ്പലത്ത് കർത്താവിന്റെ ദാസനെ കൺവെൻഷൻ വെച്ചത്. വായിച്ചാട്ട് മോനെ അടുത്ത വാക്ക്. എന്നാൽ പുറപ്പെട്ട് പോരുവാനുള്ള പുത്രന്മാരും പുത്രിമാരും ആയ ഒരു രക്ഷിത ഗണം അതിൽ ശേഷിച്ചിരിക്കും. കരമുയർത്തിയാട്ടെ. ഇതിന്റെ നടുവിൽ പുറപ്പെട്ടു പോരാനുള്ള പുത്രന്മാരും പുത്രിമാരുമായി രക്ഷിത ഗണം. രാത്രി പുറപ്പെട്ട് പോകണമെങ്കിൽ ഒരു ടിക്കറ്റ് വേണ്ടേ? മിണ്ടുന്നില്ലല്ലോ. ബോംബെ പോണേ ട്രെയിൻ ടിക്കറ്റ് വേണം, ദുബായ് പോണേ പ്ലെയിൻ ടിക്കറ്റ് വേണം. ഇന്ന് രാത്രി എനിക്ക് തമ്പാനൊന്ന് ജാത്തന് പോണേ ഒരു ബസ്സിൻ്റെ ടിക്കറ്റ് വേണം. അപ്പം നിത്യതയിൽ പോകണമെങ്കിൽ ഒരു ടിക്കറ്റ് വേണം. അതാ ഞങ്ങളുടെ സുവിശേഷ യോഗം. തമ്പാനൂരിൽ ചെല്ലുമ്പോൾ തൊട്ടടുത്ത് 10 രൂപ കൊടുത്താൽ റെയിൽവേ സ്റ്റേഷനിൽ ഒരു ടിക്കറ്റ് കിട്ടും. പ്ലാറ്റ്ഫോം 10 രൂപ. തമിഴ്നാട്ടുകാരുടെ കടയിൽ പോയി ചാപ്പാടും കഴിക്കാം, പരിപ്പോടെയും ചായയും കഴിക്കാം. ട്രെയിനിൽ കയറാൻ പറ്റത്തില്ല മക്കളെ. മേലെ നില ചെല്ലുമ്പോൾ സൈഡിലിരിക്കുന്ന പോറമെടുത്ത് പെൺകൊച്ചിന് പൂരിപ്പിച്ചു കൊടുക്കണം. എനിക്ക് തൃശ്ശൂർ വരെ പോകണം, ഒരു ട്രെയിൻ ടിക്കറ്റ്. പെൺകൊച്ച് വണ്ടി നമ്പർ പേരും പറഞ്ഞു തരും, എഴുതി കൊടുക്കണം. തൃശ്ശൂർ വരെ സ്ലീപ്പർ S3 SLR 3 സീറ്റ് നമ്പർ 20. പെൺകൊച്ച് പറയും മൊബൈൽ നമ്പർ കൂടെ എഴുതാൻ. പണം മേടിക്കും, മൊബൈലിൽ മെസ്സേജ് വരും. SLR 3 സീറ്റ് നമ്പർ 20. ട്രെയിൻ ഏതാ? മുംബൈ കന്യാകുമാരി. ആ ടിക്കറ്റ് മേടിച്ച് താഴെ നിൽക്കുമ്പോൾ ഒരു അനൗൺസ്മെന്റ് കേൾക്കാം. यात्रियों श्रद्धा ध्यान के लिए कन्याकुमारी से मुंबई जाने वाला जयंती जनता 9:30 बजे 1 नंबर प्लाറ്റ്ഫോം में आएगा. യാത്രക്കാരുടെ ശ്രദ്ധയ്ക്ക് കന്യാകുമാരിയിൽ നിന്ന് മുംബൈ വരെ പോകുന്ന ജയന്തി ജനത 9:30 1 നമ്പർ പ്ലാറ്റ്ഫോമിൽ വരുന്നതായിരിക്കും. 1 ഒരു അനൗൺസ്മെന്റ്, 2 ഡിസ്പ്ലേ, 3 മൊബൈൽ അലർട്ട്. ആരുടെയാ? ഒറിജിനൽ സ്ലീപ്പർ എടുത്തവൻ്റെ, പ്ലാറ്റ്ഫോം ടിക്കറ്റ് എടുത്തവൻ്റെ കയ്യിൽ അലർട്ടുണ്ടോ? അവൻ തമിഴിൻ്റെ ഇടയിൽ ചായം കുടിച്ചുകൊണ്ടിരിക്കും. സ്വോത്രം. അതുകൊണ്ട് 100 കണക്കിന് പ്രസംഗം കേട്ടിട്ട് ഇതുവരെ നീ പ്ലാറ്റ്ഫോം ടിക്കറ്റ് എടുത്ത് കയ്യിൽ വച്ചാൽ നീ അക്കര നാട്ടിൽ കടക്കത്തില്ല. എന്നാൽ ഇന്ന് രാത്രി രക്ഷയുടെ ടിക്കറ്റ് കരസ്ഥമാക്കിയാൽ മേഘങ്ങളെ തേരാക്കി അവൻ കാറ്റിൻ ചിറകിന്മേൽ സഞ്ചരിക്കുന്നു. നമ്മുടെ നാഥൻ വരാറായി. ചൂളമടി തുടങ്ങി. സ്വർഗീയ കമ്പാർട്ട്മെന്റുകൾ ഇളകി വരാൻ കാലമായി. ഇന്ന് രാത്രി മടങ്ങി വരിക. പഴയ നിയമത്തെ അവസാനിപ്പിക്കാൻ പോവുക. പഴയ നിയമത്തിൽ ഒരു പൈതൽ പാപം ചെയ്താൽ, ഈ വാക്കെങ്കിലും കേട്ട് ഇന്ന് രാത്രി മാനസാന്തരപ്പെടും. പഴയ നിയമത്തിൽ ഒരു പൈതൽ പാപം ചെയ്താൽ പാളയത്തിനകത്ത് കൊണ്ടുവന്ന് കല്ലെറിഞ്ഞു കൊല്ലണം. ഒരപ്പന് 2 മക്കളുണ്ടായിരുന്നു. ഒരുത്തൻ്റെ പേര് ധൂർത്തപുത്രൻ നാം. അവൻ പോയി കാശും മുതലും മേടിച്ച് നാഗർകോവിലോ കന്യാകുമാരിയിൽ പോയി കൂട്ടുകാരെല്ലാം ഉണ്ടായിരുന്നു. എല്ലാം കഴിഞ്ഞപ്പം കുലശേഖരത്ത് കിടക്കുക പന്നിയുടെ കൂട്ടത്തിൽ. സ്വോത്രം. സൗന്ദര്യം പോയി. 20 കൊല്ലമായിട്ട് ഒരു ഉടുപ്പാണ് കിടക്കുന്നത് അവൻ്റെ ഉടുപ്പ്. സ്വോത്രം. ആരാണ്ട് പറഞ്ഞതും വഴി കേട്ടതും വചനം ഓർത്ത് അപ്പൻ്റെ വീട്ടിലെ കാത്തിരിപ്പ് യോഗം. ആരോടും ചോദിച്ചില്ല, നടക്കാൻ തുടങ്ങി. അപ്പൻ്റെ വീട്ടിലേക്ക് നടന്നു വരുമ്പോൾ ദൂരെ നിന്ന് അപ്പൻ ഈ മകനെ കണ്ടു. ആ 20 കൊല്ലം കഴുകാത്ത മുഷിഞ്ഞ കുപ്പായാട്ടാവും വരുന്നത്. എൻ്റെ പ്രസംഗത്തിൻ്റെ പരിസമാപ്തി. പക്ഷേ അപ്പൻ അവനോട് പറഞ്ഞില്ല പുതിയ കുപ്പായം ഇട്ടുകൊണ്ട് വരാൻ. മടങ്ങി വന്നവൻ്റെ കുപ്പായം നോക്കിയല്ല, അവനെ മാറോട് ചേർത്തണച്ചു. ഇതാണ് ക്രൂശിൻ്റെ സ്നേഹം. വചനം മനസ്സിലാകുന്നവർക്കായി ആ കരമൊന്ന് ഉയർത്തിയാട്ടെ. ഇന്ന് രാത്രി നീ ഒരു മദ്യപാനത്തകത്ത് തകർന്നതാണോ? മയക്കുമരുന്നിൽ വീണു പോയതാണോ? ആത്മഹത്യക്ക് വേണ്ടി കൊതിക്കുന്നതാണോ? അവസാന മോമെന്റ് നീ എഴുന്നേറ്റ് നിന്റെ മുഷിഞ്ഞ വസ്ത്രവുമായി അപ്പൻ്റെ അടുക്കലേക്കൊന്നും മടങ്ങി വന്നാൽ, നിന്റെ PhDയും പാരമ്പര്യമല്ല നോക്കുന്നേ, മുഷിഞ്ഞ ഡ്രസ്സുള്ള മകനെ അപ്പൻ മാറോട് അണച്ചു. ഇതാണ് കാൽവറിയിലെ സ്നേഹം. അപ്പൻ പറഞ്ഞൊരു കാര്യമുണ്ട്, ഈ മകൻ മരിച്ചവനായിരുന്നു. എന്നിട്ടൊരു കാര്യം, അകത്തവനെ കയറ്റിയപ്പോൾ പഴയ ഉടുപ്പ് മാറ്റി. മിണ്ടുന്നില്ലല്ലോ. ആ ഉടുപ്പ മണിയറെ കയറിയവൻ രക്ഷയുടെ വസ്ത്രം ധരിക്കണം. വചനം മനസ്സിലാകുന്നവർക്കായി ഒന്നാമത്തെ ആദം, ഓ ഹല്ലേലൂയ, ഏദന്റെ പൂങ്കാവനത്തിൽ സർപ്പം ഹവ്വയെ ഉപായത്തിൽ ചതിച്ചു. രക്ഷയുടെ വസ്ത്രം നഷ്ടപ്പെടുത്തിയപ്പോൾ ഒടുക്കലത്തെ ആദം കാൽവറിയുടെ കൊലക്കളത്തിൽ പാപത്തിന്റെ പരിഹാരത്തിന് വേണ്ടി അവൻ്റെ ശരീരം നുറുക്കപ്പെട്ടെങ്കിൽ അവൻ്റെ ചങ്കിലെ ചോരയാൽ രക്ഷയുടെ വസ്ത്രത്തെ ഉള്ളവനെ ചേർക്കുവാൻ സ്വർഗീയ മണിയറയുമായി യേശു വരാറായി. താങ്കൾ ഒരു ഭാവിയാണോ? ജീവിതത്തിൽ തകർന്ന കുഞ്ഞാണോ? മടങ്ങി വാ. ഇന്ന് രാത്രി സ്വർഗത്തിലെ അപ്പൻ താങ്കളെ മാറോട് ചേർക്കും. ഈ പ്രമാണത്തിൻ്റെ പേര് ന്യായപ്രമാണമല്ല, കൃപയുടെ പ്രമാണം. ക്രൂശിൻ്റെ വചനം നശിച്ചു പോകുന്നവർക്ക് പോഷത്വം, എന്നാൽ രക്ഷിക്കപ്പെടുന്ന നമുക്കോ ദൈവശക്തി. ആ വചനം ഇന്ന് ആയിരങ്ങളിലേക്ക് ഇറങ്ങട്ടെ.
പ്രാവച്ചൻ ബലത്തിൽ ഉണർവുണ്ടാകട്ടെ. ചില മുഷിഞ്ഞ ഉടുപ്പുള്ളവർ ഈ കൺവെൻഷൻ പ്രാർത്ഥിച്ച് അവസാനിക്കുമ്പോൾ അപ്പൻ്റെ വീട്ടിലേക്ക് മടങ്ങി വന്ന് രക്ഷയുടെ ഉടുപ്പ് നേടി മണിയറയ്ക്കകത്ത് കാല് കുത്തുവാൻ പരിശുദ്ധാത്മാവ് ചില കരങ്ങളെ ഈ ദിവസങ്ങളിൽ എടുത്ത് ഉപയോഗിക്കുന്ന രാത്രിയായി മാറട്ടെ. അവസാനിപ്പിക്കാൻ പോയി ഈ തലമുറയിൽ കർത്താവ് വരാൻ പോകുന്നു. ഇന്ന് രാത്രി പ്രിയപ്പെട്ട ദൈവമക്കളെ, സ്തോത്രം. അമേരിക്കയിലെ നാസ, ആ കുഞ്ഞുങ്ങൾ എഴുതിയാട്ട PSC, നാഷണൽ എയറോനോട്ടിക്കൽ സയൻറ്റിഫിക് അഡ്മിനിസ്ട്രേഷൻ, അതാ ഇന്ത്യയുടെ ISROയുടെ കണക്ക് നാസയുടെ സൂര്യനെ പറ്റി പഠിക്കുന്ന ഒരു വല്യപ്പനുണ്ട്. ആ വല്യപ്പൻ്റെ പേരാ ബെർക്കലി. കാലിഫോർണിയയിലെ ബെർക്കലി ക്യാമ്പസ് ഇരിക്കുന്ന ഫ്രാങ്കിൽ. അദ്ദേഹം പറയുന്നത് 2040 ഈ സൂര്യൻ ഉറങ്ങാൻ പോവാന്ന്. സ്വോത്രം. ഇനി അധികം നാളില്ല. ഇന്ത്യയുടെ ISROയുടെ ചെയർമാൻ, അദ്ദേഹത്തിൻ്റെ പേരാ ആലപ്പുഴക്കാരൻ നായർ സാർ. അദ്ദേഹമാണ് ഡോക്ടർ സ്വാമിനാഥ്. അദ്ദേഹം വന്ന ഉടനെ എന്താ പറഞ്ഞതെന്നറിയാം? ആലപ്പുഴക്കാരൻ നായർ സാർ പറഞ്ഞെന്താ? ഭൂമിക്കധികം ആയുസില്ല, ഇനി മനുഷ്യൻ അന്യഗ്രഹങ്ങളിലേക്ക് പോകണമെന്ന് പറഞ്ഞ് ഞങ്ങളല്ല, ISRO ചെയർമാൻ ആലപ്പുഴക്കാരൻ നായർ സാർ. ഇന്ന് രാത്രി നിങ്ങൾ കേൾക്കണം. ബൈബിളിനകത്തുണ്ടോ? ഉപദ്യാവ് 4, മനുഷ്യ നീ കഴുകനെ പോലെ ചിറകടിച്ച് നക്ഷത്രങ്ങളുടെ ഇടയിൽ പോയി കൂട് വച്ച് പാർത്താലും അതിൻ്റെ നടുവിൽ നിന്ന് ഇന്ന് രാത്രി നിന്നെ ഇളക്കുമെങ്കിൽ നിനക്ക് പോകാനൊരു ഭവനമുണ്ടോ? ഞങ്ങളുടെ പ്രത്യാശ കൂടാരമായ ഭൗമഭവനം മണ്ണിനകത്ത് കെട്ടുപോയാൽ കൈപ്പണിയല്ലാത്ത നിത്യഭവനമൊരുക്കി തൻ്റെ മക്കളെ ചേർക്കുവാൻ കാന്തൻ മധ്യാകാശത്തിൽ വരാറായി. നിങ്ങളുടെ ഹൃദയം കലങ്ങിപ്പോകരുത്. ദൈവത്തിൽ വിശ്വസിപ്പി, എന്നിലും വിശ്വസിപ്പി. എൻ്റെ പിതാവിൻ്റെ സന്നിധിയിൽ അനേക വാസസ്ഥലമുണ്ട്. ഞാൻ പോയി വീടൊരുക്കിയാൽ ഞാനിരിക്കുന്ന ഇടത്ത് മടങ്ങി വന്ന് നിങ്ങളെയും ചേർത്തുകൊള്ളും. സൂര്യൻ അസ്തമിക്കുമോ? മലാക്കി 4:2 വായിച്ചാട്ട് മോനെ. മലാക്കി 4:2 ഒരു വാക്യം കൂടെ വായിക്കുമ്പോൾ അവസാനിക്കും. മലാക്കി 4:2 വായിക്കാം. എന്റെ നാമത്തെ ഭയപ്പെടുന്ന, ഇവിടെ എന്ത് വിഷയം വരട്ടെ, എന്റെ നാമത്തെ ഭയപ്പെടുന്ന നിങ്ങൾക്കോ നീതി സൂര്യൻ തന്റെ ചിറകിൻ നിഴലിൽ, തന്റെ ചിറകിൻ കീഴിൽ രോഗോപശാന്തിയോടെ ഉദിക്കും. തൊഴുത്തിൽ നിന്ന് തുള്ളിച്ചാടി വരുന്ന പശുക്കിടാങ്ങളെ പോലെ ദൈവസഭ കണ്ണിമയ്ക്കുന്ന വേഗത്തിൽ രൂപാന്തരപ്പെടുത്തി. ക്ലിങ് ഓഫ് വോയിസ്. ഏലിയാവ് യോർദാനക്കര ചെന്നപ്പോൾ ഹല്ലേലൂയ, അഗ്നിരഥങ്ങളും അഗ്നിയശങ്ങളും ഇറങ്ങി ഏലിയാവിനെ കൊണ്ടുപോയതുപോലെ സഭയാം മണവാട്ടിയെ ചേർക്കുവാൻ മനുഷ്യപുത്രൻ വെളിപ്പെടാറായി. ഭൂമിയിലെ സകല ഗോത്രങ്ങളെ പ്രലാപിച്ചുകൊണ്ട് അവൻ ആകാശമേഘങ്ങളിൽ വരുന്നത് നിങ്ങൾ കാണും. ഇന്ന് രാത്രി ബുദ്ധിമാന്റെ യാത്ര മേൽപോട്ടാകുന്നു. അവൻ്റെ കീഴെ പാതാളം അവനെ വിട്ടൊഴിഞ്ഞു. ഇന്ന് രാത്രി കൊട്ടാരമായാലും മരണം, കോട്ടയ്ക്കകത്തും മരണം. നിങ്ങൾ കേൾക്കണം. സ്തോത്രം. സഖാവ് കോടിയേരി ബാലകൃഷ്ണൻ 69-ാമത്തെ വയസ്സിൽ അദ്ദേഹം ഗുഡ് ബൈ പറഞ്ഞു. അദ്ദേഹത്തിൻ്റെ ഏറ്റവും വലിയ ആഗ്രഹമായിരുന്നു കേരളത്തിലെ മുഖ്യമന്ത്രിയാകണമെന്ന്. സമ്മതിച്ചില്ല, സംഭവിച്ചില്ല. 69. കഴിഞ്ഞ ദിവസം കോട്ടയത്ത് ഞാൻ പ്രസംഗിക്കാൻ പോയി. ഇവിടുത്തെ തിരുവനന്തപുരം ജില്ലയിലെ ഒരു CPIയുടെ മുതിർന്ന നേതാവ്, എൻ്റെ സുഹൃത്താണ്. ഞാൻ കോട്ടയം ചങ്ങനാശ്ശേരി കഴിഞ്ഞപ്പോൾ എന്നെ ഫോൺ ചെയ്തിട്ട് പറഞ്ഞ കാനം ചേട്ടനും യാത്രയായി. സ്തോത്രം. 73-ാമത്തെ വയസ്സിൽ കാനം രാജേന്ദ്രൻ ചേട്ടനും യാത്രയായി. ഇന്ന് രാത്രി നേതാവായാലും തൊഴിലാളിയായാലും മുതലാളിയായാലും ധനവാനായാലും ദരിദ്രനായാലും മരണമുറപ്പാണ്. കോട്ട കെട്ടിയാലും മരണം നിന്നെ കയറി പിടിക്കും. കൊട്ടാരത്തിനകത്തിരുന്നാലും മരണം നിന്നെ പിടിക്കും. കവലയ്ക്കകത്ത് നിന്നാലും മരണം നിന്നെ പിടിക്കും. എന്നാൽ ഞങ്ങൾക്ക് മരണത്തെ ഭയമില്ല. ശരീരത്തിന് മാത്രമേ മരണമുള്ളൂ, ആത്മാവിന് മരണമില്ല. പാട്ടുപാടി പ്രാർത്ഥിച്ച് ദൈവസന്നിധിയിൽ രക്ഷയുടെ ടിക്കറ്റ് എടുത്ത് ഇന്നും വചനപ്രകാരം ഉറച്ചു നിൽക്കുന്ന ഒരു വിശ്വാസി മരണത്തെ പറയുന്നത് നരകമല്ല, പ്രൊമോട്ടഡ് ടു ഗ്ലോറി. ഞങ്ങൾ നിത്യതയിൽ എത്തിച്ചേർന്നു. ഇന്ന് രാത്രി ഇവിടുത്തെ നേതാക്കന്മാരെ മരണം പിടിക്കുമ്പോൾ അനുശോചനവും ആശീർവാദങ്ങളും അനുശോചനങ്ങളും രേഖപ്പെടുത്തുമ്പോൾ ഞങ്ങളെപ്പോലെ രക്ഷിക്കപ്പെട്ട ദൈവമക്കൾ കപ്പക്കാലെ മരിക്കാം, കവലെ മരിക്കാം, പ്രസംഗ സ്ഥലത്ത് മരിക്കാം, കുഴഞ്ഞു വീണ് മരിക്കാം, ആശുപത്രിയിൽ ICUവിൽ വീണ് കടന്ന് മരിക്കാം. എന്നാൽ അതിൻ്റെ നടുവിലും കല്ലറയ്ക്കപ്പുറത്ത് ഞങ്ങളെ മാടി വിളിക്കുക. നാറ്റം വെച്ച ലാസറിന്റെ കല്ലറയുടെ മുൻപിൽ വന്ന് ലാസറെ പുറത്തു വരിക. അവന്റെ ഗംഭീരനാദം കേട്ടപ്പോൾ മരിച്ചവൻ പുറത്തു വന്നതുപോലെ ഇന്ന് നീ മരിച്ചാൽ നിന്റെ നിത്യത എവിടെ? ചെറുപ്പക്കാരാ, സഹോദര സഹോദരി, ഇതൊരു മതത്തിൻ്റെ പ്രസംഗമല്ല, നിന്നെ നിത്യതയിലെത്തിക്കുന്ന വചനമാ. അതുകൊണ്ട് ഇന്ന് രാത്രി മടങ്ങി വാ. കാൽവറി മല നിനക്ക് വേണ്ടി ഉയർന്നിരിക്കുന്നു. അവസാനിപ്പിക്കാൻ പോവുക.
ഒറ്റ വാക്ക് മത്തായി തന്നെ നിർത്താം. ആകയാൽ എൻ്റെ ഈ വചനങ്ങളെ കേട്ട്. മത്തായി 7:24-25 ഇന്ന് രാത്രി അവസാനിപ്പിക്കാം. ആകയാൽ എന്റെ ഈ വചനങ്ങളെ കേട്ട് ചെയ്യുന്നവനൊക്കെയും പാറമേൽ വീട് പണിത ബുദ്ധിയുള്ള മനുഷ്യനോട് തുല്യനാകുന്നു. അടുത്ത വാക്ക് വൻമഴ ചൊരിഞ്ഞു. പ്രളയം വരട്ടെ, കൊടുങ്കാറ്റ് വരട്ടെ, സുനാമി വരട്ടെ, നീ ഭയപ്പെടണ്ട. അടുത്തത് നദികൾ പൊങ്ങി കാറ്റടിച്ചു ആ വീട്ടിന്മേൽ അലച്ചു. അത് പാറമേൽ അടിസ്ഥാനമുള്ളതാകിയാൽ വീണില്ല. ഞാൻ യഹോവയ്ക്കായി കാത്തിരുന്നു, അവനെങ്കിലേക്ക് ചാഞ്ഞു കേട്ടു. നാശകരമായ കുഴിയിൽ നിന്നും കുഴഞ്ഞ ചേറ്റിൽ നിന്നും എന്നെ കയറ്റി ക്രിസ്തുവാകുന്ന പാറമേൽ മൂലക്കല്ലിൽ പണിത സഭയെ ചേർക്കുവാൻ കാന്തൻ മധ്യാകാശത്തിൽ വരും. അടുത്തത്, ഈ പ്രസംഗം കേട്ടിട്ട് മാനസാന്തരപ്പെടാത്ത കുറേ കൂട്ടരുണ്ട്. അവർക്ക് വേണ്ടി മണലിന്മേൽ വായിക്കാം. ആകയാൽ എൻ്റെ ഈ വചനങ്ങളെ കേട്ട്. അടുത്ത വാക്കൂടെ ക്ലിയർ ആയിട്ട് ബൈബിൾ. അടുത്ത വാക്ക് മണലിന്മേൽ. ആകയാൽ 7:25 വായിച്ചാട്ടെ മോനെ. ഈ വചനങ്ങളെ കേട്ട് മണലിന്മേൽ അടിസ്ഥാനമിട്ട്. ആ ഭാഗം വായിച്ചാട്ടെ. മത്തായി 7:25 വായിച്ചാട്ടെ. ഇപ്പൊ വായിച്ചു. വൻമഴ ചൊരിഞ്ഞു, നദികൾ പൊങ്ങി കാറ്റടിച്ചു ആ വീട്ടിന്മേൽ അലച്ചു. മണലിന്മേൽ അടിസ്ഥാനമിട്ട ഭവനം. അടുത്ത വാക്ക് വായിച്ചു മോനെ. അത് പാറമേൽ അടിസ്ഥാനമുള്ളതാകയാൽ വീണില്ല. അടുത്ത വാക്ക്, എന്റെ ഈ വചനം കേട്ട്. എത്ര പ്രസംഗ നിയമത്തും പ്രാപിച്ചമ്പലത്തും കേട്ടിട്ട് ഇതുവരെയും കരമുയർത്തി കർത്താവിന്റെ രക്ഷിതാവായി സ്വീകരിക്കാതെ. വായിച്ചാട്ടെ. എന്റെ വചനം കേട്ട് ചെയ്യാത്തവനൊക്കെയും മണലിന്മേൽ വീട് പണിത മനുഷ്യനോട് തുല്യനാകുന്നു. അടുത്ത വാക്ക്, വൻമഴ ചൊരിഞ്ഞു. അടുത്തത്, നദികൾ പൊങ്ങി കാറ്റടിച്ചു ആ വീട്ടിന്മേൽ അലച്ചു. അത് വീണു. അതിന്റെ വീഴ്ച വലിയതായിരുന്നു. പ്രാവച്ചമ്പലം കുടുംബന്നൂര മുതലാളിയെ, പണ്ഡിതനെ, PhD-കാരനെ ലോകം പറയും നീ വീഴത്തില്ലെന്ന്. ധനത്തിൽ നീ പുകഴരുത്, പാരമ്പര്യത്തിൽ നീ പുകഴരുത്. വചനം കേട്ട് മടങ്ങി വരാതെ മണലിന്മേൽ അടിസ്ഥാനമിട്ട് ദൈവവചനത്തെ ദൂഷിച്ച് നിൽക്കുന്നവൻ്റെ ഭവനം വീഴുവാൻ കാലമായി. അതുകൊണ്ട് ഈ കൺവെൻഷനെങ്കിലും കേട്ട് കർത്താവായ യേശു ക്രിസ്തുവിനെ രക്ഷിതാവായി സ്വീകരിക്കുക. ബുദ്ധിമാന്റെ യാത്ര മേൽപോട്ട്, അവൻ്റെ കീഴെ പാതാളം. ഒറ്റ കഥ പറഞ്ഞുകൊണ്ട് നിർത്താം. നെയ്യാർ ഡാമിൽ നിന്ന് മണ്ഡപത്തിൻ കടവിൽ വരുന്ന വഴിക്ക് നല്ലൊരു മരം. ആ മരത്തിനകത്ത് 4 ചില്ലകൾ, വലിയ മരം. 2 ചില്ലകളിൽ കുരങ്ങന്മാർ. വൈകിട്ട് കള്ളുകുടിയും അതുപോലെ തന്നെ സീരിയൽ കാണക്കും. അടുത്ത മേലെ 2 തട്ടിൽ കുരുവിയുണ്ട്. പാട്ട് വൈകിട്ട് എന്തതിശയമേ ദൈവത്തിൻ്റെ സ്നേഹം. ഒരു ദിവസം നെയ്യാറിൻ്റെ 2 ഷട്ടർ തുറന്നു. മരത്തിൻ്റെ റൂട്ടിൽ വന്ന് വെള്ളമടിച്ചു. മരം മണ്ഡപത്തിൻ കടവിലോട്ട് പകുതി ചാഞ്ഞു, നടുകുനിഞ്ഞതുപോലെ. ആ സമയത്ത് കുരുവി കുരങ്ങനോട് പറഞ്ഞൊരു കാര്യമുണ്ട്. ചേട്ടാ, ഈ മരം ഏത് സമയം വീഴും, തുലാവർഷം വരെ പോകുമെന്നറിയത്തില്ല. അപ്പോൾ കുരങ്ങൻ പറഞ്ഞു, മരം വീണ നീ എന്ത് ചെയ്യും? കുരുവി പറഞ്ഞു, എനിക്ക് ചിറകുണ്ട്, ഞാൻ പറന്നു പോകും. സ്വോത്രം. ഉടനെ കുരങ്ങൻ പറഞ്ഞു, നീ മിണ്ടണ്ട, കുറേ കാലം കൊണ്ട് പറയുന്നു മരം വീഴും. അതുപോലെ ഞങ്ങൾ ഈ കർത്താവിൻ്റെ വരവ് പറയുമ്പോൾ പലരും പറയും, എത്രയോ ആൾക്കാർ പറയും. K. എബ്രഹാം സാറ് പറഞ്ഞു, കൊച്ചു കുഞ്ഞപ്പി പറഞ്ഞു, വലിയ കുഞ്ഞപ്പി പറഞ്ഞു, ആശാരി കിടന്ന് കവിലെ വിളിച്ചു. ഇവരെല്ലാം പറഞ്ഞിട്ട് ഇതുവരെ വീടില്ല. സ്വോത്രം. വീടുന്നൊരു ദിവസമുണ്ട് മക്കളെ. കുരങ്ങൻ മുന്നറിയിപ്പ് അവഗണിച്ചു. ഒരു രാത്രി അഗസ്ത്യാറും പന്തയും തേക്കുപാറയും കൂടെ വെള്ളം അങ്ങോട്ട് നിറഞ്ഞു. സ്വോത്രം. ഗവൺമെൻറ്റിനോട് ചോദിച്ചില്ല. നെയ്യാറിലെ വാച്ച്മാൻ 4 ഷട്ടർ ഒറ്റയടി, ഒരു തുറപ്പ്. സ്വോത്രം. മണ്ഡപത്തിൻ കടവിൽ നിന്ന് മരം അതോടുകൂടി താഴ്. വൈകിട്ട് കള്ളം കുടിച്ചിരുന്ന കുരങ്ങനും കൂട്ടരും താഴ്. കുരുവി ഒറ്റ പറപ്പ്. സ്വോത്രം. ഇന്നുള്ള ആകാശവും ഭൂമിയും ദൈവം തീക്കായി സൂക്ഷിക്കുന്നു. അതിൻ്റെ നടുവിൽ പാരമ്പര്യത്തിൽ കള്ളം കുടിച്ച് കഞ്ചാവ് അടിച്ച് ഇവിടെ കറങ്ങി നടന്നാൽ നിന്റെ കുടുംബം തീരും. എന്നാൽ പരിശുദ്ധാത്മാവിൻ്റെ ചിറക് പ്രാപിച്ച കുരുവി ഇതിൻ്റെ നടുവിൽ നിന്ന് പറന്നു പോയെങ്കിൽ ആത്മാവിലും സത്യത്തിലും ആരാധിക്കുന്ന ദൈവമക്കളെ ചേർക്കുവാൻ കാന്തൻ വരാറായി. നിർത്താൻ പോവാ. അമേരിക്കയിൽ ഏറ്റവും വലിയ സയൻറ്റിസ്റ്റ് ആയിരുന്നു ഡോക്ടർ മാർക്ക്. അദ്ദേഹം എങ്ങനെ യേശുവിനെ കണ്ടത്? ശ്രദ്ധയോടെ ഇരിക്കണമേ. അദ്ദേഹം ഒരിക്കൽ ഡാലസിലേക്ക് പോകണം. 4:30 എയർപോർട്ടിൽ, 5:30 പ്ലെയിൻ, 1 hour യാത്ര. അദ്ദേഹം എയർപോർട്ടിൽ വന്നപ്പോൾ ഒരു സംഭവം. എയർപോർട്ട് അടച്ചിരിക്കുക. ലാസ്റ്റ് 24 hours ഡൗൺ ദ ഹെവി റൈൻ സൈമൾട്ടേനിയസ് വെതർ സിസ്റ്റം. അതുകൊണ്ട് എയർപോർട്ട് അടച്ചേക്കുക. അദ്ദേഹം അവിടെ ചെന്ന് മാനേജരോട് പറഞ്ഞു, അമേരിക്കൻ പ്രസിഡന്റിനെക്കാളും വലിയ പുള്ളി ഞാൻ അവിടുത്തെ ക്യാൻസർ അമേരിക്കയുടെ മുഴുവൻ കൈകാര്യം ചെയ്ത ഒരു വിമാനം വിടുന്നു. എയർപോർട്ട് മാനേജർ, സാറേ കണ്ടില്ല 24 മണിക്കൂർ ഷട്ട് ഡൗണാണ്, വിമാനമൊന്നും വിടാൻ പറ്റത്തില്ല, കാറ്റടിക്കുമ്പോൾ എവിടെ വിമാനം വിടുന്നത്? അദ്ദേഹം പറഞ്ഞു, കാർ എടുത്ത് പോകാൻ പറഞ്ഞു. ഇദ്ദേഹം കാർ എടുത്തു. സ്വോത്രം. 4 മണിക്കൂർ കഴിഞ്ഞു.
കേരള തമിഴ്നാട് അതിർത്തി പോലെ പോക്കറ്റ് റോഡിൽ കിടക്കുക. ഇദ്ദേഹത്തിൻ്റെ വെള്ളമൊന്നുമില്ല, 9:30 പെരുമഴ. അങ്ങനെ ഇരുന്നപ്പോൾ ഒരു വീടിൻ്റെ വക്കത്ത് 2 ചിമ്മിനി ലൈറ്റുകൾ കത്തിക്കിടക്കുന്നു. അവിടെ കൊണ്ടുപോയി വണ്ടി ചവിട്ടി നിർത്തി കോളിംഗ് ബെൽ അടിച്ചു. ഒരു പെൺകുട്ടി വന്നു. അദ്ദേഹം ഡോക്ടർ എന്ന് പറഞ്ഞില്ല. മൈ നെയിം ഈസ് മാർക്ക്, കോൾ ഈസ് ടു മച്ച്, സിസ്റ്റർ മേക്ക് എ കോഫി ഫോർ മീ. ഒരു കാപ്പി തരുമോ? തണുപ്പ് ഭയങ്കര. ആ സഹോദരി സ്നേഹത്തോടെ പറഞ്ഞു, സിറ്റ് യുവർ സീറ്റ്, ഐ മേക്ക് എ കോഫി വിത്ത് യു. ഞാനൊരു കോഫി ഉണ്ടാക്കാം, 5 മിനിറ്റിനകം റെഡിയാക്കാം. 2 മിനിറ്റ് കൊണ്ട് വെള്ളത്തിനകത്ത് അടുപ്പിൽ തീ പറ്റിച്ചകത്ത് പോയി കട്ടിലകത്തിരുന്ന 5 വയസ്സുള്ള കുഞ്ഞിനെ മാറോട് ചേർത്തുകൊണ്ട് ആ സഹോദരി ഇങ്ങനെ ആത്മാവിലൊരു വാക്ക് പറഞ്ഞു. എന്താ പറഞ്ഞതെന്നറിയാമോ? കർത്താവ് നമ്മുടെ പ്രാർത്ഥന കേൾക്കും, ഡോക്ടർ മാർക്കിനെ കാണും. ഡോക്ടറിന്റെ അകത്തൊരകവാള് പോയി. ഇവളെ ഇതുവരെ കണ്ടിട്ടില്ല, ഇവൾക്ക് എന്നെ അറിയത്തില്ല, എൻ്റെ പേര് പറയുന്നു. 5 മിനിറ്റ് കഴിഞ്ഞ് കാപ്പി കുടിച്ചിട്ട് അവളോട് ചോദിച്ചു, എന്താ കുഞ്ഞെ നിന്റെ പ്രശ്നം? അവൾ പറഞ്ഞൊരു കാര്യമുണ്ട്, സാറിൻ്റെ പേരുള്ള ഒരു ഡോക്ടർ അടുത്ത പട്ടണത്തിലുണ്ട്. എൻ്റെ ഈ പൈതൽ ഭർത്താവ് മരിച്ച ആരുമില്ല, 2 വർഷമായി ക്യാൻസറാ, ഇനി കൊണ്ടുപോകാൻ വഴിയില്ല. ഒരു ആശുപത്രി ഞാൻ കാത്ത് ഓപ്പറേഷന് വേണ്ടി ഇരിക്കുക, ദൈവത്തോട് പ്രാർത്ഥിക്കുക. അദ്ദേഹം ചോദിച്ചൊരു കാര്യമുണ്ട്, കുഞ്ഞെ നിന്റെ വീട്ടിൽ ബൈബിൾ ഉണ്ടോ? സ്തോത്രം. നിരീശ്വരവാദിയ ഡോക്ടർ. സഹോദരി പറഞ്ഞു, ഉണ്ട്. ബൈബിൾ കയ്യിൽ പിടിച്ചിട്ട് പറഞ്ഞു, നീ അന്വേഷിക്കുന്ന ഡോക്ടർ മാർക്കാ നിന്റെ മുൻപിൽ ഇരിക്കുന്ന. സ്തോത്രം. ആ കുഞ്ഞിനെ അദ്ദേഹം മാറിൽ വാരിയെടുത്തു. എന്നിട്ട് അദ്ദേഹം പറഞ്ഞൊരു കാര്യമുണ്ട്, ഞാൻ എയർപോർട്ടിൽ വന്നപ്പോൾ പ്ലെയിൻ ഇല്ലാതിരുന്നത്, 24 മണിക്കൂർ എയർപോർട്ട് അടച്ചത്. എൻ്റെ കാർ ആക്യുറേറ്റ് ആയിട്ട് നിന്റെ വീട്ടിന് മുൻപിൽ ചവിട്ടി നിർത്തണമെങ്കിൽ നിന്റെ പ്രാർത്ഥന കേൾക്കുന്ന ഒരു ദൈവമുണ്ട്. ബിക്കോസ് ഹി ഈസ് അലൈവ്. അവൻ ഇന്ന് ജീവിക്കുന്നു. ഇന്ന് രാത്രി പറ, 2024 ലോകം പറയും നടക്കത്തില്ല, ഇംപോസിബിൾ. ബട്ട് അമ്മച്ചി ഇന്ന് രാത്രി പറ, എൻ്റെ ദൈവത്താൽ സകലതും സാധ്യം. സിസ്റ്ററെ, 2024 ലോകം പറയും ഇംപോസിബിൾ. ദ ലാസ്റ്റ് ഡേറ്റ് ഓഫ് 223, എവരിതിങ് പോസിബിൾ, ദ മൈറ്റി നെയിം ഓഫ് ജീസസ്. യേശുവിൻ്റെ നാമത്തിൽ സകലതും സാധ്യം. ഇന്ന് രാത്രി പറ, കാറ്റ് കാണുകയില്ല, മഴ കാണുകയില്ല, എങ്കിലും താഴ്വരയിൽ നീ കുഴികളെ വെട്ടിയാൽ മതി, നിറയ്ക്കുന്ന ദൈവത്തിൻ്റെ കരം. ഡോക്ടർ മാർക്കിൻ്റെ കാറ് സഹോദരിയുടെ വീട്ടു മുൻപിലെത്തിയതുപോലെ കരയുന്ന കാക്ക കുഞ്ഞുങ്ങൾക്ക് അതതിൻ്റെ ആഹാരം. വയലച്ചെടിക്ക് പ്രകാശം കൊടുക്കുന്ന നല്ല ദൈവം 2024 നിന്നെ നടത്തും. 5 കാര്യങ്ങൾ ഇന്ന് രാത്രി. സൂര്യൻ മനുഷ്യനെ കൊല്ലാൻ കാലമായി, ഭൂകമ്പം വലുതായി അടിക്കാൻ കാലമായി, അത് കഴിഞ്ഞ് വെള്ളം കുടിച്ച് മനുഷ്യൻ മരിക്കാൻ കാലമായി, ധനവാന്മാർ നിലവിളിച്ച് മരണത്തിന് വേണ്ടി ഓടുന്ന കാലം, മലകളും ദീപസ്വസ്ഥാനത്തും ഇളകിപ്പോകും. ഇതിൻ്റെ നടുവിൽ എൻ്റെ നാമത്തെ ഭയപ്പെടുന്ന നിങ്ങൾക്ക് നീതി സൂര്യൻ രോഗോപശാന്തിയോട് മധ്യാകാശത്തിൽ ഉദിച്ചുയരും. കൺവെൻഷൻ്റെ ആദ്യ രാത്രി ഈ റോഡിനകത്തോ തെരുക്കോണിനകത്തോ ആരെങ്കിലും ഉണ്ടെങ്കിൽ പ്ലീസ് ഇന്ന് രാത്രി ഞങ്ങൾ പാടുമ്പോൾ പ്രാർത്ഥിക്കുമ്പോൾ, സഹോദരി നീ ജീവിതം തകർന്ന വ്യക്തിയാണോ? ബ്രദറെ നാളത്തെ വഴി എന്തെന്നറിയാത്ത വ്യക്തിയാണോ? അപ്പച്ചാ ഇതുവരെയും യേശുവിനെ കണ്ടിട്ടില്ലേ? ഒരു 17 ദിവസം ബാക്കിയുള്ളപ്പോൾ 2024 കടക്കുന്നതിന് മുമ്പ് ഈ രക്ഷകനെ കർത്താവും രക്ഷിതാവുമായി സ്വീകരിച്ചുകൊണ്ട് നെഞ്ചത്ത് കൈവച്ചൊരു തീരുമാനമെടുത്ത് ഒരു പുതിയ ജീവിതത്തിലേക്ക് സമർപ്പിക്കൂ. താങ്കളെ ചേർക്കുവാൻ കാന്തൻ വരാറായി. പാറയുടെ പിളർപ്പിലും കടുന്തൂക്കിലും ഇരിക്കുന്നു പ്രാവേ, നിന്റെ മുഖം ഞാനൊന്ന് കണ്ടോട്ടെ. എത്ര വയ്യായ്മേലും അമ്മച്ചി താണ്ടിരിക്കുന്നു, ദൈവം അനുഗ്രഹിക്കട്ടെ. അമ്മാമതായിരിക്കുന്നു, ദൈവം അനുഗ്രഹിക്കട്ടെ. അമ്മാമേ, ഇന്നത്തെ ചെറുപ്പക്കാർ ലോകത്തിൻ്റെ മോഹങ്ങളിൽ ഇറങ്ങുമ്പോൾ നിങ്ങൾ ഈ ജീവന്റെ വചനവുമായി ഇറങ്ങിയതുകൊണ്ട് നിങ്ങളുടെ തലമുറകളെ ദൈവം അനുഗ്രഹിക്കും. അമ്മച്ചി സ്തോത്രം. അതുകൊണ്ടാണ് പറയുന്നത്, രാത്രി കേട്ടോണം, ദൈവമാര് പാറയുടെ പിളർപ്പിലും കടുന്തൂക്കിലും ഇരിക്കുന്ന പ്രാവേ. 2 പ്രാവിനെ യാഗപീഠത്തിൽ കൊണ്ടുവരും, കാലുകൾ കൂട്ടിക്കെട്ടും. മഹാപുരോഹിതന്മാർ പതക്കത്തിൽ നിന്ന് കത്തിയെടുത്ത് കൊള്ളാവുന്ന പ്രാവിൻ്റെ കഴുത്തിന് ഒരു അറപ്പറക്കും. കുറുപ്രാവിൻ്റെ പുറത്ത് രക്തവും പീഠത്തിൽ രക്തവും വീഴും. ആ പ്രാവ് കണ്ണടയ്ക്കും. യാഗപീഠത്തിൽ രക്തത്തളി ആചരിക്കും. ഈ പരിപാടി കഴിയുന്നത് വരെ കണ്ണടച്ചുകൊണ്ട് ഭയപ്പെട്ട് പ്രാപിക്കുക. അത് കഴിഞ്ഞ് രക്തത്തളി കഴിഞ്ഞ് വെള്ളം ശുദ്ധിയാക്കി കത്തി കഴുകിയതിന് ശേഷം പുറകോട്ട് കെട്ടുകിടക്കുന്ന പ്രാവിനെ നോക്കും, അനങ്ങാൻ പറ്റത്തില്ല. അതിൻ്റെ കാഴക്കെട്ടുകളിൽ കത്തിയെടുത്തറക്കും. ജീവരക്ഷാർത്ഥം ആ പ്രാവ് ഓടിപ്പോകും. എവിടെ? പാറയുടെ പിളർപ്പിലും കടുന്തൂക്കിലും. കർത്താവിന് വേണ്ടി നേമത്തും പ്രാവച്ചമ്പലത്തും കണ്ടലയിലും ഊരുട്ടമ്പലവും പാപ്പനംകോടും വിഴവൂരും തിരുമലയും ഇറങ്ങി വീടും കാറും ഒന്നും കിട്ടിയില്ലെങ്കിലും അവൻ്റെ ചങ്കിലെ ചോരയാൽ കഴുകൽ പ്രാപിച്ചെങ്കിൽ നിന്റെ മുഖം കാണുന്ന ഒരു ദിവസം വരാറായി. ആ ദിവസത്തിൽ അവൻ്റെ വരവെങ്കിൽ നമുക്കും ചേർക്കപ്പെടാം. ഇന്ന് നമ്മൾ ഈ ലോകത്തിൻ്റെ സൂര്യൻ അസ്തമിക്കുമ്പോൾ നീതി സൂര്യൻ രോഗോപശാന്തിയോടെ വെളിപ്പെടാൻ കാലമായി. എല്ലാവരും എഴുന്നേറ്റാട്ടെ, കരമടിച്ച് ഈ ദേശം ഒന്ന് ഉണരട്ടെ. അതെ പോകല്ലേ, ഒരു കാര്യം കൂടെ പറയാനുണ്ട്. ലൈക്ക്, ഷെയർ ആൻഡ് സബ്സ്ക്രൈബ്. ആ ബെൽ ബട്ടണും കൂടെ അമർത്തിക്കോണേ. താങ്ക് യു.